ഗുരുചരണങ്ങളിൽ പ്രണാമം. എല്ലാവർക്കും നമസ്തേ. രണ്ടാമത്തെ പ്രാവശ്യമാണ് ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾ പുതിയ ബാച്ചാണ് അല്ലേ? കാരണം പുതിയ മുഖങ്ങളാണ് എല്ലാവരും. പഴയ മുഖങ്ങളായിട്ട് രാജീവും രഞ്ജിത്തും ദീപും ഒക്കെ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ഞാനിവിടെ നോക്കിയിട്ട് പഴയതാരെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. അന്തരീക്ഷത്തിനാണെങ്കിൽ ഒരു തണുപ്പുണ്ട്, എനിക്കൊരു തണുപ്പുണ്ട്, നിങ്ങൾക്കൊക്കെ തണുപ്പുണ്ടോ? ഈ തണുത്ത അന്തരീക്ഷത്തിൽ ഈ ഫാനെല്ലാം കൂടി ഇങ്ങനെ കറങ്ങുമ്പോൾ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ഉറക്കത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ പോലെ ഉറക്കത്തിനൊരു സാധ്യതയുണ്ട്, കാലാവസ്ഥാ പ്രവചനമുണ്ട്. അപ്പോൾ ഉറക്കത്തിനുള്ള സാധ്യതയുള്ള സമയത്ത് എങ്ങനെ ഉറക്കാതിരിക്കാം എന്നുള്ള വലിയൊരു വെല്ലുവിളിയാണ് എൻ്റെ മുമ്പിലുള്ളത്. അതാണിപ്പോൾ ഏറ്റവും വലിയ ക്ലാസ് എടുക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം ഈ സമയം അങ്ങനത്തെ ചേർത്തലയുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ രാവിലെ 10 മണിക്ക് ആരംഭിച്ചൊരു 12:30 തീരും. ആ സമയത്ത് അങ്ങനെ ആരും ഉറക്കം വരികയില്ല. പക്ഷെ ഉച്ചകഴിഞ്ഞുള്ള സമയം അതല്ല. നമ്മൾ ഇത്തിരി കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാകും. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അങ്ങനെ അധികം ഭക്ഷണം കഴിച്ചവരായിട്ടൊന്നും തോന്നുന്നില്ല. ആരെയും ഉറക്കത്തിൻ്റെ ഒരു മുഖമുള്ള രീതിക്ക് കാണുന്നില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ പോലും ഞാൻ ആരോടും പറയുന്നതുമല്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചേർത്തലക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അത്ഭുതമാണ് കോട്ടയക്കാരായ നിങ്ങൾ. കാരണം കോട്ടയത്ത് വരിക, കോട്ടയത്ത് ഉള്ള ഒരു പ്രഭാഷണം നടത്തുക, അല്ലെങ്കിൽ കോട്ടയത്തൊരു ക്ലാസ് നടത്തുക എന്ന് പറയുമ്പോൾ ചേർത്തലക്കാരായ ഞങ്ങൾക്കത് ഇന്നൊരു വെല്ലുവിളിയാണ്. കാരണം എന്താണെന്നറിയാമോ? ചേർത്തലക്കാരായ ഞങ്ങൾ ആത്മീയതയിൽ ഒരല്പം പിറകിലാണ്. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഞങ്ങളാണ് മുമ്പിൽ. രാജ്യം ഭരിക്കുന്ന കാര്യത്തിൽ ഞങ്ങളാ മുമ്പിൽ, രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളാ മുമ്പിൽ, വിപ്ലവത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളാ മുമ്പിൽ. പക്ഷേ ആത്മീയതയുടെ കാര്യത്തിൽ ഞങ്ങൾ അല്പം പുറകിലാണ്. എല്ലാം ചേർത്തലക്കാരെയൊക്കെ നിങ്ങൾ എടുത്തു നോക്കണം. കേരളം ഭരിച്ച മുഖ്യമന്ത്രി എ കെ ആന്റണി ചേർത്തലക്കാരനാണ്. മുഖ്യമന്ത്രി ആകാൻ പറ്റാതെ പോയ മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ വയലാർജി. അദ്ദേഹം ചേർത്തലക്കാരനാണ്. ചേർത്തലയോട് ചേർന്ന് കിടക്കുന്ന അമ്പലപ്പുഴയോട് കാരനാണ് നമ്മുടെ VS അച്യുതാനന്ദൻ. അറിയാമോ? ശ്രീമതി KR ഗൗരിയമ്മ എൻ്റെ അയൽവാസിയാണ്. മുഖ്യമന്ത്രിയാകാൻ പറ്റാതെ പോയ വേറൊരാൾ എൻ്റെ അയൽവാസിയാണ്. എനിക്കിങ്ങനെ വിളിച്ചാൽ ഗൗരിയമ്മയെന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന വീടാണ്. പക്ഷെ അവിടെ ആരും താമസമില്ല. മരപ്പട്ടിയും പിന്നെ ഈ നരിച്ചീറുകളും മാത്രമായിട്ട് അവരുടെ കുടുംബം അനാഥമായിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരുപറ്റം ആളുകൾക്ക് ജന്മം നൽകിയ നാടാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനോടുള്ള അദമ്യമായ ഭക്തിയിൽ ഒരല്പം പിറകിലാണ് ചേർത്തലക്കാർ. പക്ഷേ അത് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിൽ കോട്ടയം ജില്ലയിലാണ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സമ്പത്തെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രീനാരായണ ഗുരുദേവനോട് അടുക്കുന്ന ആൾക്കാരാണ്, ഗുരുദേവ കൃതികൾ പഠിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളിൽ പലർക്കും ആ കാര്യങ്ങളൊന്നുമില്ല. ആത്മീയ ചിന്തകളൊന്നും. എൻ്റെ ചെറുപ്പത്തിൽ ഒരു രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീടിനടുത്തൊരു ക്ഷേത്രമുണ്ട്, ഖണ്ഡാകരണ ക്ഷേത്രം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. വെട്ടയ്ക്കൽ ചെള്ളപ്പുറം ഖണ്ഡാകരണ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. ഞാൻ ദീർഘകാലം അവിടെ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അവിടെ ആകുന്നതിന് മുമ്പ് കുട്ടിക്കാലത്ത് ഈ 41 ദിവസം നടക്കുന്ന ഭജനയുണ്ട്. അപ്പോൾ ഭജനയിൽ 11 ദിവസം ഒരു ഭജനയൊക്കെ ഉണ്ട്. അപ്പോൾ ഭജന നടക്കുമ്പോൾ ഞങ്ങൾ കുട്ടികളായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ചെല്ലും. എന്താണെന്നറിയാമോ? ഭജന കേൾക്കാനല്ല, ഭജന കഴിയുമ്പോൾ പായസമുണ്ട്, ത്രിമധുരമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ മാധുര്യം കുറച്ചൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവിടെ വലിയ കേൾക്കാവോ? എല്ലാവർക്കും സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? അവിടെ ഒരു കീർത്തനം ആലപിക്കപ്പെട്ടു. ആ കീർത്തനം ഇങ്ങനെയായിരുന്നു: ഭാഗവതത്തിലെ ആദ്യ രംഗത്തിൽ കരളിൽ വിവേകം കൂടാതെ കണ്ട് ഒരു നിമിഷം വ്യത കളയരുതാരും എന്ന് തുടങ്ങുന്ന, നാരായണ ജയ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ഒരു പാട്ട്, ഒരു ഭക്തിഗാനം ഒരു പ്രായം ചെന്ന കക്ഷി അവിടെ ആലപിച്ചു. അദ്ദേഹം ആലപിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ ഒരുപറ്റ ആൾക്കാർ അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി ഈ ഭജനയ്ക്ക് ഈ കീർത്തനം ചൊല്ലാൻ പാടില്ല, ഇനി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂരറിയും. മദ്യപിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒക്കെ ബഹളായി. എന്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് അമ്പലത്തിൽ ചൊല്ലുവാൻ പറ്റുന്നതല്ല, ഇത് മരണ വീട്ടിലേ ചൊല്ലാൻ പാടുള്ളൂ. ആരാ വന്ന് പറയുന്നത്? ഈ വന്ന ആൾക്കാരാണ്. ഇവരിൽ പലരും മഴയത്ത് പോലും പള്ളിക്കൂടത്തിൻ്റെ വരാന്തയിൽ കയറാത്ത ആളുകളാണ്. പലർക്കും ഭാഗവതം എന്നറിയില്ല, പലർക്കും കീർത്തനങ്ങൾ അറിയില്ല. പക്ഷെ അവരൊന്ന് പറഞ്ഞു, ഈ പാട്ട് മരണ വീട്ടിൽ മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ. എന്താ കാരണം എന്നറിയാമോ? അന്ന് ഈ ഭജനയ്ക്ക് ചൊല്ലുന്ന ഈ കീർത്തനം ഞങ്ങളുടെ നാട്ടിൽ എവിടെ മാത്രമേ ചൊല്ലാറുണ്ടായിരുന്നുള്ളൂ?
മരണ വീട്ടിൽ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ബാക്കി കീർത്തനയില്ല. ജീവിച്ചിരിക്കുന്ന സ്ഥലത്തൊന്നും എന്തില്ല, കീർത്തനയില്ല, സന്ധ്യാനാമങ്ങളില്ല. പക്ഷേ മരണത്തിൻ്റെ അനുബന്ധിച്ച് മരണ ദിവസം ചൊല്ലും, സഞ്ചയനത്തിൻ്റെ അന്ന് ചൊല്ലും, 16-ന് ചൊല്ലും. അങ്ങനെ മാത്രം കേട്ട് പരിചയമുള്ള ആളുകൾക്ക് അതെന്ത് പാട്ടായിട്ട് തോന്നി? അതൊരു മരണപ്പാട്ടായിട്ട് തോന്നി. അത്രയേ ഉള്ളൂ. അതാണ് ഈ ആധ്യാത്മികതയിൽ തമ്മിലുള്ളൊരു വ്യത്യാസത്തെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു എന്നുള്ള മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ മനുഷ്യരുടെ ഒരു രീതി. എവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രമാണ് നമ്മൾ അങ്ങനെ അവലംബിച്ചു പോരുത്. ഇന്നലെ ചെയ്തൊരു അബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രപതാവാം എന്നാണല്ലോ ആര് പറഞ്ഞിരിക്കുന്നത്? കുമാരനാശൻ അല്ലേ? കുമാരനാശനെ കൂടി ഓർത്തോളൂ. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇടം വലമായിട്ട് ഇങ്ങനെയും ചില ആൾക്കാരൊക്കെ ഉണ്ടെന്ന് നമ്മൾ കരുതിക്കൊള്ളണം. അതാണ് കുമാരനാശൻ പറഞ്ഞത്. ഇന്നലെ ചെയ്ത അബദ്ധം മൂഢർക്ക്, എല്ലാവർക്കും അല്ല, മൂഢർക്ക് എന്തായി മാറാം? ആചാരമായി മാറാം. മറ്റന്നാളത് എന്തായി മാറാം? ശാസ്ത്രമായി മാറാം. അതിൽ മൂളായിക സമ്മതം രാജൻ എന്ന് ചണ്ടാല ഭിക്ഷയിൽ കുമാരനാശൻ കൃത്യമായിട്ട് ശ്രീബുദ്ധനെ കൊണ്ട് അത് പറയിപ്പിക്കുന്ന രംഗമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുക. ഏതായാലും നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ഞാൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. കോട്ടയംകാരൊക്കെ ആരാകുന്നു? ആധ്യാത്മിക രംഗത്ത് ഉയർന്നവരാണ്. ശ്രീനാരായണ ഗുരുദേവനോടുള്ള ഭക്തിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ഒരു വിഭാഗമാണ്. ആ നിങ്ങളുടെ മുമ്പാകെ ചേർത്തലക്കാരനായ ഞാൻ വന്ന് എന്താണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. എങ്കിലും അവരിപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് പിണ്ടനന്ദി എടുക്കണമെന്നാണ്. പിണ്ടം പറയുന്ന നന്ദി അല്ലേ? ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും മഹത്വപൂർണ്ണമായ രചനകളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നൊരു കൃതിയാണ് ആരും കൈകാര്യം ചെയ്യാത്തൊരു മേഖല. എന്നാൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് പലരും. ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സംഭാവനകളിൽ ഒന്നാണ് ഉപനിഷത്തുകൾ. ആ ഉപനിഷത്തുകളിൽ ഒന്നാണ് ഗർഭോപനിഷത്ത് എന്ന് പറയും. ശാസ്ത്രമൊക്കെ പുരോഗമിക്കുന്നതിന് മുൻപ്, ഈ ഗൈനക്കോളജി എന്ന് പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ്, ഈ മനുഷ്യൻ ഗർഭം ധരിക്കുന്നതിനെക്കുറിച്ച്, അതായത് ആര് ഗർഭം ധരിച്ചാലും അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുകയും പഠിക്കുകയും അത് ആ രീതികൾക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ ശാസ്ത്രം പോലും കുമ്പിട്ട് പോകുന്ന മനോഹരമായ രീതിയിൽ അതൊക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ശാസ്ത്രശാഖ യുഗങ്ങൾക്കപ്പുറത്ത് എവിടെ ഉണ്ടായിരുന്നു? ഈ രാജ്യത്തുണ്ടായിരുന്നു. ആ ഗർഭോപനിഷത്ത് പഠിച്ചിട്ട് വാൽമീകിയും പിന്നീട് എഴുത്തച്ഛനുമൊക്കെ അത് രാമായണത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. രാമായണത്തിൽ ഒരു കുട്ടി ഗർഭത്തിൽ രൂപം കൊണ്ട്, ഒരു ബീജം സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊണ്ട് അതൊരു കുട്ടിയായി വളർന്ന് ഓരോ രംഗങ്ങളിലൂടെ ഇത്രാം മാസം ഇത്രാം ദിവസം കണ്ണുകൾ വെച്ച് രൂപങ്ങൾ വെച്ച് മുടി വെച്ച് രൂപങ്ങൾ അംഗങ്ങളൊക്കെ തിരിഞ്ഞ് അവസാനം പ്രസവത്തിലേക്ക് എത്തുന്ന രംഗം ആദികാവ്യമായ രാമായണത്തിൽ വിവരിച്ചിട്ടുണ്ട്. രാമായണം വായിക്കുന്നവരാണോ കോട്ടയത്തുള്ള നിങ്ങളൊക്കെ പലരും? രാമായണത്തിൽ ഏതു ഭാഗത്താണ് അങ്ങനെ ഒരു രംഗം വിവരിക്കുന്നതെന്ന് പറയാമോ ആർക്കെങ്കിലും? പറയാമോ? രാമായണത്തിൽ സമ്പാദി വാക്യം എന്ന് പറയുന്ന രംഗമുണ്ട്. സമ്പാദി എന്ന് പറയുന്നത് നമ്മുടെ ജടായുവിൻ്റെ സഹോദരൻ. ജടായു ആരായിരുന്നു? പക്ഷീന്ദ്രനായിരുന്നു. ആര്? ജടായു അല്ലേ? അപ്പോൾ ഈ ജടായുവിൻ്റെ ജ്യേഷ്ഠൻ സമ്പാദിയെ വാനരന്മാർ കാണുന്നൊരു രംഗമുണ്ട്. ഒരു കാണുന്ന രംഗം എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു രംഗമാണ്. കാരണം സീതാന്വേഷണത്തിന് അവരിങ്ങനെ പോകുന്ന സമയത്ത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്നില്ല. അവസാനം അവരെന്ത് ചെയ്യാണ്? കടൽ തീരത്ത് ചെല്ലുന്നു. അപ്പോൾ ഈ കടലിൽ ചാടിക്കിടക്കാൻ ഞങ്ങൾക്കാവില്ല, അതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടി ഇവിടെ ആത്മഹത്യ ചെയ്യാം എന്നെല്ലാവരും കൂടി പറയുന്ന രംഗത്ത് പക്ഷം തളർന്നിരിക്കുന്ന ഒരു പക്ഷിയുടെ ഗുഹയുടെ മുമ്പിലാണ് ഇവരകപ്പെടുന്നത്. അപ്പോൾ ആ പക്ഷി ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. ഇവരൊക്കെ ചത്ത് കഴിയുമ്പോൾ എനിക്ക് ഓരോന്നായി എനിക്ക് ഭക്ഷിക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവരിലൊരുത്തൻ പറയുകയാണ്, എന്താണ്? ആ ശ്രീരാമന് വേണ്ടി ജീവൻ ത്യജിച്ച ആ ജടായു എത്ര ഭാഗ്യവാൻ, അയാളുടെ ജന്മം, ആ പക്ഷീന്ദ്രൻ്റെ ജന്മം എത്ര സാർത്ഥകം. ദൈവമേ, ഞങ്ങളും അതുപോലെ ആ ശ്രീരാമന് വേണ്ടി ജീവിച്ചു മരിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്കത് സാധിക്കുന്നില്ലല്ലോ. നമ്മളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാതെ നമുക്ക് മരിക്കേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പോൾ ഈ എന്താണ് പറയുക, പക്ഷം തളർന്നിരിക്കുന്ന സമ്പാദി ചോദിക്കുകയാണ്, ജടായു എന്ന് പറയുന്ന പക്ഷിയെ കുറിച്ച് പറഞ്ഞവരാനാരെങ്കിലും എൻ്റെ മുമ്പിലേക്ക് വരിക.
അവന് ഞാൻ അനുഗ്രഹം നൽകും. ഇപ്പോൾ ഓരോരുത്തരുടെ ചില പറയും എങ്ങനെ അറിയാം ജഡായുവിനെ എന്ന് പറയുമ്പോൾ സമ്പാദി പറയുന്നുണ്ട്, ജഡായു എൻ്റെ സഹോദരനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് സൂര്യബിംബം നോക്കി ഒരിക്കൽ പറന്നു. അതിൽ പറന്നപ്പോൾ ഏറ്റവും മുകളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും വാശി വെച്ച് പറന്നപ്പോൾ സൂര്യൻ്റെ രശ്മികൾ ഏറ്റുവാങ്ങാൻ ശേഷിയില്ലാതെ പക്ഷങ്ങൾക്ക് തീ പിടിച്ചു ജഡായുവിന്. ആ ജഡായുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാനതിൻ്റെ മുകളിൽ കയറി പറന്നു. അപ്പോൾ അവൻ രക്ഷപ്പെട്ടു. പക്ഷേ പക്ഷങ്ങളെല്ലാം കരിഞ്ഞ് ഞാൻ ഭൂമിയിൽ പതിച്ചു. അവൻ എവിടേക്കോ പറന്നുപോയി, ഞങ്ങൾ തമ്മിൽ പിന്നെ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഈ രംഗം ഇതൊക്കെ പറഞ്ഞ് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു സമ്പാദിക്ക്. അപ്പോൾ ആ സമ്പാദി വാനരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗമുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് വായിക്കണം. രാമായണത്തിലെ ഗൈനക്കോളജിയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ ആദികാവ്യത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് ആ രംഗങ്ങളെല്ലാം. ഒരു മനുഷ്യൻ്റെ ജനനം എത്ര ഗംഭീരമായിട്ടാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അതാലോചിക്കണം, ഭാരതത്തിൻ്റെ ആ ധർമ്മശാസ്ത്രങ്ങളുടെ മഹത്വം എന്തായിരുന്നു എന്നുള്ളത്. ആ ധർമ്മശാസ്ത്രത്തിൻ്റെ ചുവട് പിടിച്ചാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്തെഴുതിയിരിക്കുന്നത്, പിണ്ടനന്ദി എഴുതിയിരിക്കുന്നത്. നന്ദിയാണ് ശരിക്കും, പിണ്ടം പറയുന്ന നന്ദി. 1887 1897 ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് പിണ്ടനന്ദിയുടെ രചനാ കാലഘട്ടം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ഈ കൃതി വളരെ ലളിതമാണ്, മറ്റുള്ള കൃതികളെ അപേക്ഷിച്ച് അത്രയ്ക്ക് വലിയ ദുർഗ്രാഹ്യമായിട്ടുള്ള ഒന്നും ഇതിനകത്തില്ല. ഈ കൃതികൾ വസന്ത തിലകം എന്ന് പറയുന്ന ഒരു വൃത്തമാണ് ഗുരു ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിണ്ടത്തിൻ്റെ നന്ദി, ഒരു കൃതജ്ഞത പറയുന്നതിനൊരു വ്യക്തി വേണം. ഇവിടെ വ്യക്തി പിണ്ടമാണ്. ഈ പിണ്ടം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജനനം, ഒരു മനുഷ്യൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെ വെച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത്? നമ്മൾ ജാതകം ഗണിക്കുന്നത് എവിടെ വെച്ചാണ് ഗണിക്കുന്നത്? ജനിച്ചു കഴിയുമ്പോൾ അല്ലേ? ജനിച്ചു കഴിയുമ്പോൾ ജനിക്കുന്ന ദിവസത്തെ നക്ഷത്രം അതേതാണോ അതാണ് നമ്മുടെ എന്ത് നാള്. മനുഷ്യർക്ക് മാത്രമാണ് നാളിന് പ്രത്യേകത, ദേവന്മാർക്ക് നാളിനൊരു പ്രത്യേകതയില്ല. അവതാര പുരുഷന്മാരുടെ നാളുകൾക്ക് പ്രത്യേകതയില്ല. പിന്നെ എന്താ ഉള്ളതെന്നറിയാമോ? അവർക്ക് തിഥിയാണ് പ്രധാനം. അതുകൂടി ഓർത്തോളാം. ശ്രീകൃഷ്ണൻ ജനിച്ചത് രോഹിണി നക്ഷത്രത്തിലാണ്, ചിങ്ങമാസത്തിൽ, എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ രോഹിണിയുടെ മുമ്പിൽ ഒരാൾ വന്ന് കയറി കിടപ്പുണ്ട്. അതാരാണ്? തിഥി, അഷ്ടമി അല്ലേ? അപ്പോൾ എന്താ അറിയപ്പെടുന്നത്? അഷ്ടമി രോഹിണി എന്നാണ്. ലോകത്തെവിടെയെങ്കിലും രോഹിണി അഷ്ടമി എന്ന് കേൾക്കുമോ? എന്താ കാരണം? അവതാര പുരുഷന്മാർക്ക് നാളിൻ്റെ മുമ്പിൽ ആര് കയറി വരും? തിഥി കയറി വരും. ശ്രീരാമൻ ജനിച്ചത് പുണർതം നക്ഷത്രത്തിലാണ്. രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന നാൾ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൽ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി എന്ന് എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുകയാണ്. പുനർവസു പുണർതം നക്ഷത്രം, തിഥി നവമി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഗ്രഹനില വർണ്ണിക്കുകയാണ്. നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ. അർക്കനും അത്യുച്ചസ്തനുദയം കർക്കിടകം, മർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ഗ്രഹനില എഴുതി തകർത്തക്കം വെച്ചിരിക്കുകയാണ് ആര്? ഭാഷാപിതാവ്. അപ്പോൾ അവിടെ ശ്രീരാമൻ്റെ നാള് പുനർവസു പുനർതമാണെങ്കിലും ശ്രീരാമൻ പുണർതം നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് എങ്ങും പറയുന്നില്ല. പകരം എന്ത് പറയുന്നു? നവമിയിൽ ജനിച്ചു. അതുകൊണ്ട് ഉത്തരേന്ത്യക്കാരുടെ ഉത്സവം രാമനവമിയാണ്. ശരിയല്ലേ? രാമപുണർതമാണ് അല്ല, രാമനവമി. കണ്ടോ? അപ്പം മനുഷ്യർക്കൊക്കെ നക്ഷത്രം വലിയ ഘടകമാണെങ്കിൽ ദേവാംശമുള്ളവർക്ക് എന്താകുന്നു? തിഥി ഒരു ഘടകമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ജനിച്ച് പ്രസവിച്ച് കഴിയുന്ന നിമിഷമാണ് ഒരു കുട്ടിയുടെ ജനനമായിട്ട് ആദ്യം മുതൽ നമ്മൾ കരുതുന്നത്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ അതിനൊരു തിരുത്ത് ഇവിടെ പറയുക. എന്താണ് തിരുത്ത്? അതാണ് ശരിയായിട്ടുള്ളത്. ഒരു കുട്ടിയുടെ ജനനം എന്ന് പറയുന്നത് പ്രസവമല്ല. പിന്നെ എന്താണ്? ഗർഭപാത്രത്തിൽ ബീജവും അണ്ഡവും കൂടി ചേർന്ന് രൂപം കൊണ്ട രണ്ട് കോശങ്ങളും നശിച്ചിട്ട് അവിടെ ഒരു ആത്മാവിൻ്റെ ഉദയമുണ്ടാകുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ എന്ത്? ജനനം. ആ ജനനം അവിടെ ഉണ്ടായിട്ട് അവിടെ വളരുന്നു. എങ്ങനെ? 9 മാസം അവിടെ വളർന്നു കഴിഞ്ഞതിന് ശേഷമാണ് 10ലേക്കുള്ള യാത്രയിടക്ക് പതുക്കെ ഒരു ട്രാൻസ്ഫർ സംഭവിക്കുന്നത്. ഏത്? പ്രസവം.
അപ്പോൾ പ്രസവം എന്താകുന്നു? ജനനം ഒരു തുടക്കമല്ല. അതിനു മുമ്പ് എവിടെ തുടങ്ങിയിട്ടുണ്ട്? 9 മാസങ്ങൾക്ക് മുമ്പ് ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജ്യോതിഷന്മാർ എന്താണ് പറയുക, നമ്മുടെ ഈ ലഗ്നങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അവർ പറയും നേർപകുതിയായിട്ടേ കൂട്ടുള്ളൂ. നേർപകുതി. അതായത് ഇപ്പോൾ ഞാൻ പൂരം നക്ഷത്രമാണ്. അപ്പോൾ പൂരം നക്ഷത്രക്കാർ ഭരണി, പൂരം, പൂരാടം മുതലായവ ശുക്രഗ്രഹത്തിൽ ജനിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പക്ഷെ ജ്യോതിഷം നോക്കുമ്പോൾ ആ ശുക്രന് 20 വർഷമുണ്ടെങ്കിൽ 10 കൂട്ടുള്ളൂ. എന്താ 10 കൂട്ടുക? ബാക്കി പകുതി എവിടെ പോയി? ഇല്ല, അവിടെ കിടന്ന വകെ പോയി. അത് ജ്യോതിഷന് ഊഹിക്കാൻ പറ്റണില്ല. ഏത് സമയത്താണ് ഈ ബീജവും അണ്ടവും തമ്മിൽ കൂടിയ സമയമേതെന്ന് പുറത്തു നിന്ന് ചിന്തിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടണില്ല. ലോകത്ത് ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈശ്വരന് മാത്രം അറിയാവുന്ന ഒരു മുഹൂർത്തമാണ്. ഒരാൾക്ക് പോലും ഇന്ന് വരെ അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഏത് സമയത്താണ് അങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. എന്നാൽ പ്രസവം അറിയാൻ പറ്റും അല്ലേ? ഇത്രാം തീയതി ഇത്ര മണിക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞ് ഡോക്ടർമാർ എഴുതി തരും നമുക്ക്. പക്ഷെ മറ്റേ കാര്യമോ എപ്പോഴാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു പ്രഹേളികയായതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ആ ജ്യോതിശാസ്ത്രജ്ഞന്മാർ പോലും പകുതി അങ്ങോട്ട് തള്ളിക്കൂട്ടുകയാണ്. കാരണം അത് ഞങ്ങൾക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതാരാണ് ആ ടൈമൊക്കെ നിശ്ചയിച്ചത്? ആ 9 മാസം ആ ജീവൻ അവിടെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് കൈയുണ്ടായിരുന്നു, കാലുണ്ടായിരുന്നു, കണ്ണുണ്ടായിരുന്നു, മൂക്കുണ്ടായിരുന്നു, ഭക്ഷണമുണ്ടായിരുന്നു. ഇതാര് കൊടുത്തു? അവിടെ വെച്ച് വേണമെങ്കിൽ അതിന് മൃത്യുവിൽ പുൽകാമായിരുന്നു. അങ്ങനെ പുൽകിയിട്ടുണ്ട് പലരും. എന്നാൽ അതൊന്നുമില്ലാതെ കൃത്യമായിട്ട് ജീവനോടുകൂടി തന്നെ അതിന് പുറത്തു വരുവാൻ സാധിച്ചത് എന്തുകൊണ്ട്? ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ആരാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുവാനുള്ള ഒരു വിഷയമാണ് പിണ്ടനന്ദി. ഏതൊരു യുക്തിവാദിയും ഈശ്വര വിശ്വാസിയായി പോകുന്ന ഒരു കൃതിയാണിത് പിണ്ടനന്ദി. ഒരു യുക്തിവാദിയുടെ യുക്തി ചിന്തകൾക്കപ്പുറത്താണ് ഏത് ഭാഗം? ഗർഭപാത്രത്തിൽ കിടക്കുന്ന ആ ജീവിതകാലം. ഒരു യുക്തിവാദിക്കും അതിന്മേൽ ഒരു തടസ്സവാദവും ഉന്നയിക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്നെ കാത്തു സൂക്ഷിച്ചതാരാണ്? പിണ്ടം പറയുകയാണ്, എന്നെ കാത്തു സൂക്ഷിച്ചതാരാണ്? ഈശ്വരനല്ലാതെ വേറൊരാളില്ല. ആ ഈശ്വരനെ ശ്രീനാരായണ ഗുരുദേവൻ ചെന്ന് കണ്ടെത്തിയത് ശംഭുവിലാണ്. ശംഭു എന്ന് പറഞ്ഞാൽ ആരാണ്? ശിവനാണ്. ഈ ശംഭു എന്ന് പറയുന്ന വാക്കിൻ്റെ ശം എന്ന വാക്കിൻ്റെ അർത്ഥം മംഗളം എന്നാണ്. ഭൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വരൂപമായവൻ, ഉണ്ടായവൻ, ഉണ്ടാക്കിയവൻ എന്നൊക്കെയാണ്. അപ്പം മംഗളം ഉണ്ടാക്കുന്നവൻ അതാണ് ആര്? മംഗളരൂപനാണ് ആര്? ശംഭു. മംഗളത്തിന് കാരണമായവനാണ് ആര്? ശങ്കരൻ. ശം ആരാകുന്നു? മംഗളം. അപ്പം മംഗളം നൽകുന്ന ദേവൻ അത് ശ്രീനാരായണ ഗുരുദേവന് ആരായിരുന്നു? മറ്റൊരു ദേവനും ആയിരുന്നില്ല, മഹാദേവനായ ശ്രീപരമേശ്വരനാണ്. എന്തുകൊണ്ടാണ് മഹാദേവനായ ശ്രീപരമേശ്വരനെ ഗുരു ഇങ്ങനെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് കൺമുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞത്? നീയാണ് ഏകൻ അല്ലേ? എല്ലാം ഇറക്കിയെടുക്കും ഏകൻ പദപല്ലവം ചേർന്നു നിന്ന് ആടുപാമ്പേ എന്നാണ് ഗുരു പറഞ്ഞത്. അവിടെ ഒരു അന്യനെ കുറിച്ച് ഗുരു ചിന്തിച്ചില്ല. പകരം എന്താ പറഞ്ഞത്? എല്ലാം ഇറക്കി എടുക്കും ഏകൻ. 30 മുക്കോടി ദേവന്മാരുണ്ട് എവിടെ? ഭാരത സംഹിതയിൽ 30 മുക്കോടി എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് ദൈവങ്ങളെന്നല്ല, 33 പേർ. ഓർത്തോളൂ. ഈ 33 പേരും ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണ്, പരകോടിയിലിരിക്കുന്നതുകൊണ്ടാണ് 33 കോടി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളീ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് 33 കോടി. അങ്ങനെയൊന്നുമില്ല. 1 കോടി 100 ലക്ഷം അല്ലേ? അങ്ങനെ 33 കോടി എന്ന് പറയുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കിയോ, 33 × 100 എത്ര ലക്ഷം ദൈവങ്ങൾ കാണണമെന്നാണ് വിചാരം? അങ്ങനെയൊന്നുമില്ല. 33 ദൈവങ്ങളേ ഉള്ളൂ. ആരൊക്കെയാണ് 33 ദൈവങ്ങൾ? അത് പ്രപഞ്ച ശക്തികളാണ്. ഏതൊക്കെ പ്രപഞ്ച ശക്തികൾ? അഷ്ടദിക്പാലകർ 8 പേർ. അപ്പോൾ 8 ആയില്ലേ? 8 ദിക്കിനും കൂടി 8 പേർ അല്ലേ? ആദിത്യന്മാർ 12. അപ്പോൾ എത്രയായി? 12 × 20 ആയില്ലേ അല്ലേ? ഏകാദശ രുദ്രന്മാർ 11. അപ്പോൾ എത്രയായി? കൂട്ടിക്കൊള്ളണം. അപ്പോൾ എത്രയായി? 31. അശ്വരീ ദേവകൾ 2. അപ്പോൾ എത്രയായി? ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ ആരൊക്കെയാണ്? നമ്മുടെ 8 ദിക്കും പാലിക്കുന്ന അഷ്ടദിക്പാലകർ 8 പേർ, 12 ആദിത്യന്മാർ. ആദിത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതിഥിയുടെ മകൻ എന്ന് മാത്രമേ ഉള്ളൂ, സൂര്യൻ എന്നില്ല. സൂര്യൻ ഈ 12 പേരിൽ ഒരാളാണ്. ആദിത്യാണാമഹം വിഷ്ണു എന്നാണ് ഭഗവത്ഗീതയിൽ ആര് പറയുന്നത്?
ഭഗവാൻ പറയുന്ന ആദിത്യന്മാരിൽ ഹേ അർജുന ഞാൻ വിഷ്ണുവാണ് എന്ന് പറയുമ്പോൾ ഈ വിഷ്ണു ആരാകുന്നു? ആദിത്യന്മാരിൽ ഒരാളാണ്. അപ്പോൾ 12 ആദിത്യന്മാർ, ആ 12 ആദിത്യന്മാരെ നമ്മൾ കാണുന്നത് ആരായിട്ടാണ്? ഒരാളായിട്ടാണ് കാണുന്നത്. ഇതാണ് മായ എന്ന് പറയുന്നത്. എന്താണ്? ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നുന്നതാണ് എന്ത്? മായ. അപ്പം ഇല്ലാത്തത് എന്താ? നമ്മൾ കാണുന്നതൊക്കെ ഇല്ലാത്തതാണ്. എന്താണ് ഇല്ലാത്തത്? സൂര്യൻ ഉദിക്കുന്നു, ഉദയം എന്ന് പറയുന്ന ഒരു വസ്തു ഇല്ല. ഉണ്ടോ? എവിടെ? ഉദയമില്ല. കാര്യം സൂര്യൻ എങ്ങനെ നിൽക്കുകയല്ലേ? ആ സൂര്യൻ്റെ മുമ്പിൽ ഭൂമി ഭ്രമണം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മനുഷ്യരായ നമ്മൾക്ക് തോന്നുന്നതാണ് ഉദയവും അസ്തമയവും. ഉദയം എന്നൊരു വസ്തു എന്തില്ല? ഈ പ്രപഞ്ചത്തിലില്ല. പിന്നെ അതിനെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്, പ്രപഞ്ചത്തിൻ്റെ മായ എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഈ വേദാന്തം രൂപത്തിലേക്ക് ആചാര്യന്മാർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ 12 ആദിത്യന്മാരിൽ നമ്മൾ ഒരാളായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ 12 പേരെന്താണ്? നമ്മൾ 12 പേരെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സൂര്യൻ്റെ 12 ഭാവങ്ങളാണ്. 12 ഭാവങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ 12 മാസം എടുത്താൽ മതി. ഓരോ മാസവും കാലാവസ്ഥയ്ക്കും സൂര്യനും വ്യത്യാസമുണ്ട്. ജനുവരി പോലെയാണോ സൂര്യൻ? ഫെബ്രുവരി പോലെയല്ല മാർച്ച് പോലെയല്ല ഏപ്രിൽ. 12 മാസങ്ങൾ നോക്കിയാലും സൂര്യന് വ്യത്യാസമുണ്ട്. അപ്പോൾ 12 ആദിത്യന്മാരെന്ന് പറയുന്ന 12 ഭാവം. അപ്പോൾ 12 ഭാവത്തെ ഗണിച്ചിട്ട് ഒരു വർഷത്തെ 12ആയിട്ട് മാറ്റിയിട്ട് അതിനെ നമ്മൾ എന്ത് വിളിച്ചു? കാലാന്തരം എന്ന് വിളിച്ചു ഭാരതീയർ. അപ്പോൾ ഒരു കണക്കായി. ഈ കാലാന്തരത്തിലെ ഭാരതത്തിൻ്റെ പുറത്തു നിന്ന് വന്ന വൈദേശിക ശക്തികൾക്ക് അത്ഭുതമായി പോയി. ഒരു സൂര്യൻ എന്ന് പറയുന്ന ഒരു കക്ഷിയെ കൊണ്ട് സമയം നിശ്ചയിച്ച്, കാലങ്ങൾ നിശ്ചയിച്ച്, ആഴ്ചകൾ നിശ്ചയിച്ച് കൃത്യമായിട്ട് 365 ദിവസം ഒപ്പിച്ചെടുത്ത് അതിൻ്റെ ഒരു സിസ്റ്റം 4 ദിവസമാക്കി കൊണ്ടുവന്ന് വെച്ച് ഈ അത്ഭുതകരമായ കണക്കിനെ, ആ കാലാന്തരത്തിനെ ഇവരങ്ങ് എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് അവർ കൊണ്ടുപോയിട്ട് പുതിയൊരു പേരിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഭിത്തിയിലങ്ങ് തൂക്കി തന്നു. അതിൻ്റെ പേരാണ് കലണ്ടർ. മനസ്സിലായല്ലോ? ഈ കാലാന്തരത്തിൻ്റെ പരിഷ്കാര രൂപമാണിത്, കലണ്ടർ. നമ്മളിട്ട പേരാണെന്ന് ഓർക്കണം, കാലാന്തരം. അപ്പം നമ്മളൊരു കാര്യം, പ്രിൻറ്റിങ് നമ്മുടെ കയ്യിലില്ലായിരുന്നു. പ്രിൻറ്റിങ് ആർക്കേ ഉണ്ടായിരുന്നുള്ളൂ? ലവന്മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ കണക്ക് കറക്റ്റായിട്ട് കാലാന്തരം എന്നും പറഞ്ഞ് ഭിത്തിയിലിട്ട് അതിൻ്റെ പറഞ്ഞാൽ ഇന്ത്യക്കാരാ ഇതിൻ്റെ പേരാ കലണ്ടർ എന്ന് നമ്മൾ നോക്കാറ്. ഇപ്പോൾ നമ്മളാരെങ്കിലും പറയണ്ടോ മാതൃഭൂമിയുടെ കാലാന്തരം അല്ലേ? ഇപ്പോൾ നവംബർ മാസം കഴിഞ്ഞല്ലോ, നമ്മൾ ഏതെങ്കിലും കോട്ടയത്ത് ഒരു പത്രക്കാരോട് പറയാം, പത്രക്കാരാ ഇനി എൻ്റെ വീട്ടിലേക്ക് മനോരമയുടെ കാലാന്തരം കൊണ്ടുവരാം കേട്ടോ. അവൻ സൈക്കിളിൽ കൊണ്ട് നിർത്തും, തിക്കുവരപ്പൊക്കെ നോക്കും. എന്നിട്ട് അയൽവാസിയോട് ചോദിക്കും, ആ പുള്ളിക്ക് വല്ല കുഴപ്പം പറ്റുമോ അല്ലേ? അയാൾ എന്നോട് കാലാന്തരം ചോദിച്ചു അല്ലേ? എന്താ കാര്യം? ഇതൊക്കെ നമ്മുടെ പഠനത്തിൻ്റെ ഒരു വിഷയമായി നിലയ്ക്ക് നമ്മൾ കൊണ്ടുവരാത്തതിൻ്റെ ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ 12 ആദിത്യന്മാർ കറക്റ്റാണ് അല്ലേ? ഏകാദശ രുദ്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഏകാദശ രുദ്രൻ എന്ന് വെച്ചാൽ ഏകം 1 ദശം 10, അപ്പോൾ 10 + 1 11 അല്ലേ? ഈ 11 രുദ്രന്മാരെന്ന് പറയുന്നത് ഈ പ്രകൃതിയിലെ ശിവൻ എന്ന് പറയുന്ന ഏകദൈവത്തിൻ്റെ 11 രൂപങ്ങളാണ്. ആ 11 ഭാവങ്ങളെ, 11 രൂപങ്ങളെ മനുഷ്യൻ്റെ ശരീരത്തിലെ 11 ഇന്ദ്രിയങ്ങളാക്കി കൂട്ടിവെച്ചു. ഇപ്പോൾ നമുക്ക് 11 ഇന്ദ്രിയങ്ങളുണ്ടോ? ഓരോ ദൈവത്തിൻ്റെയും പ്രതീകമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളുണ്ട്. ഏതൊക്കെയാണ് 11 ഇന്ദ്രിയങ്ങൾ? നോക്കുക, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ് ഉള്ളത്? നോക്ക്, ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടല്ലോ. ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ജ്ഞാനം തരുന്ന ഇന്ദ്രിയങ്ങൾ? ഏതൊക്കെയാണ്? അറിവ് തരുന്നത്, കാഴ്ച തരുന്ന ഒരു ഇന്ദ്രിയം എന്താകുന്നു? കണ്ണ് അല്ലേ? കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്. ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയങ്ങളുണ്ട്. ഏതൊക്കെ കർമ്മേന്ദ്രിയങ്ങൾ? വാക്ക്, പാദം, പാണി, പായു, ഉപസ്ഥം. ഇതാണ് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നാക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാക്ക് എന്താകുന്നു? ഒരു കർമ്മേന്ദ്രിയാണ്. അതാണ് കർമ്മം ചെയ്യുന്നത്. നാക്കല്ല കർമ്മം ചെയ്യുന്നത്, നാക്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാക്കാണ്. ഇപ്പോൾ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർമ്മം ഏതാകുന്നു? നാക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാക്കാണ്. അതുകൊണ്ടാണ് പല്ല് നാക്കിനോട് പരാതി പറയുന്നത് എന്ന് പറഞ്ഞ് പരാതി പറയുന്നു. അല്ലയോ നാക്കെ, നീ കാണിക്കുന്ന, നീ പുറത്തേക്ക് വിടുന്ന പല വാക്കുകളും കാരണം സ്ഥാനഭ്രംശം എനിക്കിടവന്നു. മനസ്സിലായില്ലേ? നാക്കെന്ന് പലതും വിടായേ അല്ലേ? ഇപ്പം ഞാൻ പറയുന്നതും വിടാം, നമ്മുടെ വേടൻ പറയുന്ന പാട്ടും വേണമെങ്കിൽ വിടാം അല്ലേ? വേടൻ്റെ നല്ല ഒന്നാന്തരം പാട്ടൊക്കെ ഇല്ലേ? അതും വേണമെങ്കിൽ പറയാം. അപ്പം ഇതൊക്കെ പുറത്തേക്ക് വിട്ട് കഴിയുമ്പോഴുള്ള കുഴപ്പമെന്താ? സ്ഥാനഭ്രംശം സംഭവിക്കുന്നത് നാക്കിലല്ല, ചുറ്റും ആർക്കുള്ളതാണ്?
പല്ലിനാണ്. അപ്പോൾ വാക്ക്, പാദം, കാൽഭാഗം, പാണി, കൈകൾ, പായു, ഉപസ്ത്രം, മലവിസർജനത്തിനും മൂത്രവിസർജനത്തിനുമുള്ള ഭാഗം, ഇത്രയും ചേരുമ്പോൾ 5 കർമ്മേന്ദ്രിയങ്ങളായി. അപ്പോൾ 5 5 10ആയി. ഇവയെ നിയന്ത്രിക്കുന്ന മനസ്സ്, അതാണ് എന്ത് 1. അപ്പോൾ 10 1 എന്തായി 11. ഈ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും കൂടി പ്രവർത്തന രൂപമായിരിക്കുന്ന കാലത്തോളം നമ്മുടെ ശരീരം ശിവം. നമ്മുടെ ശരീരത്തിൻ്റെ പേരെന്താവുന്നു? അപ്പോൾ ശിവൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിനെ കണ്ടോ? എങ്ങനെയാണ്? 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 10 മനസ്സ്. അപ്പോൾ ഏകാദശമായി. ആ ഏകാദശവും ഒത്തുചേരുന്ന രുദ്രൻ എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ. ആ മനുഷ്യനാകുമ്പോൾ എന്തായി നമ്മുടെ പേര് ശിവം. ഈ 10ഉം ഈ 11 ഇന്ദ്രിയങ്ങളും പ്രവർത്തനം എന്നേക്കുമായിട്ട് നിലനിർത്തുമ്പോൾ ശിവൻ എന്നുള്ള പേര് പ്രകൃതി തന്നെ മാറ്റുന്നു. പിന്നെ ആ പേരെന്താവുന്നു? ശവം. എന്താണ് പിന്നെ പേര്? ശവം. മനസ്സിലായല്ലോ? കരുണാകരൻ ചേട്ടൻ മരിച്ചു എന്നല്ല പറയുന്നത്. കരുണാകരൻ ചേട്ടനെ പിന്നെ എന്താണ് ഒരു സങ്കല്പ വ്യക്തിയാണ്. പുള്ളിക്കാരൻ വല്ല രോഗം മൂർച്ഛിച്ചു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ മരിച്ചു. ഉടനെ അയൽവാസികളെല്ലാവരും കൂടി നിൽക്കുകയാണ്. പകരം അവർ കരുണാകരൻ ചേട്ടൻ എപ്പോൾ വരും എന്ന് പറയില്ല. പിന്നെ എന്താ പറയുന്നത്? കരുണാകരൻ ചേട്ടൻ്റെ ബോഡി എപ്പോൾ വരുമെന്ന്. അവിടെ മാറി കണ്ട നിമിഷ നേരം കൊണ്ട് അവസ്ഥാന്തരം വന്നിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിലെ. അപ്പോൾ ഇതൊക്കെയാണ് ആ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത്. ആ ഈശ്വര സങ്കല്പത്തിൽ ശംഭു എന്ന് പറയുന്ന ഏകനായ ഈശ്വരനെ ശ്രീനാരായണ ഗുരുദേവൻ എന്താ പറയുന്നത്? തൻ്റെ ഏക ദൈവമായിട്ട് കണ്ടു എന്നും. മറ്റൊരു ദൈവത്തെ ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ കണ്ടിട്ടില്ല. തൻ്റെ മൂർത്തി ആരാണ്? മഹാദേവനായ ശിവനാണ് എന്ന് പറയാൻ കാരണം ആചാര്യനായിരുന്നു ശിവൻ, ഗുരുവായിരുന്നു ശിവൻ. നമ്മുടെ കൺമുമ്പിൽ ഈ ശരീരമാസകലം ഭസ്മം തേച്ച് ഈ പാമ്പിനെയൊക്കെ എടുത്ത് നിൽക്കുന്ന നമ്മുടെ ഫോട്ടോയിലെ ശിവനല്ല. ആ ശിവൻ എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യത്തെ അധ്യാപകനാണ്. അതാണ് ദക്ഷിണാമൂർത്തി. ചിത്രം വടതരൂർ മൂലെ വൃദ്ധ ശിഷ്യ ഗുരുയുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യോസ്തു ഛിന്ന സംശയ എന്നാണ് ദക്ഷിണാമൂർത്തി സ്തവം. എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ വടക്കേ അറ്റത്തിരുന്നുകൊണ്ട് തെക്കോട്ട് നോക്കിയിരുന്നുകൊണ്ട് ജനങ്ങളെ മുഴുവൻ ആത്മതത്വം പഠിപ്പിച്ച ആദ്യത്തെ ഗുരുവാണ് ആര്? ശിവൻ. ആ ശിവനിൽ നിന്നാണ് സംഗീതം, കല, നാടകങ്ങൾ, നാട്യം, നടനം, ശാസ്ത്രങ്ങൾ ഇതെല്ലാം ഉണ്ടായത്. അപ്പോൾ ആ ശിവനാണ് ഏകനായ ദൈവം ഗുരുവിന്. അതുകൊണ്ടാണ് ഗുരു എപ്പോഴും ശിവനെ പ്രകീർത്തിക്കുകയും തൻ്റെ പ്രതിഷ്ഠകളിൽ മുഴുവനും ആരെ തന്നെ പ്രതിഷ്ഠിക്കുകയും ശിവനെ പ്രതിഷ്ഠിക്കുകയും തൻ്റെ കൃതികളിൽ ആരെ വർണ്ണിച്ചാലും അവിടെയെല്ലാം ആരെ കൊണ്ടുവരുമായിരുന്നു? ഗുരു ശിവനെ കൊണ്ടുവരുമായിരുന്നു. ഗണപതിയെ വർണ്ണിക്കുന്ന സമയത്തും ശിവനെ തന്നെ കണ്ടു. നമദേവവൃന്ദം ലസദ്വേദഗന്ധം ശിരശ്രീമതിന്ദും ശ്രുതശ്രീ മുകുന്നേട്ട ശിരശ്രീമതിന്ദും എന്ന് ആരെ കൊണ്ടുവന്ന് വെച്ചു? ഗണപതിയിൽ പോലും. അപ്പം എല്ലാ രംഗത്തും ആ ശിവനെ കൊണ്ടുവന്നതുകൊണ്ട് പിണ്ടനന്ദിയിലും ഗുരു ആരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ശിവനെയാണ്. മറ്റൊന്നുകൂടിയുണ്ട്, ബാക്കിയുള്ള ദൈവങ്ങളൊക്കെ സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങളൊക്കെ എന്ന് പറയുന്നതിന് തെളിവുകളില്ല. പക്ഷേ ശിവൻ എന്നുള്ളതിന് ആ സങ്കല്പത്തിന് തെളിവുണ്ട്. ആ ശിവൻ മനുഷ്യനോടൊപ്പമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മഹാവിഷ്ണു എവിടെയാണ് കിടക്കുന്നത് ചോദിച്ചാൽ നമുക്ക് പഠിച്ചിട്ട് പറയാം. പാൽക്കടലിൽ അല്ലേ? ഇവിടെ സന്ധ്യ പാൽക്കടലിൽ കടഞ്ഞിട്ട് കൗസ്തുഭം കൊണ്ടുവന്നല്ലോ കുറച്ച് മുമ്പ് പോയാ അല്ലേ? പാൽക്കടലിൽ കിടക്കുകയാണ്. അതെവിടെയാണ് ഈ പാൽക്കടൽ എന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? അതൊരു സ്ഥലം, അത്രയല്ലേ ഉള്ളൂ. ബ്രഹ്മാവിരിക്കുന്നത് സത്യലോകമാണ്. അതെവിടെയാണ്? കോട്ടയത്ത് നിന്ന് എത്ര മിനിറ്റ് ഉണ്ട് പോകാൻ, അല്ലെങ്കിൽ എത്ര മണിക്കൂറുണ്ട്? അതറിയില്ല. ദേവി ഇരിക്കുന്നത് എവിടെയാണ്? മണിദ്വീപം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതെവിടെയാണ്? അറിയില്ല. എന്നാൽ ശിവൻ താമസിക്കുന്നതോ? കാശുണ്ടെങ്കിൽ പോവാം. എവിടെയാണ്? ഈ ഭൂമിയിൽ. എവിടെയാണ്? കൈലാസത്തിൽ മനുഷ്യനോടൊപ്പം. കണ്ടോ? മനുഷ്യനോടൊപ്പം കൈലാസത്തിൽ നിൽക്കുന്ന ഏകമൂർത്തി അതാരാണ്? ശിവൻ. അതാണ് മനുഷ്യപക്ഷപാതിയായ ശ്രീനാരായണ ഗുരുദേവൻ ആരെ പിടിച്ചെടുത്തിട്ട് വന്നത്? ശിവനെ പിടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ എല്ലായിടത്തും 90-95% സ്ഥലത്തും ആ പ്രതിഷ്ഠകൾ, കൃതികളിലുടനീളം ആ ദൈവം, ഗുരുവിന് ഏകനായ ആ ദൈവം. അതുകൊണ്ടാണ് എല്ലാം ഇറക്കിയെടുക്കും ഏകനെന്ന് കുണ്ടലിപ്പാട്ടിൽ എഴുതി വച്ചിരിക്കുന്ന എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഏകനായ ആ ദൈവത്തിൻ്റെ പദപങ്കജം. അപ്പം ശംഭു എന്ന് പറയുന്ന വാക്ക് ഈ കൃതികളിൽ എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ശംഭുവിനോട് ഇത് പറയുവാൻ കാരണമെന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഏകനായ ദൈവം ആരായിരുന്നു? ഈ ശംഭുവാകുന്ന ശിവനാണ്. ആ ശിവന് കൊടുക്കുന്ന നന്ദിയാണ് ആർക്ക്? ഇവിടെ പിണ്ടനന്ദി എന്ന് പറയുന്നത്. പിണ്ടം എന്ന് പറയുന്നത് ഗർഭത്തിൽ കിടക്കുന്ന പിണ്ടത്തിൻ്റെ അവസ്ഥയാണ്.
ആ പിണ്ടം പറയുന്ന നന്ദിയാണ്. അതിലൂടെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഗംഭീരമായ ഒരു നിദർശനമാണ് ഈ കൃതിയിലൂടെ ഗുരു നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ശ്ലോകം ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചൊല്ലൂ. അടിയന്റെ പിണ്ടം അർപ്പിച്ചിടുന്ന അടിയനൊക്കെയും അങ്ങ് ശംഭോ. ഇതാണ് അതിലെ പ്രധാനപ്പെട്ട വരി. അർപ്പിക്കുകയാണ് അടിയൻ. ഈ അടിയൻ ആരാകുന്നു? അടിയൻ എന്ന് പറയുന്നത് ഏറ്റവും താഴെ നിന്നുകൊണ്ട് മുകളിലേക്ക് ഏറ്റവും പരമോന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് പറയുന്ന വാക്കാണ് എന്ത്? അടിയൻ. രാജാക്കന്മാരുടെ മുമ്പിൽ രാജസേവകർ ആരായിരിക്കും? അടിയനായിരിക്കും. അടിയൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു ഉടമയുണ്ടായിരിക്കണം. ഉടമയുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? അടിയനുള്ളൂ. അപ്പോൾ ഉടയോനായ ഒരു വ്യക്തി ഉടമ, ആ പുള്ളിക്കാരൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അടിമ എന്ന് പറയുന്ന വാക്കിന് അർത്ഥമുള്ളൂ. അപ്പോൾ ഉടമയുണ്ടിവിടെ. ഉടമ ആരാണ്? ഈശ്വരൻ അല്ലേ? ഉടമയാണ് ശംഭു ആകുന്ന ഈശ്വരൻ. ആ ഈശ്വരനോട് അടിയനാകുന്ന ആര് പറയുകയാണ്? അതിൻ്റെ ഉടമയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവായ മനുഷ്യൻ പറയുകയാണ്, ഞാൻ അർപ്പിക്കുകയാണ് അങ്ങേക്ക് മുമ്പിൽ, എല്ലാം ഞാൻ അങ്ങോട്ട് സമർപ്പിക്കുകയാണ്, എല്ലാം പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. അതാണ് അർപ്പിക്കുക എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അർപ്പിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ്? ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം അല്ലേ? അവിടെ ഒരു അടിയൻ വന്നിട്ടുണ്ട്. ഗർഭത്തിൽ വെച്ച് ഭഗവാൻ എന്ത് ചെയ്യാണ്? അടിയന്റെ പിണ്ടം എപ്പേരു വൻപൊടു വളർത്ത കൃപാലുവല്ലേ. കൃപാലുവല്ലി എന്നാണ് കിടക്കുന്നത്. നമുക്ക് കടുത്തിരുത്തി വായിച്ചേക്കാം. കൃപാലുവല്ലേ എന്ന് പറഞ്ഞാൽ കൃപ. ശ്രീനാരായണ ഗുരുദേവന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വാക്കുകളായിരുന്നു ഈ ദയ, അനുകമ്പ, കൃപ എന്നൊക്കെ. അതിൽ ശ്രീ പരമേശ്വരനെ എപ്പോഴും കൃപയുടെ മൂർത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അല്ലേ? ഇളമുണ്ട് കറുത്തതു നീ ഗരളം കളമുണ്ടതു കൊണ്ട് കൃപാനിധിയെ. ഉണ്ടോ? ഇവിടെ മാത്രമല്ല വിളിച്ചിരിക്കുന്നത്, എവിടെ കൊണ്ടുവന്ന് വിളിച്ചിട്ടുണ്ട്? ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്. ഗളമുണ്ട് കറുത്തത് നീ ഗരളം കളമുണ്ടത് കൊണ്ട് കൃപാനിധിയെ. ഗളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽ കളവുണ്ട് ഒരു സീമ നിനക്ക് നഹി എന്ന അവസാന ഹിന്ദി വാക്കുകൂടി ഉപയോഗിച്ച് ഒരു കാച്ചു കാച്ചിട്ടുണ്ട്. എന്താണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഗളമുണ്ട് നിന്റെ കഴുത്തേ. കളമുണ്ടെന്നൊക്കെ ആണെങ്കിലും പക്ഷെ അക്ഷരം നമ്മൾ എഴുതുമ്പോൾ ഗളം പെടലി നിന്റെ കണ്ഠനാളം കറുത്തിരിക്കുന്നു. ഗളമുണ്ട് കറുത്തത്. എന്താ കാര്യം എന്നറിയാവോ? ഗരളം കളമുണ്ടൊതി. എന്താണ് ഗരളം? സർപ്പം. സർപ്പത്തിൻ്റെ കളം അഥവാ വിഷം. സർപ്പത്തിൻ്റെ വിഷം നീ ഉണ്ടു. അതാണ് ഗളമുണ്ട് കറുത്തത് നീ ഗരളം കളമുണ്ടത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നിമിഷം ആ വാക്കവിടെ കൊണ്ടുവന്ന് വെച്ചു കൃപാനിധിയെ. എന്താ കാരണം? മരിക്കുവാൻ തയ്യാറായ ഒരു മനുഷ്യൻ ഗാളകൂടമെന്ന് പറയുന്ന ഹലാഹലമെന്ന് പേരുള്ള വലിയ വിഷമെടുത്ത് നീ കഴിച്ചു. ആർക്ക് വേണ്ടിയാണ്? ഞങ്ങൾക്ക് വേണ്ടി. ആർക്ക്? ഭൂമിക്ക് വേണ്ടി, ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി, ദേവന്മാർക്ക് വേണ്ടിയല്ല. ഈ പരിപാടി കാണിച്ചത്, ഈ ആത്മഹത്യ കാണിച്ചത്, ഈ ആത്മാഹുതി ശിവൻ കാണിക്കുന്നത് ദേവന്മാർക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? ഭൂമിക്കും മനുഷ്യനും വേണ്ടിയാണ്. ദേവന്മാർ സുരക്ഷിതരാണ് ആ സമയത്ത്. അവരൊക്കെ മാറി നിൽക്കുകയാണ് ആ സമയത്ത്. മരിക്കാൻ പോകുന്നൊരു ലോകമാണ്. ആ സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നീ എന്ത് ചെയ്തു? കൊണ്ടുപോയി ആ വിഷം മുഴുവൻ എടുത്ത് നിന്റെ വയറ്റിലേക്ക് നീ ഇടാൻ തയ്യാറായി അല്ലയോ ഭഗവാനെ. അതുകൊണ്ട് ഞാൻ നിന്റെ എന്ത് വിളിക്കുകയാണ്? കൃപാനിധിയെ എന്ന് വിളിക്കുകയാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഉണ്ടായിരിക്കും. അതുകൊണ്ട് കൃപാനിധി. അപ്പോൾ ഇവിടെ കൃപാലു എന്നാണ് വിളിച്ചിരിക്കുന്നത് ശിവനെ, അല്ലെങ്കിൽ ഈശ്വരനെ കൃപാലു എന്ന് വിളിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് കൃപാലു എന്ന് വിളിക്കാൻ കാര്യം? ഗർഭത്തിൽ വെച്ച് എൻ്റെ പിണ്ടം, ആ സമയത്ത് എനിക്ക് കാലില്ല, കൈയില്ല, ഞാൻ വെറും ഒരു കലലമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാരങ്ങ വെള്ളം, നാരങ്ങയും ഉപ്പും എല്ലാം കൂടി ഇട്ട് പിഴിഞ്ഞ പരുവത്തിലൊക്കെ ഉള്ള ഒരു ജ്യൂസ് പരുവം, അങ്ങനെ പറയാം. കലല, ആ ജ്യൂസ് പരുവത്തിൽ ഞാൻ വയറ്റി കിടക്കുകയാണ്, ഗർഭപാത്രത്തിൽ കിടക്കുകയായിരുന്നു. അത് വേണമെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാമായിരുന്നു? അങ്ങോട്ട് അടിച്ച് തീർത്ത് നേരെ പുറത്തേക്ക് തട്ടിക്കളയാമായിരുന്നു. നീ അത് ചെയ്തില്ല. വെറും കലലമായിട്ട് കിടക്കുന്ന ആ അവസ്ഥയിൽ, ആ പിണ്ടരൂപത്തിൽ നീ എന്ത് ചെയ്തു?
എപ്പേരും ഏത് സമയവും അനനിമിഷം. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും നീ എന്ത് ചെയ്തു? അത് വളർത്തിയെടുത്തുകൊണ്ടിരുന്നു. അതാണ് എപ്പേരും. എങ്ങനെ വളർത്തി? അൻപൊട്. അൻപെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദയ. അരുൾ അൻപനുകമ്പ മൂന്നിലും പൊരുളൊന്നാണിത് ജീവതാരകം. അരുളുള്ളവനാണു ജീവിയെന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരി. ആരെഴുതി വെച്ചിട്ടുണ്ട്? ശ്രീനാരായണ ഗുരുദേവൻ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? അനുകമ്പാദശകം. അരുള്, അൻപ്, അനുകമ്പ. കണ്ട, ദയയുടെ 3 ഭാഗങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അരുള്, അൻപ്, അനുകമ്പ. ഇത് 3 കൂടി ചെയ്യുമ്പോഴാണ് ജീവതാരകം. വെറുതെ വരുന്ന ജീവിയല്ല, അവൻ നക്ഷത്രമാകുന്നത്. ഇത് 3 കൂടി ചേരുമ്പോഴാണ്. അതാണ് അൻപ്, ആ ദയ. ദയയോടുകൂടി. ഞാനൊന്നും നിനക്ക് തന്നിട്ടില്ല, ഒന്നും കൊടുക്കാതെ, നമ്മൾ ആർക്കും ഒന്നും കൊടുക്കാതെ ദയയോടുകൂടി നമ്മളെ സമീപിക്കുകയാണെങ്കിൽ അത് മഹത്തരമായ ഒരു രംഗമാണ്. അല്ലയോ ഭഗവാനെ, നീ എന്ത് ചെയ്യാണ്? ദയയോടുകൂടി എൻ്റെ ഈ പിണ്ടത്തിനെ എല്ലാ നിമിഷവും കാത്തു സൂക്ഷിച്ചു പ്രൊട്ടക്ഷനിൽ നീ എന്ത് ചെയ്തു? വളർത്തിക്കൊണ്ട് വന്നു. കൽപ്പിച്ച പോലെ വരും. ഞാൻ എങ്ങനെയാണ് വരുന്നത്? നീ കൽപ്പിച്ച പോലെ. അവിടെയാണ് ഈ ഉടയോൻ വരുന്നത്, ഉടമ. ഞാൻ കൽപ്പിച്ചതല്ല. ഗർഭപാത്രത്തിൽ കിടന്ന് ആ കുട്ടി എങ്ങനെ വളരണമെന്ന് അച്ഛനല്ല തീരുമാനിക്കുന്നത്. ആ ഗർഭപാത്രത്തിൻ്റെ ഉടമയായ അമ്മയല്ല. വല്ലതും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? പ്രസവിച്ചവരല്ല നിങ്ങളൊക്കെ ഇരിക്കുന്നത്. അതിനകത്തിരിക്കുന്ന ഇതിന് അകത്ത് കയറി വല്ലതും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നിസ്സഹായരാണ് നമ്മൾ. പിന്നെ ആരാണ് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്? അതിനെ വളർത്തിക്കൊണ്ടുവന്ന് ആരാകുന്നു? ഈ പുറത്ത് നമ്മൾ കാണാത്ത ആ ഊർജ്ജമാണ് ആ ഈശ്വരനാണ്. ആ സമയത്ത് ആ ഈശ്വരൻ ദയാലുവാണ്. എന്താ കാരണം? അതിനകത്ത് വെച്ച് തട്ടിക്കളയാമായിരുന്നു. ആരെ? എന്നെ. അല്ലേ? അതിനുള്ള ഘട്ടങ്ങളുണ്ട്. ആ തട്ടിക്കളയാൻ, ചിലരെയൊക്കെ തട്ടിക്കളയാനുണ്ട് അങ്ങനെ ഈശ്വരൻ. പക്ഷേ എന്നെ നീ അങ്ങനെ തട്ടിക്കളർന്നില്ല. അതുകൊണ്ട് എന്നോട് നീ ദയ കാണിച്ചു. അതുകൊണ്ട് നീ ആരാകുന്നു? കൃപാലുവാണ്. കണ്ടോ? അപ്പോൾ കൃപാലുവാകാൻ ഈശ്വരൻ കൃപാലുവാൻ എന്ന് കൽപ്പിച്ച പോലെ, ഈശ്വരൻ്റെ കൽപ്പന പോലെയാണ് ഞാൻ വളർന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടി വളരുന്നത് ഡോക്ടറിൻ്റെയോ മരുന്നിൻ്റെയോ മറ്റ് പരിചരണങ്ങളുടെയോ ഗുണം കൊണ്ടല്ല, മറിച്ച് ആരുടെ തീരുമാനപ്രകാരമാണ്? ഈശ്വരൻ്റെ തീരുമാനപ്രകാരമാണ്. എത്ര നല്ല മരുന്ന് കൊടുത്താലും, എത്ര നല്ല വിറ്റാമിൻ ഗുളികകൾ കൊടുത്താലും, എത്ര പരിചരണം ആ ഗർഭത്തിൽ ഒരുക്കി കൊടുത്താലും ഈശ്വരൻ കൂടി വിചാരിക്കണം. ആരെ? ഇത് രൂപപ്പെട്ട് വരണമോ വേണ്ടയോ എന്നുള്ളത്. അല്ലേ? ആലോചിക്കുക. അതാണ് ആ സമയത്ത് അത് എന്താകുന്നു? ഈശ്വരൻ കൽപ്പിച്ച രീതിക്ക് തന്നെ വന്നു. അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് ഒരു നന്ദി പറയുവാനുള്ളത്. അപ്പോൾ ആദ്യത്തെ നന്ദി പറയാൻ കാരണം എന്താ? പിണ്ടം നന്ദി പറയുന്നത്. ഗർഭത്തിൽ വെച്ച് അടിയൻ്റെ പിണ്ടത്തിനെ നീ എന്ത് ചെയ്തു? ഏത് സമയവും നോക്കി വളർത്തി. കണ്ടോ? നമ്മൾ നമ്മുടെ മക്കളെ ഏത് സമയവും നോക്കാറുണ്ടോ? നിങ്ങൾ അമ്മമാരല്ലേ? ഏത് സമയവും നോക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾ ഏത് സമയവും നോക്കുന്നില്ല. കുഞ്ഞായിരുന്നപ്പോൾ ചിലപ്പോൾ നോക്കുമായിരിക്കും. വളർന്നു കഴിയുമ്പോൾ പിന്നെ നോക്കുന്നുണ്ടോ? വളർന്നു കഴിയുമ്പോൾ മക്കളെ പുറത്തേക്ക് പോകുന്നു. ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നു. അപ്പം നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുമായിരിക്കും? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കണം. നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവരെന്ത് ചെയ്യുകയാണ്? അപ്പോൾ അതിനാണ് അമ്മമാർക്കൊരു പ്രത്യേകത. ഈ അമ്മമാരെന്ന് പറയുന്നത് അച്ഛന്മാരെ പോലെയല്ല. മക്കളുടെ എല്ലാ രീതികളും ഭാവങ്ങളും മനഃശാസ്ത്രവും അറിയാവുന്ന ഏക വ്യക്തി ആരാകുന്നു? അമ്മമാരാണ്. ഒരമ്മയുടെ ജന്മം സഫലമാകുന്നത് എപ്പോഴാണെന്നറിയാമോ? അമ്മമാർക്ക് എപ്പോഴാണ് സഫലമാകുന്നത്? കോട്ടയത്ത് അമ്മമാരെന്ന് പറഞ്ഞു തന്നെ എപ്പോഴാണ് സഫലമാകുന്നത്? കുഞ്ഞുണ്ടാകുമ്പോൾ. ഒരു ഉത്തരം കിട്ടി. ഇനി വല്ലവർക്കും ഉണ്ടോ? ഈ കുഞ്ഞുണ്ടാകുക ഈ സ്ത്രീകൾക്ക്, നിങ്ങൾക്ക് മാത്രമേ ഉള്ള ഈ പരിപാടി? അല്ല, എൻ്റെ ഒരു ചോദ്യമാണ്, സംശയമാണ്. ഈ കുഞ്ഞുണ്ടാകുക എന്നുള്ളത് ഇവർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളതാണോ? പട്ടി പ്രസവിക്കണില്ലേ? പൂച്ച പ്രസവിക്കണില്ലേ? സസ്തനികളായ മുഴുവൻ ആൾക്കാരും പ്രസവിക്കണില്ലേ? പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? ഒരു പ്രത്യേകതയില്ലെന്നേ ഞാൻ പറയുള്ളൂ. എന്നോട് ദേഷ്യം വന്നാലും, പെണ്ണുങ്ങൾക്കൊക്കെ ദേഷ്യം വന്നാലും, ഇവരൊക്കെ കൂടി തള്ളിവിട്ടാലും ശരി, ഞാനിതേ പറയുള്ളൂ. ഇതെന്താകുന്നു? അതൊരു ജൈവിക പ്രക്രിയയാണ്. അല്ലേ? ഏതോ ഒരു സിനിമയിൽ ദിലീപ് പറയുന്നുണ്ട്, നിന്നെ ഞാൻ 10 മാസം ചുവന്ന് പ്രസവിച്ചാണെന്ന് പറഞ്ഞപ്പോൾ ദിലീപ് എൻ്റെ അമ്മ ഇത് കേട്ട് മടുത്ത്, അമ്മ ഒരു കാര്യം ചെയ്യും, എൻ്റെ തോളിലേക്ക് കയറി ഞാനൊരു 11 മാസം ചുവന്നിട്ട് നടക്കാം, മേലാൽ ഇത് പറഞ്ഞു പോകരുതെന്ന്, അല്ലേ എന്ന് പറയും. ഇതൊരു രംഗമുണ്ട്. അപ്പോൾ അതുപോലെ
അതല്ല ഒരു അമ്മയുടെ ജന്മം സഫലമാകുന്നത്. അതെല്ലാവരും പ്രസവിക്കുന്നുണ്ട്, അത് പ്രകൃതിയുടെ ഒരു തീരുമാനമാണ്. എന്നാൽ അമ്മയുടെ ജന്മം സഫലമാകുന്നത് എപ്പോഴാണ്? പ്രസവിച്ച മക്കളെ വളർത്തി വലുതാക്കി സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ഇതാ എൻ്റെ മകൾ, ഇതാ എൻ്റെ മകൻ എന്ന് പറയുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? അമ്മയുടെ ജന്മം സഫലമാകുന്നത്. അതുവരെ സഫലമായിട്ടില്ല. തിരിഞ്ഞു നോക്കുക. എൻ്റെ മക്കളെ കോട്ടയം നഗരത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്താൻ പറ്റിയതാണോ എന്ന് ഓരോ അമ്മയും ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് തീരുമാനിക്കുന്നത് അയ്യോ ഞാൻ തോറ്റുപോയി എന്ന് പുറത്താരോടും പറയണ്ട. അതുകൊണ്ടാണ് അമ്മയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഭദ്രകാളി അഷ്ടകമാണ് ഈ അമ്മമാർക്ക് കൊടുത്തിരിക്കുന്ന കൃതി. അതുകൊണ്ടാണ് അമ്മയെക്കുറിച്ച് ചെയ്തപ്പോൾ അമ്മയെ വിളിക്കുന്നതിന് മുമ്പ് മക്കളെ കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിലേക്ക് നിർത്തി കൊടുത്തു ഗുരു. എന്നിട്ട് അമ്മയെ വിളിച്ചു. ഏതാണ് ആ വരി? മാതങ്കാനന ബാഹുലേ ജനനി. വിളിച്ച വിളി കേട്ടോ. എന്താ വിളിച്ചത്? അമ്മേനെ വിളിച്ചത്. മക്കളെന്നെ ആരെ കൊണ്ടു നിർത്തി? മാതങ്കാനന ബാഹുലേ ജനനി മാതംഗ സംഗാമിനി അല്ലേ? ചേതോഹാരി ധനുച്ഛവി ശബരിക ചക്ഷുഷ്മതി അംബിക അല്ലേ? ഗംഭീരമായ വരികളൊക്കെ നിർത്തിയിട്ട് മുമ്പിൽ കൊണ്ടുവന്ന് രണ്ട് മക്കളെ അങ്ങോട്ട് നിർത്തി. ആരൊക്കെയാണ്? മാതങ്കാനനൻ ബാഹുലേയൻ. എന്താ കാരണം? അമ്മയെ സ്മരിക്കുന്നതിന് മുൻപ്, അച്ഛനെ സ്മരിക്കുന്നതിന് മുമ്പ്, ലോകത്തിലെ മറ്റു ബഹുമാനപ്പെട്ട വ്യക്തികളെയൊക്കെ സ്മരിക്കുന്നതിന് മുമ്പ് മകനെ സ്മരിക്കാൻ ഇട കൊടുത്തു. പാർവതീദേവിയെ സ്മരിക്കുന്നതിന് മുമ്പ്, ശിവനെ സ്മരിക്കുന്നതിന് മുമ്പ് ആരെ സ്മരിക്കണം? ഗണപതിയെ സ്മരിക്കണം. അമ്മ അവിടെ ബാക്കിലാണ്, അച്ഛനവിടെ ബാക്കിലാണ്. ആരാ മുമ്പിൽ നിൽക്കുന്നത്? മകൻ. എന്താ കാരണം? ഈ മകനെ വളർത്തേണ്ട രീതിക്ക് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് അച്ഛൻ്റെയും അമ്മയുടെയും പ്രപഞ്ചത്തിൻ്റെയും മുകളിൽ കൊണ്ടുവന്ന് അമ്മ നിർത്തി. എന്നിട്ട് ആ മകനെ എല്ലാവരും ആദരിക്കുന്നത് കണ്ട് രോമാഞ്ചത്തോടു കൂടി ആര് ബാക്കിൽ മാറി നിൽക്കുകയാണ്? അമ്മ. ഇങ്ങനെ നിൽക്കണം അമ്മമാർ. മനസ്സിലായോ? നിങ്ങളുടെ മക്കൾ വേദിയിൽ കയറി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് അവരെങ്ങനെ നിൽക്കുമ്പോൾ ഏറ്റവും ബാക്കിൽ നിന്നുകൊണ്ട് അമ്മ ആനന്ദാശ്രക്കലോടുകൂടി എൻ്റെ മകൻ കോട്ടയത്തെ SNDP യുടെ വേദിയിൽ നിൽക്കുന്നു കണ്ടു. ഇതാണ് അമ്മയുടെ സഫലത. പിടിയിട്ടല്ലോ. ആ രീതിക്ക് മക്കളെ വളർത്തിക്കൊള്ളണം. ഇനി മുതൽ, ഇന്നലെ വരെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല, നാളെ മുതൽ അങ്ങനെ ചെയ്തോളണം. അടുത്ത ക്ലാസ്സിൽ എനിക്കിതിന് റിപ്പോർട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ എന്താവുന്നു? അങ്ങനെ വളർത്തി ഓരോ നിമിഷവും, അതാണ് കണ്ണിമ ചിമ്മാതെ നീ എന്ത് ചെയ്തു? എൻ്റെ പിണ്ടത്തിനെ വളർത്തി. എപ്പോഴും അൻപട് വളർത്ത കൃപാലു കൽപ്പിച്ച പോലെ വരുമെന്ന് നിനച്ച് കണ്ടിട്ട് അർപ്പിച്ചിടുന്നു. എനിക്ക് മനസ്സിലായി, ഇതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ അച്ഛനമ്മമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ കൽപ്പിച്ച പോലെ മാത്രമേ ഞാൻ വളരൂ എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യൂ? അടിയനൊക്കെയും അങ്ങ് ശംഭോ, എല്ലാം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് നിനക്ക് ഞാൻ അർപ്പണത്തോടു കൂടി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ഇതാണ് ആദ്യത്തെ വരി. അടുത്ത എന്താകുന്നു? മണ്ണും ജലം കനലും അമ്പരമോടുകാറ്റും പിണ്ടത്തിനന്ന് അമൃത് നൽകി വളർത്ത ശംഭോ അല്ലേ? എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും. നമ്മുടെ മനുഷ്യ ശരീരം എന്താണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേവലം എന്താകുന്നു? ഒരു വെള്ളമായിട്ട് അവിടെ ചെന്നതല്ല, പകരം എന്തായിരുന്നു? ആ വെള്ളത്തിനകത്ത് നമ്മൾ കാണാത്ത ചില വസ്തുക്കൾ അതിനകത്തേക്ക് പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് അതാണ് യഥാർത്ഥ സത്യം. ഏതൊക്കെയായിരുന്നു? പഞ്ചഭൂതങ്ങൾ. ഏതൊക്കെയാണ്? ഭൂമി, ജലം, ആകാശം, വായു, അഗ്നി അല്ലേ? ഇത്രയും ചേരുമ്പോഴാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുക. ഈ പഞ്ചഭൂതങ്ങളുമായിട്ടാണ് നമ്മൾ അവിടെ ചെന്ന് രൂപം കൊള്ളുന്നത്. ഒരു ഒരു കുറച്ച് ജലമായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വെറും ജലം, രേതസ് എന്ന് മാത്രമാണ് കരുതുന്നതെങ്കിലും അതിനകത്ത് ഈ പഞ്ചഭൂതങ്ങൾ അഞ്ചും നമ്മളറിയാതെ ഈശ്വരൻ എണ്ണി എന്ന് പറയുന്നത് കൃത്യമായ ചേരുവകളോടുകൂടി ചേർത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതവിടെ ചെന്നിട്ട് രൂപം കൊണ്ടതാണ് ഈ ഞാൻ, ഈ നിങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ പഞ്ചഭൂതങ്ങൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. എപ്പോഴാണ് പഞ്ചഭൂതങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നത്? നമ്മുടെ ശരീരം അഗ്നിക്ക് സമർപ്പിക്കുമ്പോൾ അഗ്നി ഏറ്റുവാങ്ങും കുറച്ച് ഭാഗം അല്ലേ? ആകാശം, പുകച്ചുരുളുകളിലൂടെ ആകാശം കുറച്ച് ഏറ്റുവാങ്ങും. വായു കുറച്ച്
ഏറ്റുവാങ്ങും. അപ്പോൾ പിന്നെ ഭൂമിയിലേക്ക് അവിടെ തന്നെ കുറച്ച് ഭൂമി ഏറ്റുവാങ്ങും. അപ്പോൾ 4 പിരിഞ്ഞു. പിന്നെ ഒരെണ്ണം പിരിയുന്നില്ല. അത് പിരിയുന്നത് സഞ്ചയനത്തിനാണ്. സഞ്ചയന കർമ്മത്തിൽ ഇത് കൊണ്ടുവന്ന് നമ്മളെവിടെ കൊടുക്കുന്നു? ജലത്തിന് കൊടുക്കുന്നു. അപ്പോൾ പഞ്ചഭൂതങ്ങൾ പിരിയുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ആത്മാവിൽ ആ 10 പ്രാണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിലൊരു പ്രാണൻ ആ നിമിഷം മാത്രമേ നമ്മുടെ ആ പ്രദേശം വിട്ടുപോകുള്ളൂ. ഏതൊക്കെയാണ് പ്രാണൻ? പ്രാണൻ, വ്യാനൻ, ഉദാനൻ, അപാനൻ, അല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ട് പ്രാണന്മാർ. പിന്നെ അതിൻ്റെ ഉപപ്രാണന്മാരുണ്ട്. എന്താകുന്നു? ദേവദത്തൻ, ധനഞ്ജയൻ, കൂർമ്മൻ, കൃകലൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാർ അതിനകത്തുണ്ട്. ഇങ്ങനെ 10 പ്രാണങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഈ ആത്മാവെന്ന് പറയുന്ന സംഗതി കൂടെ നിൽക്കുന്നത്. അതിൽ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ പ്രാണൻ ഓരോന്നായി ആ നിമിഷം പോകുന്നു. എന്നിട്ട് ഒരാൾ പിന്നെ പോകാൻ നിൽക്കും. ആ പുള്ളിയുടെ പേരാണ് കൃകലൻ. ഈ കൃകലൻ എന്ന് പറയുന്ന ആത്മാവിനൊരു പ്രത്യേകത. നമ്മുടെ ശരീരത്തിൽ നമുക്ക് തുമ്മൽ, ചുമ, വിക്കൽ, ഏമ്പക്കം ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ വരാൻ കാരണം ആരാകുന്നു? ഈ കൃകലനാണ്. ഈ കൃകലൻ പോകുന്നത് എപ്പോഴാണെന്നറിയാവോ? ശരീരം അഗ്നിക്ക് സംസ്കരിക്കുമ്പോൾ മാത്രമാണ്. ശരീരം എപ്പോഴാണ്? ഇപ്പോൾ കുഴിച്ചിട്ടാലും കൃകലൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകും. എന്താകുന്നു? അവിടെ നിന്ന് അവൻ പതുക്കെ പൊട്ടിയിട്ട് പുറത്തേക്ക് പോകും. എവിടെ പൊട്ടും? നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഭാഗം പൊട്ടിയിട്ട് പുറത്തേക്ക് പോകും. അഗ്നിയിൽ സമർപ്പിക്കുന്ന സമയത്ത് വിറകുകൾ കൊണ്ട് ചിതയൊരുക്കിയിട്ട് കത്തിക്കുന്ന സമയത്ത് ഇത് നമുക്ക് കാണാൻ പറ്റും. ഏതോ ഒരു നിമിഷത്തിൽ ഈ നെഞ്ചിൻ്റെ ഈ ഭാഗം പൊട്ടിയിട്ട് പുകച്ചുരുളുകൾ ഇങ്ങനെ വട്ടം ചുറ്റി ചുഴലിക്കാറ്റ് പോലെ അഗ്നിയുടെ കുറച്ച് ചുഴലുകളായിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഫൂക്ക് എന്ന് പറഞ്ഞൊരു പോക്ക് പോകും. അതാണ് കൃകലൻ. ഈ പണ്ട് ഞാനൊക്കെ എനിക്കൊരു 10-18 വയസ്സപ്പോൾ ഞാൻ SNDP യോധി കമ്മിറ്റി മെമ്പറായ ആളാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അന്ന് ഈ പെട്ടിയും ഇതുപോലുള്ള ഗ്യാസ് സംവിധാനമൊന്നുമില്ല സംസ്കരിക്കുന്നതിന്. ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലുള്ള മാവ്, പാഴ്വൃക്ഷങ്ങളായ ഉതളങ്ങ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഉതളം നിൽക്കുന്നത് തന്നെ എന്തിനാണ്? ആൾക്കാരെ ദഹിപ്പിക്കുന്നതിനാണ്. അവൻ്റെ പ്രത്യേകിച്ച് വെട്ടിക്കീറി കഴിഞ്ഞാൽ ഉണക്ക പോലെ ആയിരിക്കും, പെട്ടെന്ന് തീ പിടിക്കും. ഇതൊക്കെ കൊണ്ട് ചിത ഒരുക്കിയിട്ട് ചിതയിലേക്ക് ഇത് ദഹിപ്പിച്ച് പിന്നെ കൊണ്ടുവന്ന് കിടത്തി കത്തിച്ച് കഴിഞ്ഞാൽ ആ ചിത കത്തി തീരും വരെ അവിടെ കുറച്ച് ആൾക്കാരുണ്ടാകും, ചിത ഒരുക്കുന്നവരെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന എന്താണ് വെള്ളവും പൈസയും ഒക്കെ കൊടുക്കുക SNDP ശാഖക്കാരുടെ ജോലിയാണ് അന്നത്തെ ദിവസം മരണ വീട്ടിൽ. അപ്പോൾ ഞാനൊക്കെ ഈ വളരെ ചെറുപ്പമായിട്ട് അവിടെ ചെന്നപ്പോൾ പ്രായക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് കൊച്ചേ ഞങ്ങൾ പോവുക, നീ ഈ വാപ്പൻ്റെ ഇതൊക്കെ ദഹിച്ച് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോരുന്ന കാശൊക്കെ ഏൽപ്പിച്ചിട്ട് എനിക്ക് പോയി. അപ്പോൾ ഞാനിങ്ങനെ അവിടെ കുത്തിയിരിക്കും. അപ്പോൾ അഗ്നി ഇങ്ങനെ കത്തി കയറും. അപ്പോൾ ഇവരിരുന്നിട്ട് പഴയ കഥകളൊക്കെ പറയും. മരിച്ചു കിടക്കുന്ന ആളിൻ്റെ സാഹസിക കഥകൾ ഇങ്ങനെയൊക്കെ പറയും. കൊച്ചേ നിനക്കറിയാവോ ഇല്ലെങ്കിൽ അത്ര മനുഷ്യൻ ആരായിരുന്ന വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചെയ്ത കൊള്ളരായ്മകളും ഗുണങ്ങളും ഒക്കെ പറയുമ്പോൾ കേട്ടിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇതിൽ ഞാൻ കാണുകയാണ് ചിത ഇങ്ങനെ കത്തിയിട്ട് അതിൻ്റെ മധ്യത്തിൽ നിന്ന് വലിയൊരു തീക്കെട്ട മുകളിലേക്ക് ഇങ്ങനെ വാണം പോകും പോലെ പോവുകയാണ്. പെട്ടെന്ന് അവിടെ വീഴുകയാണ്. അപ്പോൾ ഒരാളിങ്ങനെ ഇരുന്നിട്ട് പറയാം ഓക്കെ ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളമടിച്ച് മദ്യപിച്ചാണ് പാപ്പന്മാരിരിക്കുന്നത് കത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ ചോദിച്ചല്ല എന്താണാ പോയത്? എടാ അതാണ് വാപ്പൻ്റെ നെഞ്ചാങ്കൂട് പൊട്ടിപ്പോയതാണ്, അതാണ് ആ കണ്ടത് പോയത്. അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയുണ്ടോ? പിന്നെ നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഭാഗം ഒന്ന് പൊട്ടിച്ചെതറുകയും ആ സമയത്ത് അവിടെ കുറച്ച് ആത്മാവിരിപ്പുണ്ടേ, അതാണ് ആ പോയത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിച്ചുള്ളൂ. വേദാന്തം പറയുന്ന കക്ഷിയായിരുന്നില്ല, പഠിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ആ പോയത് എന്താണെന്ന് പിൽക്കാലത്ത് എനിക്ക് പിടികിട്ടി. ഏതാകുന്നു? ഈ കൃകലൻ എന്ന് പറയുന്ന ആത്മാവാണ് പോയത്. നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാലും ശവശരീരത്തിൽ ആര് സ്ഥിതി ചെയ്യും? കൃകലൻ എന്ന് പറയുന്ന കക്ഷി സ്ഥിതി ചെയ്യും. എപ്പോഴാണ് പോകുന്നത്? ശവം സംസ്കരിച്ചു എന്ന് തോന്നിയാൽ മാത്രമേ ആരും പോവുകയുള്ളൂ, കൃകലൻ പോവുകയുള്ളൂ എന്നാണ് വിശ്വാസം. ഇനി വേറൊരാളുണ്ട്, ആ പുള്ള പേരാണ് ദേവദത്തൻ, ധനഞ്ജയൻ. ഈ ധനഞ്ജയൻ എപ്പോഴാണ് പോകണമെന്നറിയാമോ? ഈ ശവശരീരം സംസ്കരിച്ച് ഭൂമിയെ വീണ്ടെടുത്തു എന്ന് തോന്നുന്ന നിമിഷം മാത്രമേ ധനഞ്ജയൻ ആ വീട് വിട്ടു പോവുകയുള്ളൂ. ശവം സംസ്കരിക്കുമ്പോൾ ഭൂമി നഷ്ടപ്പെട്ടു പോവുകയാണ്. ശവം സംസ്കരിക്കുന്ന അത്രയും ഭാഗത്തെ ഭൂമിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു. ഭൂമി കത്തി ചുട്ടു പഴുത്ത് ഒരു വസ്തുക്കളും അവിടെ പിടിക്കാൻ പറ്റാത്ത രീതിക്ക് ആ ചിതയുടെ ഭാഗം മുഴുവനും കരിഞ്ഞ് ജീവനും ജലബിന്ദുക്കളും ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന അത് തിരിച്ചു വീണ്ടെടുത്ത് ആ വീട്ടുകാർ ഭൂമിയെ സമ്പുഷ്ടമാക്കണമെന്നാണ് നിയമം. അതിനാണ് എന്ത് ചെയ്യുന്നത്? സഞ്ചയന കർമ്മം നടത്തി അവിടെ നിന്ന് അസ്ഥികളെല്ലാം എടുത്ത് അവസാനത്തെ പഞ്ചഭൂതത്തിലൊന്നായ ആർക്കോട്ടെ നിക്ഷേപിക്കുന്നു,
ജലത്തിൽ കൊണ്ടേ കൊടുത്ത് പൂർണ്ണമാക്കുന്നു. പഞ്ചഭൂതങ്ങൾ 5ഉം പിരിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യാണ്? അവസാനത്തെ അസ്ഥികഷ്ണങ്ങൾ വരെ പെറുക്കിയെടുത്തിട്ട് അവിടെ മുഴുവനും എന്ത് ചെയ്യുകയാണ്? നനയ്ക്കും. കരിക്കൻ വെള്ളം കൊണ്ടും അനവധി കുടങ്ങളിൽ വെള്ളം കൊണ്ടും നനച്ച് തണുപ്പിച്ചിട്ട് ഒരു 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 പരീക്ഷണം നടത്തും. നവധാന്യങ്ങൾ അവിടെ വിതറും. കേരളത്തിലൊക്കെ അങ്ങനെയാണ്. ഇവിടെ അങ്ങനെയാണോ? എന്താ കാര്യം എന്നറിയാമോ? ഈ ശ്മശാനത്തിലൊക്കെ അത് നടക്കുന്നില്ല കേട്ടോ, വീടുകളിലൊക്കെ ആരെയാണ് പറയുന്നത്. ഈ നവധാന്യങ്ങൾ വിതരണം ഒരു പരീക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ജീവനുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ്. 2 ദിവസം കഴിയുമ്പോൾ ഇപ്പം പതുക്കെ കിളുക്കും. അപ്പോൾ കിളുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതുവരെ നമ്മളാരും ഭക്ഷണം കഴിക്കത്തില്ല. അത് കിളുത്ത് നല്ല വലിയ ശാഖോപശാഖകളായിട്ട് നിൽക്കുന്ന ദിവസമാണ് 16ാമത്തെ ദിവസം. അപ്പോൾ നാട്ടുകാരൊക്കെ പറയും, കണ്ടോ ആ നശിപ്പിച്ച ഭൂമി എന്ത് ചെയ്തിരിക്കുകയാണ്? വീണ്ടെടുത്ത് ജീവന്റെ അംശങ്ങൾ അവിടെ ഉണ്ടായി, അവ പൂത്തുലഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചേക്കാം. അതാണ് 16-ന് പോയി കഴിക്കുന്ന സദ്യ. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ആ വീട്ടിൽ നിന്ന് പച്ചവെള്ളം കഴിക്കുമോ? പുറത്തുള്ള ആരെങ്കിലും പോയി കഴിക്കാറുണ്ടോ? അതിന് നമ്മളൊരു പേര് പറയും, പുല. എന്താണ് ഈ പുല എന്ന് പറയാൻ കാര്യം? അതുവരെ നമ്മുടെ ശരീരത്തിൽ ദേവദത്തൻ എന്ന് പറയുന്ന ആത്മാവ് ആ പ്രദേശം അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. ഈ സഞ്ചയനത്തിനിടക്ക് നമ്മൾ ആരെങ്കിലും വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ദേവദത്തൻ നമ്മുടെ ശരീരത്തിൽ കയറും. എന്നിട്ട് മനസ്സിലായില്ലേ? ഇപ്പോഴാണ് കാര്യം. ഈ മരിച്ചുപോയവൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗേ എവിടെ കയറും? നമ്മുടെ ശരീരത്തിൽ കയറും. രാത്രി ആകുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ചിരിക്കും. ഇതൊക്കെ ശാസ്ത്രമാണെന്നേ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുക? ആൾക്കാർ അവിടെ പോയി ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ലെന്ന് പറയുക. കാര്യം ദേവദത്തൻ കറങ്ങി അടയ്ക്കണം. കറക്റ്റ് ചെയ്തോ കേട്ടോ. അപ്പോൾ ഈ പഞ്ചപ്രായം ഇതൊക്കെ അറിയണം. ഇതൊക്കെ ശാസ്ത്രം. അതുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് സഞ്ചയന കർമ്മം നടത്തി. ഒരു വിശ്വാസം ഇല്ലാത്തവൻ പോലും, ബലികർമ്മം പോലും നടത്താത്തവൻ പോലും എന്ത് ചെയ്യുകയാണ്? ആ ഭാഗം സഞ്ചയന കർമ്മം നടത്തുന്നുണ്ട്. അവിടെ നവധാന്യമൊക്കെ വിതക്കുന്നുണ്ട്. 16-ന് ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. എന്താ കാരണം? ഇത്രയും പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, നമ്മൾക്ക് എന്താണ് പിടിച്ച് ഗർഭപാത്രത്തിനകത്തേക്ക് ഇട്ട് തന്നത്? ആ രേതസ്സും ആ അണ്ടവും കൂടി ചേർന്ന സമയത്ത് രേതസ്സിനകത്തേക്കും അണ്ടത്തിനകത്തേക്കും ഒക്കെ കൂടി ഞാനങ്ങ് നേരത്തെ തന്നെ എണ്ണം പറഞ്ഞ് കൃത്യമായ അളവിൽ ചേരുവകളിൽ നമ്മളൊരു പലഹാരം ഉണ്ടാക്കുന്ന ഒരു ചേരുവയുണ്ട്. ആ ചേരുവയിൽ ഈശ്വരൻ എന്ത് ചെയ്യുകയാണ്? എന്തൊക്കെ സാധനങ്ങൾ പിടിച്ചിട്ട്? 5 സാധനങ്ങൾ പിടിച്ചിട്ടായിരുന്നു. അതേതൊക്കെയാണ്? മണ്ണും ജലം, കനലും അമ്പരമോടുകാറ്റും. കണ്ടോ? ഏതൊക്കെയാണ്? ആകാശമുണ്ട്, അഗ്നിയുണ്ട്, ഭൂമി. അതാണ് ഇവിടുത്തെ മണ്ണ്. പുറത്തുള്ള കേട്ടോ. ഇതെല്ലാം എടുത്ത് എണ്ണിപ്പിടിച്ച്, എത്ര കൃത്യമായ പരിഹാരം നോക്കി. വെറുതെ പിടിച്ച കിട്ടുന്നല്ല, എണ്ണിപ്പിടിച്ച് എന്ന് പറയുന്നത് എന്താ? കൃത്യമായ ചേരുവ മനുഷ്യ ശരീരത്തിൽ പഞ്ചഭൂതങ്ങൾക്ക് ഇത്രയൊക്കെ ഉണ്ട് എന്നുള്ള കണക്കൊപ്പിച്ച് എന്ത് ചെയ്തു? ഇട്ടു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു എന്നാണ് ക്രിസ്ത്യാനികൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? മണ്ണിനപ്പുറത്തുള്ള 4 കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്കറിയാം എന്ത്? മണ്ണിനപ്പുറത്ത് 4 കാര്യങ്ങൾ. അതാണ് പഞ്ചഭൂതങ്ങൾ. ആദിയിൽ വചനമുണ്ടായി ക്രിസ്ത്യാനി പറയുന്നു. അത് ക്രിസ്ത്യാനികൾക്കൊരു ഉള്ളത് എന്താണെന്നറിയാം? അവർക്ക് കുറച്ചേ ഉള്ളെങ്കിലും അവരതും കൊണ്ട് നടന്ന് കളയും. നമുക്കിത് മുഴുവൻ ഉണ്ടെങ്കിലും നമ്മൾ നടക്കുകയില്ല. അതാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള വ്യത്യാസം. ക്രിസ്ത്യാനിക്ക് ഒന്നേ ഉള്ളൂ, അവനൊരു ഇച്ചിരി അറിവേ ഉള്ളൂ. ആ ഒരു ഇച്ചിരി അറിവും കൊണ്ട് അവൻ ആകാശം മുട്ടേ നടക്കും. അതാണ് അവൻ്റെ ആ ഒരു മഹനീയത എന്ന് പറയുന്നത്. നമുക്കിത് മുഴുവനും കൂടി എഴുതി തന്നിരിക്കുക, എന്നിട്ട് നമ്മൾ അതിന്മേ ഒന്നും നോക്കിയില്ല. ആദിയിൽ വചനമുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നത് ഒരു വചനം ദൈവമായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ ആദ്യമായിട്ടുണ്ടായ ശബ്ദമാണ്. അപ്പോൾ ആ ശബ്ദം എന്താകുന്നു? ഈശ്വരനായിരുന്നു എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ആ ശബ്ദം ഈശ്വരനാണെന്ന് മാത്രമല്ല, ആ ശബ്ദം ഏതാണെന്നും ഏതൊക്കെയായിട്ട് പിരിഞ്ഞെന്നും ലോകത്തിൽ എഴുതി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ടാര്? ഭാരതീയർ. ക്രിസ്ത്യാനിക്ക് അത് പിടിപ്പിച്ചു കൊടുത്തിട്ടില്ല, അവർക്കറിയില്ല ഏതൊക്കെയാണ്. ശബ്ദമുണ്ടായെന്നും ആ ശബ്ദം ഓംകാരമാണെന്നും ആ ഓംകാരമായവരിൽ 3 അക്ഷരങ്ങളായിട്ട് പിരിഞ്ഞെന്നും ആ അക്ഷരങ്ങളിൽ നിന്ന് 3 മൂർത്തികളുണ്ടായെന്നും ആരെഴുതി വെച്ചു? നമ്മൾ എഴുതി വെച്ചു. അതല്ലേ ഓംകാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷി. എന്നിട്ട് ഈ ആങ്കാരം നമ്മുടെ കൊണ്ടുവരാൻ അറിയാവോ? എഴുത്തച്ഛൻ എഴുതിയ വിഷ്ണുവിനെ കുറിച്ചാണ്, വേറെ ആരെക്കുറിച്ചുമല്ല. അപ്പോൾ അക്ഷരങ്ങളിൽ ഞാൻ അകാരമാകുന്നു എന്നാരാ പറഞ്ഞിരിക്കുന്നത്? കൃഷ്ണനാ പറഞ്ഞിരിക്കുന്നു. അക്ഷരാണാം അകാരോസ്മി. അക്ഷരങ്ങളിൽ ഞാൻ ആരാകുന്നു? അകാരം. ഉദ്ധവഗീത എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഭാഗവതത്തിൽ. അതിൽ ഉദ്ധവരോട് ശേഷം പറയുന്ന ഉദിക്കും അക്ഷരത്തിങ്കൽ ഉദ്ധവ ഞാൻ അകാരം, ഉത്തമ സുമങ്ങളിൽ ഞാൻ പാരിജാതം, ലോഹങ്ങളിൽ ഞാൻ സ്വർണം.
മന്ത്രങ്ങളിൽ ഗായത്രി, ശബ്ദങ്ങളിൽ ഓംകാരം. കണ്ടോ, അത്ര കൃത്യമായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അക്ഷരങ്ങളിൽ ഞാൻ അകാരം. അപ്പോൾ അകാരമായി നീ മാറി. ഈ ഓംകാരം എന്ന് പറയുന്ന ശബ്ദം ശൂന്യതയിൽ വരികയും അതങ്ങനെ നിൽക്കുകയും അത് മൂന്നക്ഷരങ്ങളായിട്ട് മാറി അകാരമായിട്ട് ഭഗവാനെ നീ മാറിയപ്പോൾ നീ തന്നെ സാക്ഷി. അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. ഞാനോ ഈ ഭൂമിയിലുള്ള ഒരു കുഞ്ഞും ആരില്ലായിരുന്നു ആ സമയത്ത്, അത് കാണാനില്ലായിരുന്നു. നീ തന്നെ, താൻ തന്നെ സാക്ഷി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അതുപോലെ ഈ എണ്ണിപ്പിടിച്ച് അറയിലിട്ട് ഏതാണ്. അപ്പോൾ അത് ശബ്ദത്തെക്കുറിച്ച് അവർ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ശബ്ദം എന്താണെന്നും ആ ശബ്ദം ഏതൊക്കെയാണെന്നും ഏതൊക്കെ രൂപത്തിലാണെന്നും പറഞ്ഞവർ നമ്മളാണ്. കൃത്യമായി ഒരു ഇച്ചിരി മാത്രം കിട്ടി അവർ പറഞ്ഞു ആദിയിൽ വചനം ഉണ്ടായെന്ന് പറഞ്ഞ് അവർ ഒക്കെ പിടിച്ചു നടക്കുന്നു. ഇവിടെ അത് മുഴുവൻ എഴുതി വെച്ചിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ആൾക്കാർ നിസ്സാരന്മാരായിരുന്നില്ല. ഇപ്പം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം, ഈ ചൊവ്വയിൽ നമുക്ക് പോയി താമസിക്കാം. കോട്ടയത്തിൽ പൈസയുള്ള ആൾക്കാർക്ക് ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ ഉപഗ്രഹങ്ങളൊക്കെ റെഡിയാകും. വേണമെങ്കിൽ ഇവിടെ പോയി താമസിക്കാം, ചൊവ്വയിൽ പോയി താമസിക്കാം. എന്തുകൊണ്ടാണെന്നറിയാം, അവിടെ ജലമുണ്ട്, വായുവുണ്ട്, ഓക്സിജൻ്റെയൊക്കെ അംശമുണ്ടെന്നാണ് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം. അപ്പോൾ എന്തോ നമുക്ക് കുറച്ച് വേണമെങ്കിൽ പോയി ഒരു തീർത്ഥാടനമൊക്കെ നടത്തുമ്പോൾ ഒരു ടൂറൊക്കെ നടത്തി ചൊവ്വയിൽ ഒരു 5-6 ദിവസമൊക്കെ താമസിച്ചിട്ട് തിരിച്ചു വരാവുന്ന കണ്ടീഷനാണ്. അപ്പോൾ ചൊവ്വയിൽ ആ ജീവനുണ്ടെന്ന് കണ്ടുപിടിച്ച് 2020-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ കാലഘട്ടത്തിലാണ്. ഈ ചൊവ്വയെ പ്രകീർത്തിക്കുന്ന ശ്ലോകം ഭാരതീയരുണ്ടാക്കിയത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്താണ്. ചൊവ്വയെക്കുറിച്ച് എന്താണ്, ഈ നവഗ്രഹങ്ങളെക്കുറിച്ച് ഓരോ ശ്ലോകങ്ങളുണ്ട് പ്രകീർത്തിക്കുന്ന. അതിൽ ചൊവ്വയെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? ധരണീ ഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. ആയിരക്കണക്കിന് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന. അതിൽ ആദ്യത്തെ വരി നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചു? എന്താണെന്നറിയാമോ? ധരണീ ഗർഭസംഭൂതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭൂമിയുടെ ഗർഭത്തിൽ നിന്ന് ഉത്ഭവിച്ചവൻ. നമ്മളെന്താണ് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം പറഞ്ഞത്? ചൊവ്വ ആരെപ്പോലെ ഇരിക്കുന്നു? ഭൂമിയെപ്പോലെ ഇരിക്കുന്നു. ഭൂമിയെപ്പോലെ അന്തരീക്ഷം, ഭൂമിയെപ്പോലുള്ള അവസ്ഥാന്തരങ്ങൾ, ഇതെല്ലാം എവിടെയുണ്ട്? ചൊവ്വയിലുണ്ടെന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം. ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്ത് ചൊവ്വയെ കുറിച്ച് ഈ താഴെ ഇരുന്ന് നമ്മുടെ മഹർഷീശ്വരന്മാർ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ധരണീ ഗർഭസംഭൂതം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മകനെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്വഭാവ സവിശേഷതകൾ ആർക്കുണ്ടാകണം? മകനുണ്ടാകണം എന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യാതൊരു ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ എഴുതി വെച്ച അവന്മാരാരാ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ. അപ്പം ഇതൊക്കെ അറിയണം നമ്മൾ. അപ്പോൾ അതാണ് ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാണ് എന്ന് എഴുതി വെച്ചിരിക്കണം. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിൽ. ഈ അറ എന്ത് സാധനമാണെന്നറിയാമോ? അറ ഗർഭപാത്രം തന്നെയാണ്. ആ അറ ഒരു അറയാണല്ലോ അത് അല്ലേ. എന്ന് പറഞ്ഞാൽ കെട്ടിപ്പൂട്ടപ്പെട്ട് സൂക്ഷിക്കപ്പെട്ട് സ്വർണ്ണമൊക്കെ സൂക്ഷിക്കുന്ന അറ, അതുപോലെ തന്നെ ആ അറയിലിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? എരിയും കൊളുത്തി. എന്ന് പറഞ്ഞാൽ ജീവിത അനുഭവങ്ങൾ അല്ലേ. ജീവിതാനുഭവങ്ങളുടെ ഒരു എന്താണ് ഒരു രൂപം, അതാണ് ആ എരി അഗ്നി. അതങ്ങ് കൊളുത്തിയിട്ട് ദണ്ഡപ്പെടുത്തും ഒരു ദേവത. ആരാണ് ഈ ദണ്ഡപ്പെടുത്തുന്ന ദേവത? നമ്മളെ ആ എരി കൊളുത്തിയതോടുകൂടി നമ്മൾ മായാബന്ധത്തിൽ അകപ്പെടുകയാണ്. എന്ന് പറഞ്ഞെന്താവുന്നു? ഈ പ്രപഞ്ചത്തിലെ എല്ലാം നമുക്ക് അനുഭവവേദ്യമാവുകയാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സുഖം മാത്രമല്ല ദുഃഖം നമ്മൾ അനുഭവിക്കണം. ഈ പ്രപഞ്ചത്തിലേക്ക് ആര് വന്നാലും ഈ മായാബന്ധനത്തിൽ പെട്ടുപോകും. ആ മായാബന്ധനം ഒരു ദേവതയാണ്. അതെന്താ? നമ്മളെല്ലാം ഭരിക്കുന്ന ഒരു ദേവതയാണ്. ഇതിൽ നിന്ന് ആർക്കും മോചനമില്ല, ഒരാൾക്ക് പോലും മോചനമില്ല. ദുഃഖങ്ങളില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കുന്നവരാണ് ദേവന്മാർ. അവരൊക്കെ അവതാര പുരുഷന്മാരായി ഭൂമിയിലേക്ക് വന്നാൽ ദുഃഖം അനുഭവിക്കണം. ഇവിടുത്തെ കള്ളപ്പേരേൽക്കണം, അവഹേളനങ്ങൾ ഏൽക്കണം, ആദരവ് ഏൽക്കണം. എന്താ കാരണം? അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു തീരുമാനം. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കണം, നമുക്ക് എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ നമ്മൾ ദുഃഖിക്കരുത്, ഇതൊക്കെ ഈ ഭൂമിയുടെ ഒരു ഭാഗമാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദുഃഖങ്ങളിൽ നിന്നൊരു മരണം, ദാരിദ്ര്യം നമ്മൾ അനുഭവിക്കുമ്പോൾ, മരണദുഃഖം നമ്മൾ അനുഭവിക്കുമ്പോൾ, നമ്മളെ ആരെങ്കിലും അവഹേളിച്ചാൽ, ഇതെല്ലാം ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അപ്പം എനിക്ക് മാത്രമാണോ? അല്ല. ഈ പ്രപഞ്ചത്തിൽ ആരൊക്കെ വന്ന് വീണോ അവരൊക്കെ എന്ത് ചെയ്യണം? ഇത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. ശ്രീരാമൻ വലിയ ദേവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രാമൻ കിടന്ന് മോങ്ങിയിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നറിയാമോ? എപ്പോഴാണ്? സീതാദേവിയെ നഷ്ടപ്പെട്ട് സീതാദേവിയെ തിരക്കി ആര് നടക്കുന്നുണ്ട്? രാമൻ നടക്കുന്ന രംഗമുണ്ട്. ആ രാമൻ്റെ നിലവിളി കേട്ട് ദണ്ഡകാരണ്യം വിറങ്ങലിച്ചു പോയി. എന്താ കാര്യം? പിച്ചും പേയും പറഞ്ഞ് നിലവിളിച്ചു.
ഒരു പരിധി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എന്നേക്കുമായി കൈവിട്ട് പോയതാണ്, ഇവൾ എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്തനെ പോലെ ഉന്മത്തനായി ഈ അവതാര പുരുഷൻ എന്ത് ചെയ്യുകയാണ്? പിന്നെ നിലവിളിക്കുകയാണ്, ഓരോന്നിനെയും പറഞ്ഞുകൊണ്ട്, ഓരോന്നിനെയും വിളിച്ച്. മൃഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു, ആ മൃഗങ്ങളൊക്കെ കൂടി ചൊല്ലിക്കൊണ്ട് രാമൻ ചോദിക്കുന്നതിന് നിലവിളിച്ചുകൊണ്ട് എന്താണ്? മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷികളെ കണ്ടു, അവരൊന്നും പറയലെന്ന് അറിയാം ഇയാൾക്ക്. എന്നിട്ടും പക്ഷികളോട് ചോദിക്കുകയാണ്, പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പഷ്പളാക്ഷിയേ മമ ചൊല്ലുക പരമാർത്ഥം. എന്ത് നിലവിളിയാണെന്ന് വിചാരം? എന്താ കാര്യം? ഈ പ്രപഞ്ചത്തിൽ വന്ന് ഈ മായാദേവതയുടെ അകത്ത് പെട്ടുകഴിഞ്ഞവരായിരുന്നു അവരെല്ലാം. അതുകൊണ്ട് അതിൽ പെട്ടുഴലുന്നവരാണ് എല്ലാവരും. ശ്രീകൃഷ്ണനായാലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും യേശുക്രിസ്തു ആണെങ്കിലും പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ വന്ന് ആര് ജനിച്ചാലും അവർക്കെല്ലാം ഈ ദേവതയുടെ പിടുത്തത്തിൽ കിടക്കുന്നവരാണ്. അതുകൊണ്ട് ഹേ ഭഗവാനെ, ഞാൻ ആരാണ്? ഈ ദണ്ഡപ്പെടുത്തുന്ന ദേവത. ഞാനവിടെ ഉരുവായി പിണ്ടമായി മാറിയ നിമിഷം മുതൽ എന്നെ ഈ ദേവത കഷ്ടപ്പെടുത്തുന്നുണ്ട്. ആ ദേവതയിൽ നിന്ന്, ആ ദേവതയ്ക്ക് വേണമെങ്കിൽ എന്നെ തകർക്കാം, കൊല്ലാം, ഇല്ലായ്മ ചെയ്യാം. പക്ഷേ ഹേ ഭഗവാനെ, നീ എന്ത് ചെയ്തു? എനിക്ക് അമൃതം നൽകി എന്ന് പറഞ്ഞെന്താ? ആ 10 മാസം അതിനകത്ത് കിടന്നപ്പോൾ ആരോരുമില്ലാതെ, യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെ, ഒരാൾ പോലും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ എന്നെ ദണ്ഡപ്പെടുത്തിക്കൊണ്ടിരുന്നത് ആ മായാദേവതയാണ്. ആ ദേവതയ്ക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാമായിരുന്നു. പക്ഷേ നീ ആ ദേവതയ്ക്ക് എന്നെ വിട്ടുകൊടുത്തില്ല. പകരം എനിക്ക് എന്ത് നൽകി? അമൃത് നൽകി. എന്താണ് അമൃത്? മരണമില്ലാത്ത അവസ്ഥയാണ്. ആ പാലാഴി കടഞ്ഞെടുക്കുന്നതാണ് അമൃതം എന്നാണ് സങ്കല്പം. പക്ഷേ മരണമില്ലാത്ത അവസ്ഥ അത് ആരുടെ കയ്യിലുണ്ട്? ഈശ്വരൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. എന്ത്? അമൃത്. ഞാൻ നിങ്ങൾക്ക് അമൃത് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്, അങ്ങനെ ഒരു ചിന്തിക്കാനേ പാടില്ല. പക്ഷേ ഈശ്വരൻ്റെ കയ്യിൽ എന്തുണ്ട്? അമൃതുണ്ട്. ആ അമൃത് നീ എനിക്ക് നൽകി എന്നെ വളർത്തി. അതുകൊണ്ട് നന്ദി, നന്ദി, നന്ദി കേട്ടോ. അപ്പോൾ എന്താണ് രണ്ടാമത്തെ വരിയുടെ അർത്ഥം? മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ച് അറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയെങ്കിൽ നിന്ന് എൻ പിണ്ടത്തിനന്ന് അമൃത് നൽകി വളർത്ത ശംഭോ. നന്ദി, താങ്ക് യു അല്ലേ? മൂന്നാമത്തെ താങ്ക് യു. അടുത്ത എന്താവുന്നു? ചൊല്ലിക്കോളൂ. കല്ലിനകത്ത് കുടിവാഴും നല്ല നിന്റെ കൃപയെന്നറിയിച്ചിടുന്നു, അല്ലിക്കുടത്തിലമരുന്നു അമരേന്ദ്രൻ. കല്ലിൻ്റെ അകത്ത് കുടിവാഴും ഒരല്പജന്തു. ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് ഇതാണ്. ഒരാളെ വർണ്ണിക്കുമ്പോൾ, ഒരു വിശേഷം പറയുമ്പോൾ ഏറ്റവും അങ്ങേ അറ്റത്ത് നിന്നും ഏറ്റവും പരമോന്നത സ്ഥാനത്തും കൊണ്ടുവന്ന് ഒപ്പിച്ചു വെക്കും. ആര്? ഗുരു. ഏറ്റവും അറ്റത്ത് ഒരാളെ കണ്ടെത്തും, ഏറ്റവും പരമോന്നത സ്ഥാനത്ത് ഒരാൾ. ഇത് രണ്ടിനെയും കൊണ്ടുവന്ന് അറ്റത്ത് വെച്ചിട്ടാണ് ഗുരുദേവൻ്റെ കൃതികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകാൻ പാടില്ല. ഏറ്റവും അറ്റത്ത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരാളിനെ കൊണ്ടുവരും. അതുകൊണ്ടാണ് അനുകമ്പാദശകത്തിൽ ശ്രദ്ധിക്കാത്തൊരു വസ്തുവിനെ കൊണ്ടുവന്ന് വെച്ചു. എന്താണ്? ആദ്യമേ തന്നെ ഒരു വീട എറുമ്പിനും വല്ലവരും ശ്രദ്ധിക്കുന്ന സാധനമാണ് എറുമ്പ്. നടന്നു പോകുമ്പോൾ ചവിട്ടി തേച്ച് പോകുന്ന സാധനമല്ലേ? അപ്പോൾ അനുകമ്പ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ജീവിയോട് മാത്രമല്ല അനുകമ്പ, അത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഈ എറുമ്പിനോടും കൂടി എന്ത് കാണിക്കണം? അനുകമ്പ കാണിക്കണം. അപ്പം അങ്ങനെ കാണിക്കുന്നവനാണ് ഈശ്വരൻ എന്ന് പറയുകയാണ് അവിടെ ഗുരുദേവൻ. അതുപോലെ തന്നെ ഇവിടെയും കൊണ്ടുവന്നിരിക്കുകയാണ് കല്ലിൻ്റെ അകത്ത് കുടിവാഴും ഒരല്പ ജന്തു. ഈ കല്ലിനകത്ത് സൂക്ഷ്മജീവികളുണ്ട്. ഈ കല്ലിനകത്താണ് നമ്മൾ കാണാത്ത ജീവികളുള്ളത്. ഈ കല്ലിനകത്താണ് ഈ ലോകത്തെ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള വാചീകരണ ഔഷധം ഇരിക്കുന്നത്. ഒരു പുരുഷനെ ഒരു അശ്വമാക്കി മാറ്റുന്ന, അനവധി അശ്വങ്ങളുടെ കരുത്ത് നൽകുന്ന അശ്വഗന്ധം എന്ന് പറയുന്ന എന്താണ് വാചീകരണ ശക്തിയുള്ളത് ഈ കല്ലിനകത്തായിരിക്കുന്നത്. അതിൻ്റെ പേരാണ് കന്മദം. അറിയാവോ? കന്മദം സിനിമ ഇല്ലേ? ഈ കന്മദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം? കല്ലിനകത്ത് നിന്ന് ഉറവ പൊട്ടി പുറത്തേക്ക് വരുന്ന ഒരു പ്രത്യേക പ്രകൃതിയുടെ പ്രതിഭാസം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ പുരുഷൻ ആയത് സ്ത്രീ ആണെങ്കിലും ആരുടെ 1000 അശ്വങ്ങളുടെ കുതിരശക്തി എന്നാണല്ലോ ഏറ്റവും വലിയ ശക്തി, ഹോഴ്സ് പവർ എന്നാ പറയുന്നത്. അങ്ങനത്തെ പവർ കിട്ടുമെന്ന്. പക്ഷെ അത് അങ്ങനെ ഇങ്ങനെ കിട്ടത്തില്ല. ഏതിനകത്ത്? നമുക്കേ ഉണ്ടെന്നാ വിശ്വാസം.
അതാണ് കന്മതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കല്ലിനകത്ത് സൂക്ഷ്മജീവികളുണ്ട്. ആ സൂക്ഷ്മജീവി മുതൽ ആര് പറയുന്നു? അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രൻ ഉണ്ടോ? അപ്പൊ താഴെ ഏറ്റവും മോശം, ഏറ്റവും തീരെ ലോവർ ക്ലാസ്സിനെ ചെന്ന് ഗുരുദേവൻ പിടിച്ചെടുത്തു. അതാണ് കല്ലിനകത്ത് വാഴുന്ന അല്പജന്തു. അവിടെ നിന്ന് നേരെ പോയിരിക്കണ എവിടെയാണ്? അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രൻ. ആരാണ്? താമരപ്പൂവിനകത്തിരിക്കുന്ന ഈശ്വരൻ. അത് ദേവേന്ദ്രനാവാം, ബ്രഹ്മദേവനാകാം, ആരുമാകാം. ബ്രഹ്മദേവനെ തന്നെ പുള്ളിക്കാരൻ സൃഷ്ടികർത്താവാണ്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഇരിക്കുന്നത് എവിടെയാണ്? പത്മത്തിനകത്തായിരിക്കുന്നത്, അല്ലേ? താമരപ്പൂവിനകത്താണ്. അതാണ് വിഷ്ണുവിൽ നിന്ന് നാഭിയിൽ നിന്ന് ഉയർന്നത് കൊണ്ടാണ് പത്മനാഭൻ, അല്ലേ? അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. ദേവേന്ദ്രന് ഭാവം. 2-3 വ്യാഖ്യാനങ്ങളുണ്ട്. പലരും വ്യാഖ്യാനങ്ങൾ ചോദിച്ചപ്പോൾ ബ്രഹ്മദേവനെന്നും ദേവേന്ദ്രനെന്നും ഒക്കെ പറയുന്നുണ്ട്. ദേവേന്ദ്രനാണെങ്കിൽ അല്ലിക്കൂടത്തിനകത്ത് ഇരുന്നിട്ടുള്ള കക്ഷിയുമാണ്. ഈ ദേവേന്ദ്രൻ താമരത്തണ്ടിൻ്റെ അകത്ത്, താമരപ്പൂവിനകത്ത് ഒളിച്ചിരുന്നിട്ടുണ്ട്. എപ്പോഴാണെന്നറിയാവോ? വൃത്രൻ എന്നു പേരുള്ള ഒരു അസുരനെ കൊന്നപ്പോൾ ബ്രാഹ്മണനായ അദ്ദേഹത്തെ കൊന്നു കഴിഞ്ഞപ്പോൾ ബ്രഹ്മഹത്യാഭാവം ഉണ്ടാകുകയും ഇദ്ദേഹം ഈ വൃത്രനെ ചതിച്ചു കൊന്നതുകൊണ്ട് താമരപ്പൂവിൻ്റെ അകത്ത് പോയി അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത്. എന്നപ്പോൾ ദേവേന്ദ്രൻ എന്ന് പറയുന്ന ആ സ്വർഗത്തിൻ്റെ രാജാവ് ഇല്ലാണ്ടായിപ്പോയി. ഈ ദേവേന്ദ്രൻ ഒരു തസ്തികയാണ്, അതൊരു പേരല്ല. അതെന്താകുന്നു? ഒരു ഔദ്യോഗിക നാമമാണ്. നമ്മുടെ കളക്ടർ ഒരു ഔദ്യോഗിക നാമല്ലേ? ചീഫ് സെക്രട്ടറി ഒരു ഔദ്യോഗിക നാമല്ലേ? പക്ഷെ അവർക്കൊക്കെ വേറെ പേരുണ്ടാവും. അതുപോലെ ദേവേന്ദ്രൻ എന്ന് പറയുന്ന ഒരു തസ്തികയാണ്, ഒരു ഔദ്യോഗിക നാമമാണ്, അദ്ദേഹത്തിൻ്റെ പേരല്ല. അപ്പോൾ ദേവേന്ദ്രൻ എന്ന് പറയുന്ന തസ്തിക ഇല്ലാണ്ടായിപ്പോയി. കാരണം ഇങ്ങനെ പോയി അവിടെ ഇരുന്നു എന്നാ പറയുക. ഇതൊക്കെ പുരാണങ്ങളാണ് പറയുന്നത്. അല്ലിക്കുടത്തിൻ്റെ അകത്ത് പോയി ഇരുന്നപ്പോൾ ദേവേന്ദ്രനെ തിരഞ്ഞെടുക്കുന്ന അന്നത്തെ കാലത്തെ ഏറ്റവും സുന്ദരമായൊരു പ്രക്രിയയിലൂടെയാണ്. എന്താണ്? മനുഷ്യനും ദേവേന്ദ്രനാകാം. അപ്പോൾ മനുഷ്യൻ ദേവേന്ദ്രനാകണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. 1000 അശ്വമേധയാഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി, ആ 100 അശ്വമേധയാഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി ദേവേന്ദ്രൻ എന്ന റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒരാളെ അവിടുത്തെ സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുക്കും. അങ്ങനെ മനുഷ്യരുടെ കൂട്ടത്തിൽ 100 അശ്വമേധയാഗം നടത്തിയ ഒരു മനുഷ്യനെ അവർ തിരഞ്ഞെടുത്തു. അയാളുടെ പേരായിരുന്നു നഹുഷൻ. എന്നിട്ട് പറഞ്ഞു, താങ്കളെ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു, താങ്കളാണ് ഇനി മുതൽ സ്വർഗ്ഗലോകത്തിൻ്റെ അധിപൻ. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഈ മനുഷ്യനെ അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഇയാൾ അവിടെ വലിയ ആളായി. പക്ഷെ മനുഷ്യൻ ജാത്യ ഗുണം തൂത്താൻ മാറത്തില്ലല്ലോ. അപ്പോൾ അവിടെ പോയിരുന്നപ്പോൾ ഈ മനുഷ്യൻ ആർത്തിയാണ്, ആർത്തിപ്പണ്ടാരമാണ്. ആര്? ഈ മനുഷ്യൻ. നഹുഷൻ അവിടെ ചെന്നു. അപ്പോൾ നഹുഷൻ്റെ മുമ്പിൽ സുന്ദരിമാരായ 3-4 പെൺപിള്ളേർ വന്നു. അപ്പോൾ ദേവന്മാർ പറഞ്ഞു, ഹേ ദേവരാജാവേ, ഇത് അങ്ങേക്കുള്ളത്. ആരൊക്കെയാണ്? ഉർവശി, രംഭ, തിലോത്തവ, മേനക. ഓ എൻ്റെ ദൈവമേ! പുള്ളി പറഞ്ഞു, അപ്പോൾ എനിക്ക് ഇവിടെ പോകണ്ട, കാര്യം സ്വർലോക സുന്ദരിമാരതെ കിട്ടിയിരിക്കുക. ഇതും അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ നഹുഷനൊക്കെ നോക്കിയപ്പോൾ അതീവ സുന്ദരിയായ പെണ്ണ് അതിലൂടെ നടന്നു പോകുന്നു. 4 നോക്കി, കസ്റ്റഡി കിട്ടി. എന്നിട്ടും നഹുഷൻ 5-ാമത്തെ കണ്ടപ്പോൾ കാമം ഉദിച്ചു. അരികുന്നവനെ ചോദിച്ചു, അവളെ ഏതാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് പഴയ ദേവേന്ദ്രൻ്റെ ഭാര്യ ശചീദേവി. അപ്പോൾ അവളും എൻ്റെ കസ്റ്റഡി വരത്തില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, അത് വരത്തില്ല. അപ്പോൾ ഉടനെ നമ്മുടെ ഈ മനുഷ്യനാണ് നിയമം ചോദിക്കാൻ മിടുക്കന്മാരാണ്. അപ്പോൾ തിരിച്ചു ചോദിച്ചതാ പറയണത്, അതെന്തൊരു വർത്തമാനാണ് നിങ്ങളീ പറയണത്? നിങ്ങൾ എന്നെ വിളിച്ചുകൂടെ കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? മൊത്തത്തിൻ്റെയും അധിപനാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ പഴയ ദേവേന്ദ്രൻ്റെ ഭാര്യ ആർക്കുള്ളതാണ്? എനിക്കുള്ളതല്ലേ? ഈ ന്യായത്തിൻ്റെ മുമ്പിൽ ദേവന്മാർ മുട്ടുമുടക്കിപ്പോയി. അവർ ഇന്ന് ശചീദേവിയോട് പറഞ്ഞു, ഒന്നും പറയണ്ട എൻ്റെ ദേവി, ഇതേ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് അവൻ ചോദിക്കണ ചില നിയമങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കിടന്ന് വട്ടം കറങ്ങുകയാണ്. അപ്പോൾ ശചീദേവി ചോദിച്ചു, എന്താ പ്രശ്നം? ഇന്നതാണ് പ്രശ്നം, ദേവിയെ ഭാര്യയായിട്ട് പുള്ളിക്കാരൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ബുദ്ധിമതിയായ ശചീദേവി പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, അയാളോട് എൻ്റെ അന്തഃപുരത്തിലേക്ക് വരാൻ പറ, ഞാൻ അയാളുടെ ഭാര്യയായിട്ട് ജീവിക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഭൂമിയിൽ പ്രഗത്ഭരായിട്ടുള്ള താപസന്മാർ ചുമക്കുന്ന പല്ലക്കിൽ വേണം വരാൻ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ദേവേന്ദ്രനെ പുള്ളി പറഞ്ഞു, അവരുടെ ഉടനെ താപസന്മാരൊക്കെ വരട്ടെ. താപസന്മാരൊക്കെ വന്നു. പ്രഗത്ഭരായിട്ടുള്ള മുനീന്ദ്രന്മാർ ചുമക്കുന്ന പല്ലക്കിൽ പോവുകയാണ്. ആർത്തിയാണ് പല്ലക്കിൽ ഇരുന്നപ്പോഴും. ഈ ഇതുങ്ങളാണെങ്കിൽ വല്ല പല്ലക്ക് ചുമന്ന് വല്ല ശീലമുള്ളതാണോ ഈ താപസന്മാർ? അതിൽ അഗസ്ത്യൻ എന്ന പേരുള്ള പൊക്കം കുറച്ചുകൊണ്ട് കക്ഷിയുണ്ടായിരുന്നു. ഈ കക്ഷിക്ക് തണ്ട് പിടിച്ചിട്ട് നടക്കാനും പറ്റണില്ല, പതുക്കെ പതുക്കെ നടക്കുകയാണ്. മറ്റേ പുള്ളിക്കാണെങ്കിൽ അവിടെ ചെന്നിട്ട് അല്ലേ, പുള്ളിക്ക് എങ്ങനെയെങ്കിലും അവിടെ ചെല്ലണം. അവർ നടക്കൂ എന്ന് പറഞ്ഞപ്പോൾ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, അതെ ഈ അഗസ്ത്യ മഹർഷിയുടെ കുഴപ്പം കാരണമാണ് സ്പീഡില്ലാത്തത്, അതുകൊണ്ട് അങ്ങ് അഗസ്ത്യ മഹർഷിയോട് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ നോക്കിയപ്പോൾ കുരുട്ടടച്ചിരിക്കുകയാണ് അഗസ്ത്യ മഹർഷി. ഇടത്തെ കാല് കൊണ്ടൊരു ചവിട്ടം കൊണ്ട് വെച്ച് കൊടുത്തിട്ട് വിളിച്ചു, ഹേ അഗസ്ത്യ, സർപ്പ എന്ന് പറഞ്ഞു. സർപ്പ എന്ന മീനിങ്ങിൻ്റെ അർത്ഥം 2 അർത്ഥമുണ്ട്. ഒന്ന് സർപ്പം നാഗമെന്നും അർത്ഥമുണ്ട്, വേഗമെന്നും അർത്ഥമുണ്ട്. ഇയാൾ വേഗമെന്നും പറഞ്ഞാൽ ചവിട്ടിയത്. അഗസ്ത്യപരി തിരിഞ്ഞു നിന്നു, എന്നിട്ട് പറഞ്ഞു, ഹേ മനുഷ്യാധവ,
എൻ്റെ മുതുകത്ത് നിന്റെ കാമത്തിൻ്റെ പേക്കൂത്ത് കാരണം ഭ്രാന്ത് കൊണ്ട് നീ എന്നെ ചവിട്ടി ആ നിമിഷം നീ ഒരു സർപ്പമായി ഭൂമിയിലേക്ക് പതിക്കട്ടെ. ദേവേന്ദ്രനായി മുകളിൽ അങ്ങേ തലക്കലിരുന്ന മനുഷ്യനാണ് നിമിഷ നേരം കൊണ്ട് പെരുമ്പാമ്പായി എങ്ങോട്ട് വീണു? ഭൂമിയിലേക്ക് വീണു. പോണ വഴിക്ക് പെരുമ്പാമ്പ് ആലോചിച്ച് ദൈവമേ എനിക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടായി. 10 ലക്ഷം ലോട്ടറി അടിച്ചിരുന്ന ഞാനല്ലേ അല്ലേ? വെറും ഒരു നിമിഷത്തെ പ്രശ്നം കൊണ്ട്. അപ്പോൾ അഗസ്ത്യ മഹർഷി പറഞ്ഞു നിന്റെ തെറ്റാണ്, പക്ഷേ നീ ഒരു കുഴപ്പം അവിടെ ഭൂമിയിൽ പോയി അവിടെ പോയി കിടക്കുക, എന്നിട്ട് നീ നിന്റെ മുമ്പിൽ വരുന്നതെല്ലാം നിന്റെ ഇരകൾ നിനക്ക് ഭക്ഷണം. പക്ഷേ ഭക്ഷണത്തിന് മുമ്പ് നീ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, വിജ്ഞാനമേറിയ ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യത്തിന് ഉത്തരം ഒരിക്കൽ ഒരുവൻ തരും, അന്ന് മാത്രം നിനക്ക് എന്ത് തരും? പഴയ രൂപം ലഭിക്കുന്നു. ഇയാൾ വഴി വന്ന് കിടക്കണ എല്ലാവരോടും ചോദ്യങ്ങൾ ചോദിക്കും, ആരും കൃത്യമായ ഉത്തരം കൊടുക്കാറില്ല. ഒരിക്കൽ പാണ്ഡവരുടെ മൂത്ത ജ്യേഷ്ഠനായ ധർമ്മപുത്രർ വന്ന് വഴിയിൽ നിന്നു ചോദിച്ചു. അയാൾ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ട്, ആരാണ് യഥാർത്ഥ ബ്രാഹ്മണനെന്ന്. നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ജാതി ചിന്തയൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ചോദ്യമാണ്, യഥാർത്ഥ ബ്രാഹ്മണനാരെന്ന്. അപ്പോൾ ധർമ്മപുത്രർ പറയുന്ന രംഗമുണ്ട്, എന്താണ്? സാധു സേവനം ചെയ്തും കുളിച്ച് ശുദ്ധനായും പഞ്ചശുദ്ധി അനുഷ്ഠിച്ചും ഈശ്വര കർമ്മം മാത്രമാണ് ജീവിത വ്രതമെന്നും നടക്കുന്ന ഏതൊരു മനുഷ്യനും ഹേ രാജൻ ആര്? ബ്രാഹ്മണൻ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു ചണ്ടാലൻ ഈ വൃത്തിയൊക്കെ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതിയെന്ന്. ധർമ്മപുത്രർ പറയുന്നുണ്ട്, എന്താണ് സംശയം? ആ ചണ്ടാലൻ പിന്നെ ആരാണ്? ബ്രാഹ്മണൻ. അല്ല, അപ്പോൾ ബ്രഹ്മത്വം എന്ന് പറയുന്ന ജന്മമല്ല കർമ്മമാണ് എന്ന് പറയുന്ന ഒരു രംഗം കൂടി അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ അല്ലിക്കൂടത്തിൽ അമരേന്ദ്രൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനവിടെ അത് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും താഴെയുള്ള കല്ലിനകത്തുള്ള ഒരു സൂക്ഷ്മജന്തുവിലും അങ്ങേ തലക്കലിരിക്കുന്ന ഈശ്വരനിലും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനെ ആരുടെ ചൈതന്യമാണ്? അങ്ങയുടെ ചൈതന്യമാണ്. അതാണ് കല്ലിനകത്ത് കുടിവാഴും ഒരു അല്പജന്തു മാത്രമല്ല നിന്റെ കൃപ അറിയിച്ചിരുന്നത് അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനുമാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ആ ഏകനായ ദൈവത്തിൻ്റെ ഭാഗമാണ് ആദിത്യനും അണുവും കൃമിയും എല്ലാം എന്നാര് പറയുകയാണ്? ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ്. അതാണ് 3-ാമത്തെ ശ്ലോകം. 4-ാമത്തെ പദ്യത്തിലേക്ക് പോവാം. ബന്ധുക്കളില്ല അല്ലേ? എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ അല്ലേ? എനിക്ക് ബന്ധുക്കളില്ല, ബലമില്ല, ധനമില്ല. ഇത് പറയുന്നത് എപ്പോഴാണ്? പിണ്ടമാണ് പറയുന്നത്, പുറത്തുള്ള നമ്മളല്ല. നമുക്ക് ബന്ധുക്കളുണ്ട് അല്ലേ? ബന്ധുക്കളുണ്ട്, ബലമുണ്ട്, ധനമുണ്ട്, നമുക്കെല്ലാവർക്കും ഓരോരോ രീതിക്കുണ്ട്. പക്ഷേ പറയുന്ന അവസ്ഥ ഏതാണ് നമ്മൾ നോക്കണം. അവസ്ഥ ഏതാണ്? ഗർഭപാത്രത്തിനകത്തുള്ള പിണ്ടം പറയുമ്പോൾ ആ പിണ്ടത്തിൻ്റെ അവസ്ഥയിൽ എന്തില്ല? ബന്ധുക്കളില്ല. ഉണ്ടായിരുന്നോ വല്ലൊരു? ബലമുണ്ടോ? ഇല്ല. ധനമുണ്ടോ? ഇല്ല. ജീവിക്കണ്ടേ? 10 മാസം അതിനകത്ത് ജീവിച്ചില്ലേ? ആഹാരം കഴിക്കണ്ടേ? ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടേ? അതിന് കടയിൽ പോയി മേടിക്കാൻ പറ്റുന്ന അന്തരീക്ഷത്തിൽ കിടക്കുകയാണോ അവിടെ? അല്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അവിടെ കിടക്കുകയാണ്. എന്നിട്ടും 10 മാസം അവിടെ ജീവിക്കുകയാണ്. 1-2 ദിവസമല്ല, 10 മാസം എന്ന് പറയുമ്പോൾ 10-300 ദിവസം അല്ലേ? അവിടെ സുന്ദരമായിട്ട് അവിടെ ജീവിക്കുമ്പോൾ എൻ്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു. ബന്ധുക്കളില്ല, പിന്നെ എന്തില്ല? ബലവും ധനവും നിനക്കിൽ. പിന്നെ ഞാൻ എന്തോന്നുകൊണ്ടിതോ വളർന്നതോ വിചിത്രം. ആ രംഗം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതൊരു വിചിത്രമാണ്. ഇത് ഞാൻ എങ്ങനെ വളർന്നു? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഈ 10 മാസം അവിടെ കിടന്നപ്പോൾ സഹായിക്കാൻ ആരുമില്ലാതെ, ബന്ധുക്കളില്ലാതെ, ബലമില്ലാതെ, ധനമില്ലാതെ നമ്മൾ വളർന്നു. പക്ഷേ അല്ലേ, അത് ഓർത്താൽ വിചിത്രമായൊരു കാര്യമാണ്. വിചിത്രമാണോ? അല്ലയോ? ആണ് അല്ലേ? ആരും സഹായിക്കാനല്ലാതെ വളരുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു വിചിത്രമാണ്. എന്തെങ്കിലും ഒരു സഹായം വേണം. ഒന്നുമില്ലല്ലേ, വിശപ്പം കഴിയുമ്പോൾ പൈപ്പ് ജലത്തിൽ പൈപ്പ് വെള്ളമെങ്കിലും കിട്ടണം. ഇതൊന്നും കിട്ടാതെ, ഒന്നും കഴിക്കാനാവാതെ 9 മാസങ്ങൾ ഞാൻ അവിടെ കഴിഞ്ഞു. അതെന്താവുന്നു? അത് ഓർത്താൽ തന്നെ വിചിത്രമാണ്. എന്താണ് ഇതിലേക്ക് മനസ്സിലായി? എൻ തമ്പുരാൻ്റെ കളിയൊക്കെ. ഇതെന്താവുന്നു? എൻ്റെ തമ്പുരാൻ്റെ കളിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ തമ്പുരാൻ എന്ന് വിളിച്ചത് ആരെ മാത്രമാണ്? ഈശ്വരൻ മാത്രമാണ്. അതെ, ഒരേ ഒരു തമ്പുരാൻ അല്ലേ? ആരാകുന്നു?
ഈശ്വരനാണ് എന്ന് വേറെ ആരെയും വിളിക്കേണ്ടെന്ന് പറയും. അപ്പം എൻ തമ്പുരാൻ എന്ന് പറയുന്നത് ഈ ശംഭുവാകുന്ന ഈശ്വരനാണ്. ഇത് എൻ തമ്പുരാൻ്റെ കളിയാണ് എന്ന് മനസ്സിലാകുമ്പോൾ അന്ധത്വമില്ലതിന് എനിക്ക് യാതൊരു എന്താകുന്നു അന്ധതയും എനിക്ക് അവിടെ വന്നിട്ടില്ല. തെളിച്ചമായ ബുദ്ധിയോടുകൂടി എനിക്കത് മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്നെ വളർത്തിയത് ഭഗവാനെ നീയാണ്. അതിന് തെളിവ് ഞാൻ പറഞ്ഞു. എനിക്ക് ആ സമയത്ത് ആരില്ലായിരുന്നു? ബന്ധുക്കളില്ലായിരുന്നു, ധനമില്ലായിരുന്നു, ബലമില്ലായിരുന്നു. വളരെ ദുർബലമായ ഒരു ജീവിയായിരുന്നു ആ സമയത്ത്. ആർക്ക് വേണമെങ്കിലും എന്നെ എന്തും ചെയ്യാമായിരുന്നു. പക്ഷേ ഹേ ഭഗവാനെ, നിൻ്റെ കഴിവ് കൊണ്ട്, നിൻ്റെ കൃപ കൊണ്ട് ഞാൻ വളർന്നു. അത് നിൻ്റെ കളി തന്നെയാണ്, വേറെ ആരുടെയും കളിയല്ല. ഇനി അടുത്ത നോക്കൂ. 4-5 മാസം ഒരുപോൽ നാലഞ്ചു മാസം ഒരുപോൽ നയനങ്ങൾ വെച്ചു. 4-5 മാസം എന്ന് പറയുമ്പോൾ 5-6 മാസം എന്നുള്ള പ്രതീതിയല്ല അവിടെ. 4+5 അങ്ങനെ കൂട്ടണം. 4-5 മാസങ്ങൾ എന്നുള്ളത് എഴുതി വന്നതാണ്. 4-5 മാസം എന്ന് പറയുമ്പോൾ തിരുത്തേണ്ടത് നമ്മൾ എങ്ങനെയാണ്? മനസ്സിൽ തിരുത്തണം. 4-5. അപ്പോൾ 5-4 എത്രയായി? 9 മാസങ്ങൾ കൊണ്ട് നയനങ്ങൾ വെച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ വെച്ചു. കണ്ണുകൾ വെച്ചു എന്ന് പറയുമ്പോൾ 2 കണ്ണുണ്ടായെന്ന് മാത്രമല്ല, എൻ്റെ ശരീരം തന്നെ ഉണ്ടായി. അപ്പോൾ കണ്ണവിടെ ഒരു പ്രതീകമാണെന്ന് മാത്രമേ ഉള്ളൂ. അതെന്താവുന്നു? അതവിടെ ഉണ്ടായി എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് നമ്മളവിടെ ചെല്ലുന്നത് എന്തായിട്ടാണ് ചെല്ലുന്നത്? ജലമായിട്ടാണ് ചെല്ലുന്നത് അല്ലേ? അതിന് രാമായണം ഇതിലെ സമ്പാദ്യവാക്യത്തിൽ സമ്പാദ്യ പറയുന്നത് എന്താണ്? പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ പിന്നെ ചതുർവിധമായി വരുമ്പലാൽ എന്നതിലൊന്ന് രേതസ്സു ഒന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞതും ചെന്നു സീമന്തിരി യോനിയിലായി വരും. രാമായണമാണ്. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ ചതുർവിധമായി വരുമ്പലാൽ, ഈ ആണുങ്ങളെ ഞങ്ങളീ പുരുഷന്മാർ കഴിക്കുന്ന ഭക്ഷണം 4 വിധമായി വരും. അതിലൊന്ന് രേതസ് കണ്ടോ? അത് ചെന്ന് സ്ത്രീയുടെ എവിടെ ചെല്ലുകയാണ്? ഗർഭപാത്രത്തിനകത്തേക്ക് ചെന്ന് വീഴുന്നു. കേവലം ഒരു ജലമായി. ആ ജലമായി വീണ് കഴിയുമ്പോൾ 9 മാസങ്ങൾ, 4-5 ചേർന്ന 9 മാസങ്ങൾ ആ ജലത്തിൽ നിന്ന് നയനങ്ങൾ വെച്ചു എന്ന് പറഞ്ഞാൽ കയ്യും കാലും കണ്ണും മൂക്കും ഒക്കെ വെച്ചൊരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുകയാണ് ആ വെള്ളം. എന്തൊരു അത്ഭുത പ്രക്രിയ! ഇതൊരു നിസ്സാര സംഗതിയല്ല ഇത്. അത് ആകുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആ സമയത്ത് കാലൻ്റെ കയ്യിൽ അണയാതെ വളർത്തി അല്ലേ? ഒരമ്മയുടെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് തള്ളക്കോഴി നടക്കണം കണ്ടിട്ടുണ്ട്. ഈ ചിറകൊക്കെ വിരിച്ച് ഈ സമയത്ത് മറ്റേ പ്രാപ്പിടിയും പക്ഷി ഉൾപ്പെടെയുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ വന്ന് റാഞ്ചി കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഈ സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് കൊണ്ടു നടക്കുന്ന ആ പ്രതീതിയും അപ്പുറത്ത് കാലൻ അവിടെ ഉണ്ട്. കാലൻ എവിടെയും ഏത് സമയത്തും കടന്നു ചെല്ലാം. എവിടെയും കാലൻ എന്ന് പറയുന്ന ആരാകുന്നു? കാലമാണ്. കാലൻ എന്ന് പറയുന്നത് യമനാണ്, മരണദേവനാണ്. ഈ കാലൻ്റെ അച്ഛനാരാണ്? സൂര്യനാണ്. സൂര്യന് സപ്നാദേവി എന്ന് പറയുന്ന വിശ്വകർമാവിൻ്റെ മകളിൽ ജനിക്കുന്നതാണ് യമൻ എന്നാണ് വിശ്വാസം. അപ്പോൾ ഇതിൻ്റെ യുക്തി എന്താണ്? കാലം ആണ് കാലൻ. ഈ കാലം ഉണ്ടാകുന്നത് ആരിൽ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, സൂര്യൻ ഉദിക്കുന്നു. ആ സൂര്യനിൽ നിന്നാണ് സമയവും മണിക്കൂറുകളും കാലവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കാലൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ മകനാണ് എന്ന് പറയുന്ന പുരാണം ശരിയാണ്. സപ്നാദേവിയൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. അതെന്താകുന്നു? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഥകളിലൂടെ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. വസ്തുത എന്താകുന്നു? കാലം ജനിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. കാരണം സൂര്യൻ ഉണ്ടെങ്കിൽ മാത്രമേ സമയമുള്ളൂ, സമയമുണ്ടെങ്കിൽ മാത്രമേ ദിവസമുള്ളൂ, ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ ആഴ്ചകളും മാസങ്ങളും ഉള്ളൂ, മാസങ്ങളുണ്ടെങ്കിൽ മാത്രമേ എന്തായി വരുള്ളൂ? വർഷങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഇതിനെല്ലാത്തിനും കാരണഭൂതനാരാകുന്നു? സൂര്യനാണ്. അപ്പോൾ സൂര്യൻ്റെ മകനാണ് ആര്? കാലൻ അഥവാ കാലം. അതാണ് യുക്തി. അപ്പോൾ യുക്തിയും കഥകളും ചേർന്നാണ് ഭാരതീയ ദർശനം. അപ്പോൾ ഈ കഥകൾ യുക്തി മനസ്സിലാകുന്നതിന് വേണ്ടി കഥകൾ അവിടെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കഥകൾക്ക് സത്യമല്ല, പകരം എന്താകുന്നു? മനസ്സിലാകാൻ വേണ്ടി, ലളിതമാകാൻ വേണ്ടി കഥാപാത്രങ്ങളാക്കി കൊണ്ടുവരുന്നു. അപ്പോൾ ഈ കാലൻ എന്ന് പറയുന്ന വ്യക്തി ഏത് സമയത്തും എന്താകുന്നു? രംഗബോധമില്ലാതെ കടന്നു വരുന്നൊരു കോമാളിയാണ്. അതിന് പ്രായം പറഞ്ഞിട്ടില്ല.
ഇത്ര പ്രായത്തിലെ കാലന് വരാമെന്ന് എങ്ങും എഴുതി വെച്ചിട്ടില്ല അല്ലേ. രണ്ട് പിള്ളേർ ഇന്നലെ നമ്മുടെ ഞങ്ങളുടെ 2 ആലപ്പുഴക്കാർ നേരെ ഒരുത്തനെ ആക്കാൻ വേണ്ടി എറണാകുളം എയർപോർട്ടിലേക്ക് പോയി. എയർപോർട്ടിലേക്ക് ചെന്നപ്പോൾ പാലാരിവട്ടം എന്ന് പറയുന്ന ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് നേരെ 1-ാം തരം റോഡ് കിടപ്പുണ്ട്. അവർക്ക് നേരെ രാത്രി അങ്ങനെ പോകാൻ തോന്നിയില്ല. ഗൂഗിൾ മാപ്പ് തെറ്റായിട്ട് കാണിച്ചു. നേരെ പടിഞ്ഞാട്ട് കയറി കഴിയുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട്, പാലാരിവട്ടം ജംഗ്ഷൻ. അവിടെ നിന്ന് പഴയ റോഡ് വഴി കയറി കഴിഞ്ഞാൽ ഇടപ്പള്ളി കൂടി കയറിയും അങ്ങനെ പോകാം. ഗൂഗിൾ മാപ്പ് കാണിച്ചത് അങ്ങനെയാണ് ആ സമയത്ത്, ഓരോ ടൈമേ. അപ്പോൾ ഇവർ പടിഞ്ഞാട്ട് കയറി കഴിഞ്ഞപ്പോൾ എന്താ സ്ഥിതി എന്നറിയാമോ? ഈ കാറ് മെട്രോയുടെ പില്ലറുകളുള്ള റോഡാണ്. ആ മെട്രോയുടെ പില്ലറുകളിലൂടെ ഓടിച്ചപ്പോൾ ഈ കാറ് പോയി മെട്രോ പില്ലറിൽ അങ്ങ് ഇടിച്ച് കയറി തൽക്ഷണം 2 പേര് മരിച്ചു. ഇന്നത്തെ പത്രവാർത്തയാണ്. ബാക്കി 2-3 പേര് ഇപ്പോഴും മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുക. എന്താ കാരണം? ആ ടൈമിന് ആർക്ക് വേണമായിരുന്നു? അവരെ കാലന് വേണം. മരണം അങ്ങനെയാണ്. അവൻ ആ സമയത്ത് തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്, കൊണ്ടുപോകുന്നത്. ഒരു സംശയവും വേണ്ട, കൊണ്ടുപോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ക്ലാസ് ഒന്നും തീരാൻ നിൽക്കത്തില്ല. ഞാൻ തന്നെ ഇതിങ്ങനെ നെഞ്ചും പൊത്തിയൊക്കെ താഴെ വീഴും. നിങ്ങളൊക്കെ കൂടി ഓടി വന്ന് പൊട്ടി വിളിക്കും, സാറേ മനോജ എന്നൊക്കെ വിളിക്കും. എന്നിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചു ആൾ പോയി കേട്ടാന്ന് പറയും. ഇത്രയല്ലേ ഉള്ളൂ, നിസാരപ്പെട്ട കാര്യമാണ്. എന്താണ് കരുതിയിരിക്കുന്നത്? ഇതല്ലേ നമ്മൾ ഈ മനുഷ്യനെന്ന് പറയുന്നത് ഒന്നുമല്ല എന്ന് തോന്നുന്നതാണ്. പഴയ സിനിമയൊക്കെ ഇരുന്ന് കാണണം. നമ്മുടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമൊക്കെ കാണുമ്പോൾ ഒരു പാട്ടുണ്ട്, ആത്മവിദ്യാലയമേ, കേട്ടിട്ടില്ലേ? ഏതാണ് ആ സിനിമ? ഹരിശ്ചന്ദ്ര. തിക്കുറിശി സുകുമാരൻ നായരാണെന്ന് തോന്നുന്നത് ഈ ഹരിശ്ചന്ദ്രനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അതിനകത്ത് രാജാവായിരുന്ന ഈ കക്ഷി പോയി ചുടുകാട് കാവൽക്കാരനായിട്ട് നിൽക്കുമ്പോൾ കയ്യിലൊരു തലയോടിനെടുത്തിട്ട് ഇരുന്നു കൊണ്ട് പാടുന്ന പാട്ടാണ് ഈ ആത്മവിദ്യാലയം എന്ന് ചുടുകാടിനെ വിളിച്ചത് ഹരിശ്ചന്ദ്രനല്ല, മഹാകവി കുമാരനാശാനാണ്. പ്രരോദനം എന്ന് പറയുന്ന തൻ്റെ കൃതിയിൽ ചുടുകാടിനെ എന്താക്കി വിളിച്ചു? കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുതയോ സജ്ജാതിയോ വംശമോ ദുഷ്ടശ്രീ ധനതാടിയും കോരില്ല കോരാനല്ല സ്പഷ്ടം മാനുഷ ഗർവമൊക്കെ ഇവിടെ പൊക്ക് അസ്തമിക്കുന്നു, ഇഷ്ടന്മാർ പിരിയുന്നു, ഹാ ഇവിടമാണ് അധ്യാത്മ വിദ്യാലയം എന്ന് AR രാജരാജവർമ്മയുടെ ചിത കണ്ടിട്ട്, ആ ശ്മശാന ഭൂമി കണ്ടിട്ട് ആശാൻ എഴുതി വെച്ചു, ഇതാണ് അധ്യാത്മ വിദ്യാലയം, ഇവിടെയാണ് മനുഷ്യൻ്റെ ആദ്യത്തെ യഥാർത്ഥ വിദ്യാലയം. ഇത് കാണണം. എന്തൊക്കെയാണ് കാണേണ്ടത്? കഷ്ടം, സ്ഥാനവലിപ്പം, പ്രഭുത, സജ്ജാതി, വംശം, ധനുഷ്, ഇതൊന്നും ഇവിടെ ബാധകമല്ല. ആർക്ക്? ഈ ശ്മശാനത്തിലെ അഗ്നിക്ക് അല്ലേ? അവിടെ രാജരാജവർമ്മയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വഴിയോടിപ്പോണ പിട്ടാന്തേഹീനെയും കൊണ്ടുവന്ന് ദഹിപ്പിക്കണ സ്ഥലം ഏതാ? ശ്മശാനമാണ്. ആ അഗ്നിക്ക് ആരുടെയും മുമ്പിൽ ആ അഗ്നിയാണ് യഥാർത്ഥ സോഷ്യലിസം നടത്തുന്നയാൾ. അതുകൊണ്ട് ഇതാണ് അധ്യാത്മ വിദ്യാലയം എന്ന് പറയുന്നുണ്ട്. ആ ആത്മവിദ്യാലയത്തിനെയാണ് തിരുനയനാർ കുറിച്ചി മാധവൻ നായർ എന്ത് ചെയ്തത്? തൻ്റെ ആ ചിത്രത്തിൽ പാട്ടായിട്ട് എഴുതിയത് ആത്മവിദ്യാലയമേ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഈ തലയോടിൽ നോക്കിക്കൊണ്ട് ആ നടൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്താണ്? തിലകം ചാർത്തി ചികിയുമഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസ്സേ. തലയെ വിളിച്ച വിളി കേട്ട. നമ്മൾ ഈ ക്ലാസ്സിലേക്ക് പോരാൻ നേരത്തെ എന്തോരം കണ്ണാടിന് മുമ്പിൽ നിന്നിട്ടുണ്ട്, എന്തോരം നിന്നിട്ട് ആണ് ഈ പരുവത്തിലൊന്നും ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇരിക്കണ കണ്ടില്ല. എന്തൊക്കെ പൊട്ടിക്കിട്ടിട്ടുണ്ട് ഈ മുഖത്ത്, എന്തെല്ലാം ക്രീം എടുത്തിട്ടിട്ടുണ്ട്. ഇങ്ങനെ പോരുന്ന പോക്കിൽ ഈ എൻ്റെ മുടിയാണെങ്കിൽ സെക്കൻഡ് ഷോക്ക് ആളിരിക്കും പോലെയാണ് ഇരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെയാണ്. അത് കാരണം ഞാൻ ക്രീമൊക്കെ പുരട്ടി ലെവലാക്കി ഇട്ടിട്ട് പോന്നിരിക്കണം. എനിക്ക് ഫാനിൻ്റെ ഇതുകൊണ്ട് അകന്നകന്ന് പോകുന്ന കാരണം എനിക്കൊരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഈ തലയോടാണ് നമ്മൾ ഏറ്റവും അധികം പരിചരണം നടത്തുന്നത്. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്, തിലകം ചാർത്തി ചീകിയും അഴകായി. ഒരു ദിവസമല്ല, പല നാൾ പോറ്റിയ പുണ്യശിരസ്സേ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, നീ പാരായി വില പിടിയാത്തൊരു തലയോടായി. ശരിയല്ലേ? കത്തിക്കഴിച്ച് കഴിയുമ്പോൾ എല്ലാവരും ഒരുപോലെ. ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ ഇളി കളിച്ചിരിക്കും. ഇതിൽ ഏതാണ് മനോജൻ്റെ തലയോട്, ഏതാണ് രഞ്ജിത്തിൻ്റെ തലയോട്, ഏതാണ് ദീപുവിൻ്റെ തലയോടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തടയാമെന്ന് മനസ്സിലായില്ല. എല്ലാം എങ്ങനെ ഇരിക്കും? ഒരുപോലെ ഇരിക്കും. പിന്നെ ഇത് കണ്ടെത്താനൊരു വിദ്യയുണ്ട്, അതിൻ്റെ സൂപ്പർ ഇമ്പോസസ് അങ്ങനെ എന്തൊക്കെ ഒരു പരിപാടിയുണ്ട്. അതൊക്കെ ചെയ്ത് കമ്പ്യൂട്ടറിൽ ഒപ്പിച്ചെടുക്കുമ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ വേണ്ടാക്കുന്നത്. എല്ലാവരും സമത്വമായി പോകും കത്തിക്കഴിക്കാൻ അല്ലേ? എന്താ കാരണം? ഈ മരണം, കാലൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രതിഭാസമാണത്. അതാർക്കും എപ്പോഴും കടന്നു വരാം. ഈ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് വേണമെങ്കിലും അയാൾക്ക് വരാമായിരുന്നു. പക്ഷേ അവൻ്റെ കയ്യിൽ അടയാതെ നീ എന്ത് ചെയ്തു? എന്നെ വളർത്തി അല്ലേ? അതാണ് 4-5 മാസം 9 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ചു കാലൻ്റെ കയ്യിൽ അണയാതെ വളർത്തി നീയേ
വേറെ ആരുമല്ല, നിങ്ങളെന്ന് അവർ പറഞ്ഞിട്ടില്ല. നീയേ ഈശ്വര ഏകനായ ദൈവമേ, നീ മാത്രം. ആ കാലം കഴിഞ്ഞു, കരുവിങ്കലിരുന്നു ഞാൻ അക്കാലം നനച്ചു, കരയുന്നിതു കേൾക്ക ശംഭോ. ആ രംഗമോർത്ത് കഴിഞ്ഞാൽ ആ കരുവിൽ ഞാൻ ആടിക്കൂടി ഉണ്ടായ ആ പാത്രത്തിൽ, ആ ഷെയ്പ്പുണ്ടാക്കിയ പാത്രത്തിൽ, ആ കരിവിലിരുന്ന് ഞാൻ ആ കാലം നനച്ച് ഇപ്പോഴിരുന്ന് എനിക്ക് കരയാൻ പറ്റും. ഞാൻ കരയുകയാണ്. എന്താണ്? ആനന്ദാശ്രുക്കൾ എൻ്റെ കണ്ണിൽ നിന്ന് വരികയാണ്. എന്നെ നീ കൊടുത്തില്ലല്ലോ മരണത്തിന് എന്നോർത്ത്. ഹേ ഭഗവാനെ നന്ദി. അതാണ് 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ചു, കാലൻ്റെ കയ്യിലണയാതെ വളർത്തി നീയേ. കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാനക്കാലം നനച്ചു, കരയുന്നിതു കേൾക്ക ശംഭോ. അടുത്തവർ നോക്കുക. രേതസ്സു തന്നെ ഇത് രക്തമൊടും കലർന്നു നാദം ദുരുപദായം. രേതസ്സു തന്നെ ഇതു രക്തമൊടും കലർന്നു. ആ പ്രക്രിയ ഗുരുദേവൻ വർണ്ണിക്കുകയാണ്. ജീവൻ അങ്കുരിക്കുന്ന പ്രക്രിയ എന്തൊക്കെയാണ്? രേതസ്സു തന്നെ, പുരുഷ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ ബീജത്തെ വഹിച്ചു കൊണ്ടുപോകുന്ന ജലത്തിനെയാണെന്ന് വിളിക്കുക രേതസ് എന്ന് പറയുക. ആ രേതസ്സിൽ നിന്ന് ആയിരക്കണക്കിന് കോടിക്കണക്കിന് ബീജാണുക്കളാണ് അങ്ങോട്ട് ചെല്ലുന്നത്. 1-2 ലക്ഷക്കണക്കിനാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ആ രേതസ്സു തന്നെ. പക്ഷെ അവിടെ കാത്തിരിക്കുന്ന സ്ത്രീയുടെ അണ്ഡം അതൊന്നേ ഉള്ളൂ. അതൊന്നിനെ കാത്തിരിക്കുകയാണ്. ചെല്ലുന്നത് ആയിരങ്ങൾ. എന്താ പറയുക, നമ്മുടെ ഈ അർജുനൻ്റെ അസ്ത്രം പോലെ എടുക്കുമ്പോൾ 1 തൊടുക്കുമ്പോൾ 10 വിടുമ്പോൾ 1000 ചെന്ന് കൊള്ളുമ്പോൾ ലക്ഷങ്ങൾ എന്ന് പറയും പോലെ ചെന്ന് അങ്ങോട്ട് ചെല്ലുന്ന ഈ ആയിരക്കണക്കിൽ ഒരെണ്ണത്തിനെ മാത്രം ആരെടുക്കുകയാണ്? ഇതെടുക്കുകയാണ്. എന്തൊരു ഗംഭീരമായ മഹത്വപൂർണ്ണമായ പ്രക്രിയയാണെന്ന വിചാരം. ബാക്കി മുഴുവൻ പോണ പോക്കിൽ കുറേയൊക്കെ നശിച്ചു പോകുന്നുണ്ട്, കുറേയൊക്കെ ഇടക്ക് വെച്ച് കത്ത് പോകുന്നുണ്ട്. ഒരാളെ മാത്രം. അപ്പോൾ രേതസ് തന്നെ ആ സ്ത്രീ ശരീരത്തിലെ രക്തമൊടും കലർന്ന് അതിൻ്റെ കൂടെ നീ ഒന്നുകൂടി ചേർത്തു നാദം. എന്താണ് നാദം? ഈ പ്രപഞ്ചത്തിൽ ആദ്യമായുണ്ടായ ശബ്ദമാണ് ഓംകാരം. അതെന്തിൻ്റെ പ്രതീകമാണ്? അറിവിൻ്റെ പ്രതീകമാണ്, ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. ആ ഓംകാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള മൂർത്തിയാണ് ഗണപതി. അപ്പോൾ ആ ഓംകാരമാകുന്ന നാദത്തിൻ്റെ അറിവിൻ്റെ ഒരു ഭാഗം കൂടി ആ 2 പേരുടെയും കൂടെ നീ അങ്ങ് കയറ്റി വിട്ടു കൊടുത്തു. എന്നിട്ട് തിരണ്ട് ഉരുണ്ട് ഉരുവതായി വേദസ്സിനോടും രക്തത്തിനോടും കലർന്നു കഴിയുമ്പോൾ പ്രപഞ്ചത്തിലെ അറിവിൻ്റെ കണിക കൂടി വെച്ചതിൻ്റെ ഫലമായി അതിൻ്റെ നടുവിൽ കിടന്നേൻ. വെറുതെ വസ്തുക്കൾ മാത്രമല്ല കയറിയിരിക്കുന്നത്. രേതസ്സും ഇതും മാത്രമല്ല, പിന്നെ ഇതാവുന്നു പ്രപഞ്ചത്തിലെ അറിവും കൂടിയുണ്ട്. ആ അറിവുള്ളത് കൊണ്ടാണ് കുട്ടി പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ വേറൊരു ലോകം ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് അവൾ കരയുന്നത്. അകത്ത് AC റൂമിൽ വിശ്രമിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് പ്രസവിച്ച് പുറത്തേക്ക് വരുമ്പോൾ കൊച്ചുങ്ങളൊക്കെ മാക്കോ എന്ന് പറഞ്ഞ് കാണുന്നില്ലേ? എന്താ കാരണം? ആ അറിവുള്ളത് കൊണ്ടാണ്. എന്താ കാരണം? എനിക്ക് പറ്റി, ഞാൻ ഇന്നലെ വരെ കിടന്ന സ്ഥലമല്ലല്ലോ ഇപ്പോൾ വന്നത്. ഇതെന്തൊരു ലോകം, ചൂട്, കൊതുക് അല്ലേ, എന്നെ വന്ന് കുത്തുന്നു, അയ്യോ ഇതെന്തൊരു ലോകം, എനിക്ക് ആകെ ഡിസ്റ്റർബൻസ് ആകുന്നല്ലോ എന്നോർത്താണ് ഈ കുട്ടി കരയുന്നത്. അപ്പോൾ എന്താ കാരണം? അത് കാരണം അവൻ അറിവുള്ളത് കൊണ്ടാണ്. അറിവ് അവിടെ വെച്ച് കയറിയായിരുന്നു. ഈ രേതസ്സിൻ്റെയും രക്തത്തിൻ്റെയും ഇടയ്ക്ക് ഈശ്വരൻ കൊണ്ടുവന്ന് എന്തും കൂടി തന്നിട്ടുണ്ടായിരുന്നു? അറിവ്. അതുകൂടി തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അതിൻ്റെ എല്ലാത്തിൻ്റെ മധ്യത്തിൽ കിടന്ന് ഞാനങ്ങ് ഉരുണ്ട് പെരുണ്ട് അടക്കുകയായിരുന്നു എൻ്റെ ദൈവമേ. ആ സമയത്ത് മാതാവുമല്ല അവിടെയെന്ന് പിതാവുമില്ലൻ. എനിക്ക് ആ സമയത്ത് സഹായിക്കാൻ ആരില്ലായിരുന്നു. എൻ്റെ മാതാവ് നിസ്സഹായിയായിരുന്നു. മാതാവ് ഇതെല്ലാം അറിയുന്നുണ്ടാകാം ഒരു പക്ഷേ. തൻ്റെ ഗർഭത്തിൽ നടക്കുന്ന ഉരുണ്ടും എന്താകുന്നു, ഒരു പരിധി കഴിയുമ്പോൾ ഈ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി ചലിക്കും. എന്താണ് പറയുന്നത്? അങ്ങനെയാണോ? ചലിക്കാറുണ്ടോ? നിങ്ങളുടെ ചോദിച്ചെങ്കിലേ മനസ്സിലാവൂ. ഇതുങ്ങളുടെ ചോദിച്ചിട്ട് കാര്യമില്ല അല്ലേ? യേശുദേവനെ കാണുന്നതിന് വേണ്ടി, മറിയയെ കാണുന്നതിന് വേണ്ടി എലിസബത്ത് ചെന്നപ്പോൾ എലിസബത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ഒന്ന് തുള്ളി എന്നാണ് ബൈബിൾ പറയുന്നത്. മറിയ, 2 പേരും ബന്ധുക്കളായിരുന്നു. മറിയയുടെ വയറ്റിൽ കിടക്കുന്നത് യേശു, എലിസബത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നത് യോഹന്നാൻ. അപ്പോൾ ഈ 2 പേരും തമ്മിലുള്ളൊരു സംവാദമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. 2 പേരും ചെന്നപ്പോൾ ഈ മറിയത്തോട് എലിസബത്ത് പറയും, എടീ മറിയ, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ഒന്ന് തുള്ളി എന്ന് പറയുന്നത്. എന്താണ്? അതൊരു ബൈബിളിലെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അപ്പം തന്നെ എന്തുണ്ടാവുന്നു? കണക്ഷനുണ്ട്.
ഗർഭത്തിൽ ഒരു കുട്ടി രൂപം കൊള്ളുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? പുറത്തെ കാഴ്ചകളും പുറത്തെ കാര്യങ്ങളും അത് പഠിക്കുന്നുണ്ടെന്നേ. അതാണ് നാഭീനാള ബന്ധം എന്ന് പറയുന്നതാണ്. അതാണ് ഗർഭിണികളൊക്കെ ഉള്ള വീടുകളിൽ ശാന്തമായ അന്തരീക്ഷം എപ്പോഴും ഒരുക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. ഗർഭിണികളുള്ള വീട്ടിൽ ഏതെങ്കിലും ഒരു പുരുഷൻ എപ്പോഴും വന്ന് മദ്യപിച്ച് തെറി പറയുകയാണെങ്കിൽ, ബഹളമിടുകയാണെങ്കിൽ, ഈ ജനിച്ച് പുറത്തേക്ക് വരുന്ന കുട്ടി തെറി ആരോടും പഠിക്കേണ്ട കാര്യമില്ല. അറിയാമോ? അവൻ തന്നെത്താൻ പറയാൻ ആരംഭിക്കും. എന്താ കാര്യം? ഇല്ലേ, ചെറുപ്പത്തിൽ എവിടെ കിടന്ന് പഠിച്ചില്ലേ ഇത്? പ്രഹ്ലാദൻ്റെ മകൻ പ്രഹ്ലാദൻ, പിന്നെ ഹിരണ്യകശിപുവിൻ്റെ മകനാണ് പ്രഹ്ലാദൻ. ഈ ഹിരണ്യകശിപു ലോകത്തെല്ലായിടത്തും ഹിരണ്യായ നമ എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം മകൻ മാത്രം എന്ത് പറഞ്ഞു? നാരായണായ നമ എന്ന് പറഞ്ഞു. സ്വന്തം മകനെ കൊണ്ടുവന്നിരുത്തി പുന്നാരിപ്പിച്ച് മടിയിലെത്തിയിട്ട് പറഞ്ഞു, പൊന്നുമകനെ അച്ഛനെ നീ പോക്കണം കിട വരുത്തല്ലേ. ഈ കണ്ട ജനം മുഴുവൻ ദേ ഹിരണ്യായ നമ എന്ന് പറയുന്നു, എൻ്റെ പൊന്നുമകൻ എന്ത് നാരായണായ നമ എന്ന് പറയുമ്പോഴും ആ ചെറുക്കൻ എന്നിട്ട് പറയുന്നത് എന്താണ്? എനിക്ക് നാവ്യവനില്ല, നാരായണായ നമ. എന്തൊക്കെ പറഞ്ഞിട്ട് രക്ഷയില്ല. അവസാനം കൊണ്ടുപോയി ഉള്ള ഭേദ്യങ്ങളെല്ലാം ചെയ്യുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ചെറുക്കൻ പറയുന്നത് അച്ഛൻ്റെ പേര് എൻ്റെ നാവേ വരുന്നില്ല. എന്താ കാരണമെന്നറിയാവോ? ഈ ഹിരണ്യൻ തപസ്സിന് പോയ സമയത്ത് ഭാര്യയായ കയാധു ഗർഭിണിയാണ്. കയാധുവിനെ പിടിച്ചിട്ട് ദേവേന്ദ്രൻ പോയി. കാര്യം തപസ്സിന് പോയി ചവൻ വരുമ്പോൾ അവൻ്റെ ഭാര്യയെ ഞാൻ തകർത്ത് കളയുമെന്നും പറഞ്ഞു. വഴിയിൽ വെച്ച് നാരദ മഹർഷി കണ്ടെന്ന് പറഞ്ഞ്, ദേവേന്ദ്ര നീ എന്ത് കൊള്ളതയമേ ചെയ്യണം? ഈ പെണ്ണ് നിൻ്റെ അവിടെ, അതും ഗർഭിണി, അതുകൊണ്ട് കയാധുവിനെ നീ വിടുമെന്ന് പറയുന്നു. കയാധുവിനെ കൊണ്ടുപോയി നാരദ മഹർഷി സ്വന്തം ആശ്രമത്തിൽ താമസിപ്പിച്ചു. ഗർഭിണിയാണ്. ഗർഭിണിയായ കയാധുവിൻ്റെ ആ ഗർഭത്തിലിരിക്കുന്ന കുട്ടി കേൾക്കുന്ന എന്താണ്? ഈ നാരദ മഹർഷിക്ക് 24 മണിക്കൂർ എന്താ പറച്ചിൽ? നാരായണ നാരായണ. നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? രാവിലെ മുതൽ വൈകുന്നേരം വരെ നാരായണ. ഇത് മുഴുവൻ കേട്ടോണ്ടിരിക്കുകയാണ് ഗർഭത്തിരുന്ന ഈ അസുരൻ്റെ മകൻ. പ്രസവിച്ചു വന്നപ്പോൾ ഹിരണ്യായ നമയെന്ന് അവനോട് പറഞ്ഞാൽ കുറേ കോപ്പ് പറയില്ലേ അവൻ? എന്താ കാര്യം? ഗർഭത്തിൽ വെച്ച് തന്നെ അവനെന്ത് പഠിച്ചു പോയി? ഇത് പഠിച്ചു പോയി. അതാണ് കാര്യം. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണിത്. അപ്പോൾ ഇത് ആ രംഗത്തേക്ക് കടന്നു വന്ന് ആ സമയത്ത് എന്നെ സംരക്ഷിക്കുന്നത് ആരാണ്? മാതാവുമല്ല, പിതാവുമല്ല, പക്ഷെ ഒരു താതൻ എന്നെ സംരക്ഷിച്ചു. മാതാവും പിതാവുമല്ലാത്ത താതനാരാണ്? ഈശ്വരനാണ്. മാതാവാരാകുന്നു അവൻ്റെ ശരിയായിട്ടുള്ള അമ്മ. താതൻ എന്ന് പറയുന്നത് അച്ഛൻ. പ്രകൃതത്തിലെ അച്ഛനും അമ്മയും അല്ലാതെ ഒരു താതൻ വളർത്തിയവനാണ് ഇന്ന് ശംഭോ. താതൻ എന്ന് പറയുന്ന ആരാണ്? ഈശ്വരൻ വളർത്തിയതാണ്. അപ്പോൾ 9 മാസങ്ങൾ, ആ 10 മാസങ്ങൾ നമ്മളെ വളർത്തുന്നത് ഈശ്വരൻ ആണ് എന്ന് അർത്ഥം. അതാണ് രേതസ്സു തന്നെ ഇത് രക്തമൊടും കലർന്ന് നാദം തിരുണ്ട് ഉരുവതായി നടുവിൽ കിടന്നേൻ. ഉരുവതാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപം കൊള്ളുക. ഉരു എന്ന് പറഞ്ഞാൽ രൂപം കൊള്ളുക. അപ്പം രൂപം കൊള്ളുന്നതിന് വേണ്ടി എന്തൊക്കെയാണ്? രേതസ്സിൻ്റെ കൂടെ ഈ രക്തത്തിൻ്റെ കൂടെ നാദവും കൂടി ചേർന്ന് ഞാൻ എന്ന രൂപം കൊള്ളുമ്പോൾ സമയത്ത് ആ സഹായത്തിന് മാതാവില്ല, പിതാവില്ല, പക്ഷേ നീയുണ്ട്, താതൻ. ആരുണ്ട് ആ സമയത്ത്? ഈശ്വരനുണ്ട്, അല്ലേ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ഇനി അടുത്തത്, അന്നുള്ള വേദന ചൊല്ലിക്കോളൂ. മറന്ന് അന്നുള്ള വേദന മറന്നതു നന്നുണർന്നാൽ ഇന്നിങ്ങ് തന്നെരിയിൽ വീണു മരിക്കുമയ്യോ. അന്നുള്ള വേദന എന്ന് പറഞ്ഞെന്താ? ആ മായാദേവതയുടെ കീഴിൽ കണ്ണായി, മൂക്കായി, ശരീരമായി രൂപം കൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് ഞാൻ അനുഭവിച്ച വേദന, കേവലം കുറച്ച് കലലം മാത്രമായ ഒരു ഒരു കലക്കവെള്ളം മാത്രമായിരുന്ന ഞാൻ ഈ രൂപത്തിലേക്ക് എത്തിച്ചേരാൻ സഹിച്ചിട്ടുള്ള യാതന, ആ വേദന, അത് എനിക്കിപ്പോൾ ആ സമയത്ത് എല്ലാ ജന്മങ്ങളും, നമ്മുടെ ഈ ഗർഭത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പഴയ ജന്മങ്ങൾ മുഴുവൻ നമ്മൾ ഓർക്കുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അതെല്ലാം മറന്നു പോകും. അതുകൊണ്ടാണ് നമ്മുടെ ജന്മത്തിൽ പഴയതേതാണ് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ അവസ്ഥയിൽ ആ സമയത്ത് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്ത് കഴിഞ്ഞാൽ എന്താണ്? എരിയിൽ വീണു മരിക്കുമയ്യോ. ആ ചൂടിൽ ഞാനൊരു അഗ്നിയിൽ വീണ് മരിക്കുന്ന അവസ്ഥ പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ അതിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചു. എൻ്റെ പിണ്ടത്തിന് നീ എന്ത് ചെയ്തു? പൊറിവാതിലൊരഞ്ചുമിട്ടു. നീ എന്തിട്ടു? എൻ്റെ ശരീരത്തിൽ പുറത്തേക്ക് പോകുന്നതിന്, എൻ്റെ ഈ ശരീരത്തിലെ ഉഷ്ണത്തിനെ
എൻ്റെ ഈ വേദനയെ പുറത്തേക്ക് പോകുന്ന എൻ്റെ ശരീരത്തിൽ നീ 5 വാതിലുകൾ ഘടിപ്പിച്ചു തന്നു. പൊന്നപ്പനായ ദൈവമേ. തൻ്റെ സാധാരണ ഭാഷ വിളിച്ചു. ദൈവത്തിനെ എന്ത് വിളിച്ചു? നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പൻ. ഇത് സിനിമയിൽ വരുന്നതിന് മുമ്പ് ശ്രീധാരണ ഗുരു ഉപയോഗിച്ചതാ. എന്താ ഈ ദൈവം ആരാകുന്നു? പൊന്നപ്പനാണ്, തങ്കപ്പനല്ല. അല്ലേ? എന്ത് ചെയ്തു ഈ പൊന്നപ്പൻ? നമ്മുടെ ശരീരത്തിൽ 5 വാതിലിട്ടത്. അതാണ് 5 വാതിലുകൾ. പഞ്ചേന്ദ്രിയങ്ങൾ 5 അല്ലേ? എല്ലാം തുറന്നല്ലേ ഇരിക്കണം പുറത്തേക്ക്, അല്ലാതെ അടഞ്ഞിരിപ്പുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. ഇത്ര കൃത്യമായിട്ട് കണ്ണ് പുറത്തേക്കല്ലേ ഇരിക്കണത്. കണ്ണ് എത്രയുണ്ട് ശരീരത്തിൽ? ആര് പറഞ്ഞു? 2 കണ്ണ്. അത് പ്രകൃതത്തിലുള്ള കണ്ണാണെന്ന്. അതിനകത്ത് വേറെ കണ്ണുണ്ട്. അതിൽ ഹരിതാപകൃതരെന്ന് വായിക്കണം, അപ്പം പിടികിട്ടും. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്. ആ കണ്ണിന് കണ്ണ് മനം, മനമായ കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദ ബന്ധുഹരി നാരായണായ നമ. ഇപ്പം എത്ര കണ്ണായി? എന്നെ നോക്കും. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുന്ന കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ? അർക്കൻ, അനലൻ, സൂര്യൻ, അഗ്നി മുതലായ വസ്തുക്കളെ കാണുന്നതിന് വേണ്ടിയാണ് എന്തുള്ളത്? ഈ 2 കണ്ണ്. ആ കണ്ണിൻ്റെ കണ്ണ് മനം. ഈ 2 കണ്ണിനും കൂടി ഒരു കണ്ണുണ്ട്. അതിൻ്റെ പേരാണ് എന്തെന്ന്? മനമായ കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ. ആ മനസ്സിനൊരു കണ്ണുണ്ട്, അതിൻ്റെ പേരാണ് സത്യം. മനസ്സിലായോ? അപ്പോൾ സത്യത്തിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ 2 കണ്ണുകൊണ്ട് നോക്കിയാൽ മനസ്സിലാകത്തില്ല. ഇപ്പം നിങ്ങളിതിൻ്റെ ക്ലാസ്സും കഴിഞ്ഞു, പുറത്തേക്ക് പോവുകയാണ്. ഇതിലെ ഒരു സുന്ദരിയായ സ്ത്രീയും സുന്ദരനായ പുരുഷനും കൂടി അപ്പുറത്തേക്ക് മാറി നിന്ന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ആൾക്കാർ ആരെങ്കിലും പെട്ടെന്ന് 2 കണ്ണുകൊണ്ട് കണ്ടു ക്ലാസ് ധർമ്മ പഠന കേന്ദ്രത്തിൽ ക്ലാസ്സിന് വന്നതാണ്, ഇതേ കണ്ടോ? പെട്ടെന്ന് കണ്ട് നിങ്ങൾ വ്യാപരിക്കുകയാണ് അല്ലേ? നിങ്ങൾ തന്നെ തീരുമാനത്തിലെത്തി കഥയുണ്ടാക്കുന്നു. സംഭവം എന്തായിരിക്കും? അവരെന്തോ അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതിനെന്ത് ചെയ്യണം? അത് സത്യമാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 2 കണ്ണുകൊണ്ട് കണ്ടപ്പോൾ വല്ലതും മനസ്സിലായോ? 2 കണ്ണുകൊണ്ട് നമ്മൾ നമ്മുടെ ലോകത്തോട് സഞ്ചരിച്ചു. ആ 2 കണ്ണുകൊണ്ട് എന്തുകൊണ്ട് അവർക്ക് അവിടെ നിൽക്കേണ്ടി വരുന്നു, എന്താണ് അവർ സംസാരിച്ചത് എന്ന് മനസ്സിനോട് ചോദിക്കണം. അപ്പം മനസ്സെന്ത് പറഞ്ഞു തരും? സത്യം പറഞ്ഞു തരും. അതാണ് സത്യദർശനം. അല്ല 2 കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്നത് എന്തല്ല? സത്യമല്ല. കണ്ണുകൊണ്ട് മനസ്സിനോട് ചോദിച്ച് മനനം ചെയ്ത് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ മനസ്സ് തന്നെ പറഞ്ഞു തരുന്നത് അതാണ് സത്യം, അതാണെന്ത്? പൊരുൾ. മാറ്റമില്ലാത്ത സത്യത്തിനാണ് പൊരുളെന്ന് പറയുന്നത്. ഇത്രയും കണ്ണുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ മനുഷ്യനാകൂ. അല്ലെങ്കിൽ 2 കണ്ണ് ആർക്കുണ്ട്? നിങ്ങളെപ്പോലെ തന്നെ മൃഗങ്ങൾക്കും ഉണ്ട്. അവർക്ക് മനനം ചെയ്യുന്നില്ല. അപ്പോൾ കണ്ണുകൾ എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇത്രയും കണ്ണുകൾ ശരീരത്തിലുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ പൊന്നപ്പൻ പൊറിവാതിലാകുന്ന പഞ്ചേന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത് എന്തിനാകുന്നു? ഇതുപോലുള്ള അറിവുകൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. കാതിലൂടെ അല്ലേ? ആ കേൾക്കാൻ, ശബ്ദം കേൾക്കാനും, മൂക്കിൽ കൊണ്ട് ആ മണം ശരിക്ക് പിടിച്ചെടുക്കുവാനും ഒക്കെയുള്ള 5 വാതിലുകൾ എനിക്കിട്ട് എന്ന ദൈവമേ നിന്നെ ഞാനൊന്ന് വിളിച്ചോട്ടെ പൊന്നപ്പനെന്ന്. എന്താണ് വിളിക്കുന്നത്? പൊന്നപ്പൻ അല്ലേ? അതാണ് അന്നുള്ള വേദന മറന്നതു നന്നുണർന്നാൽ ഇന്നിങ്ങ് തന്നരികിൽ വീണു മരിക്കുമയ്യോ. പൊന്നപ്പനെന്ന് പൊറിവാതിൽ ഒരു 5 ഇട്ടു തന്നിട്ടു തന്നെ ഇതും ഇന്നറിയുന്നു ശംഭോ. ഞാനിതറിയാൻ കാരണം എന്താ? എനിക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങൾ 5 നീ തന്നതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അടുത്തത് എന്തുള്ള എന്നെ എന്തള്ള എന്നെ അകമേ ചുമടായി കിടത്തി. ശരിയല്ലേ? ഒരു ചുമടല്ലേ ഇത് കൊണ്ടുനടക്കുന്ന സമയത്ത്? ഒരു ചുമടായിട്ടല്ലേ തോന്നുന്നത്? ഇതുകൊണ്ട് ബസ്സിൽ കയറാൻ ഭയങ്കര പാട്, നടക്കാൻ പാട്, പൊതുസ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഭയങ്കര പാട്, ഇരിക്കാൻ പാട് അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ അഹങ്കാരത്തോടുകൂടി പറയുന്നത്, ഈ അധികം വിളച്ചിലെടുക്കണ്ട, ഇതിനെ ഞാൻ അത്രയൊന്നും എന്താണ് ചുമന്നിട്ടോട്ട എന്നൊക്കെ പറയാറില്ലേ നമ്മൾ? എന്താ കാരണം? ഇതൊരു ചുമട് തന്നെയാണെന്നേ, ഒരു സംശയവും വേണ്ട. കങ്കാരുവിനെ പോലെ, ഒരു കങ്കാരു തന്നെ മക്കളെ ചുമന്ന് നടക്കും പോലെ ഈ ഗർഭപാത്രത്തിലാകുന്ന പാത്രത്തിൽ വലിയ വയറിൽ എന്ത് ചെയ്യാണ്? ഈ ചുമന്നുകൊണ്ട് നടക്കുകയാണ് എൻ്റെ അമ്മ. അകമേ ചുമന്നുകൊണ്ട് നടക്കുക, ഒരു സംശയവുമില്ല. എന്താണ്? വെന്തുള്ളഴിഞ്ഞ് വെറുതെ നെടുവീർപ്പുമിട്ട്. എന്താ കാരണം? എൻ്റെ ഈ വയറ്റിൽ കിടക്കുന്ന കുട്ടി
ഏത് രൂപം, ആണാണോ പെണ്ണാണോ, വികലാംഗനാണോ മന്ദബുദ്ധിയാണോ എന്താണെന്നറിയാൻ പാടില്ല. ഈശ്വര കിടപ്പുണ്ട്, ഇടക്കിടക്ക് ചവിട്ടുന്നുണ്ട് അല്ലേ? ഈശ്വര അതെന്തായിരിക്കും? നല്ല രൂപത്തിൽ പുറത്തേക്ക് ഗർഭമായി കഴിഞ്ഞാൽ, പിന്നെ പ്രസവമായി കഴിഞ്ഞാൽ ഓരോ പെണ്ണും നെടുവീർപ്പിടും, ഭാവിയെക്കുറിച്ച് ചിന്തിക്കും, തൻ്റെ കുട്ടി ഏത് രൂപത്തിലാണെന്നോർത്ത് ചിന്തിക്കും, ആണാണോ പെണ്ണാണോ എന്നോർത്ത് വേവത് കൊള്ളും. ഇതെല്ലാം ഒരമ്മയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതാണുങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് കൃത്യമായി ഗുരുദേവൻ മനസ്സിലാക്കി തന്നെ പറഞ്ഞു. എൻ്റെ അമ്മ ഇതെല്ലാം അനുഭവിച്ചു. എന്ത് ചെയ്തു? അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞ്, ഇതാ കാര്യങ്ങളൊക്കെ കൊടുത്ത് വെന്ത് ഉള്ള് അഴിഞ്ഞ് വെറുതെ നെടുവീർപ്പ് വിട്ടു. നെടുവീർപ്പ് എന്താണ്? വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഇട്ടു പോകുന്നതാണ് എന്ത്? നെടുവീർപ്പ് വിട്ട് നൊന്തിങ്ങോ പറ്റൂ. അവസാനം എന്ത് ചെയ്തു? നോവറിഞ്ഞ് തന്നെ പ്രസവിച്ചു. നോവറിഞ്ഞ് പ്രസവിക്കണം. ഇപ്പം നോകാതെയും ഒക്കെ പ്രസവിക്കാം, പാക്കേജ് ഉണ്ട് അല്ലേ? ചില ആശുപത്രിയിലൊക്കെ നോകാതെ പ്രസവത്തിന് പണ്ട് പ്രസവിക്കണ എങ്ങനെയായിരുന്നു? പുറത്തൊക്കെ നിൽക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ പറയുന്നത് എനിക്കെന്തോ തോന്നണ്ടേ, ഞാനൊന്ന് പ്രസവിച്ചേച്ചും വരട്ടെ എന്ന് പറയും. അകത്ത് കയറി പ്രസവിക്കുന്നു. എന്താണ്? കോഴി മുട്ടയെടുത്ത അതേ രീതിയിൽ മനുഷ്യനും നടന്നൊരു കാലമുണ്ട്. ഇപ്പം ആ കാലമൊക്കെ പോയിരിക്കുന്നു. ഇപ്പം എന്താവുന്നു? ശരിയായിട്ട് പിന്നെ കൊണ്ടുനടന്ന് കൃത്യമായിട്ട് പരിപാലിച്ച്. പക്ഷേ എന്നാലും പ്രസവം എന്ന് പറയുന്നത് എന്താവുന്നു? വേദനയാണ്. നീ നിന്റെ സന്തതി പരമ്പരകളെ നൊന്ത് പ്രസവിക്കുവാനിടയാകട്ടെ എന്ന ഈശ്വരൻ്റെ ആ തീരുമാനമനുസരിച്ച് ആ വേദന ഉണ്ടാവണം, എന്നല്ലെങ്കിൽ വേറൊരു വേദന ഉണ്ടാകും. അങ്ങനെയുള്ള നൊന്തിങ്ങു പറ്റൂ നരി പോലെ കിടന്നുപോകും. നരി എന്ന് പറഞ്ഞാൽ എന്ത്? നരി ഏത് മൃഗ? കുറുക്കനാണ് അല്ലേ? കുറുക്കനെ പോലെ കിടന്നു കൂവുന്നു എന്നാ പറയുന്നത്. കുറുക്കനാണ് ഏറ്റവും കൂടുതൽ കൂവണ ആൾ. അതുപോലെ എൻ്റെ അമ്മ ഇവിടെ എന്ത് ചെയ്യുകയാണ്? വേദന കൊണ്ട് ഇവിടെ നിലവിളിക്കുന്നുണ്ട്. എന്താവതിങ്ങ് അടിയനൊന്നരുളിയുടെ ശംഭു. എന്താണെങ്കിലും അല്ലേ, അടിയന് ഈ കാര്യങ്ങളൊക്കെ നീ ഒന്ന് പറഞ്ഞു നൽകിയാലും എന്ന് പറയുന്ന അതായത് അതിൻ്റെ മൂർധന്യത്തിലേക്ക് ചെല്ലുകയാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്, എൻ്റെ രംഗം, ഞാനെന്ന് പറയുന്ന വ്യക്തിയെ പ്രസവിക്കേണ്ട സമയത്ത് എൻ്റെ അമ്മ അനുഭവിച്ച യാതനകൾ, വേദനകൾ, അത് ഞാൻ ഓർക്കുകയാണ് ശംഭോ എന്ന് അല്ലേ. ഇനി അടുത്ത പദ്യം എടുത്തോളൂ. എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനെന്നെടുത്തു ചൊല്ലേണമോ. എല്ലാം അറിഞ്ഞു ഭഗവാൻ. അങ്ങേക്കെല്ലാം അറിയാം. ഞാൻ ഇത്രയും നേരം അങ്ങയെ സ്തുതിച്ചതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എല്ലാം അങ്ങ് അറിഞ്ഞു മാത്രമേ സംഭവിക്കൂ എന്ന് ഞാൻ എടുത്തു പറയണമോ എന്നാണ് ചോദ്യം. എല്ലാം അറിയുന്നവനാണ് അങ്ങ് എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട കാര്യം ഇവിടെ ഉദിക്കുന്നില്ല. പകരം എന്താവുന്നു? എല്ലാം അങ്ങറിയുന്നു. ജനനവും ജീവിതവും മരണവും വളർച്ചയും എല്ലാം എന്ത് ചെയ്യുന്നു? ഈശ്വരൻ അറിഞ്ഞു തന്നെയാണ് എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നത് എന്ന് ഗുരുവോടെ ഉറപ്പിക്കുകയാണ്. ഗുരുദേവൻ ഈശ്വരൻ അറിയാതെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും നടക്കാറില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജം, ആ പ്രപഞ്ചത്തിൻ്റെ ദേവൻ, അന്ന് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തി എല്ലാം അറിഞ്ഞിട്ടാണ് നമ്മളെ ഓരോരോ രംഗങ്ങളിലേക്ക് കൊണ്ടുചെല്ലുന്നത്. ഈശ്വര കൽപ്പിതമാണ് നമ്മുടെ ജീവിതം എന്ന് കരുതുക. ഓരോ യോഗങ്ങളും നിയോഗങ്ങളും അതെന്താകുന്നു? ഈശ്വരനാണ് കൃത്യമായിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ അതിനകത്ത് ദുരിതങ്ങളും തരുന്നുണ്ട്. അതെന്താകുന്നു? ആ ദുരിതം നമുക്ക് അർഹതപ്പെട്ടതാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അർഹതപ്പെട്ടാണെങ്കിൽ അതും ആര് തരുകയാണ്? ഈശ്വരൻ നമുക്ക് തരുകയാണ്. അപ്പം എല്ലാം അറിയുകയാണ്. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ആ ജീവിതം മുഴുവൻ ആരുടെ തീരുമാനമാണ്? നമ്മുടെ തീരുമാനമല്ല. പിന്നെ ആരുടെ തീരുമാനമാണ്? ഈശ്വരൻ്റെ തീരുമാനമാണ്. അതാണയോ അല്ലയോ എന്നുള്ളത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വലിയൊരു ഫംഗ്ഷൻ, നമ്മുടെ വീട്ടിലൊരു കല്യാണം നമ്മൾ നിശ്ചയിക്കുകയാണ്. ഒരു മാസങ്ങൾക്ക് മുമ്പ് വിളിയൊക്കെ ആരംഭിക്കുന്നു. അതൊക്കെ കൃത്യമായിട്ട് ആ കല്യാണം നടക്കുന്നു. നമ്മുടെ എന്ത് ചെയ്യുന്നു? ആ മംഗളകർമ്മം നടത്തി നമ്മൾ വിജയ് ശ്രീലാളിതനായിട്ട് നിൽക്കുക. ഇത് നമ്മുടെ കഴിവാണ്. ഇപ്പോൾ ചെല്ലം പറയാണ്ട് കേട്ടോ, അങ്ങേരുടെ വീട്ടിലെ കല്യാണം അങ്ങേര് നടന്ന് ഓടിപ്പിടി കൊടുത്ത് വളരെ ഗംഭീരമായിട്ട് അങ്ങേരത് കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ
ക്രെഡിറ്റ് മുഴുവനും ആ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥൻ്റെ ഭാര്യയ്ക്കും കൂടി നാട്ടുകാർ വെച്ചു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഗൃഹനാഥനും ഗൃഹനാഥയും എല്ലാ കാര്യങ്ങളും നടത്തിയത് പിന്നെ ആരാണ്? അദൃശ്യനായ ഈശ്വരനുണ്ട്. അതെന്താണ് മനസ്സിലാകണമെന്നറിയാമോ? ആ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന ദിവസത്തിന് 2 ദിവസം മുമ്പ് ആ വീട്ടിലൊരു മരണം നടന്നാലും നടക്കുമോ കല്യാണം? കല്യാണത്തിൻ്റെ അന്ന് എന്തെങ്കിലും ഒരു അപകടം അവിടെ നടന്നാലോ നടക്കുമോ? അതുമല്ലോ സ്റ്റോപ്പ് ചെയ്തു പോയില്ല എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിസാരപ്പെട്ട കാര്യങ്ങൾ വരാൻ സാധ്യതയില്ലാതെ ആ കാര്യങ്ങൾ ആ വീട്ടിൽ നടത്തുന്നത് ആ വീട്ടുകാരല്ല, പകരം ഈശ്വരാധീനം എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉള്ളത് കൊണ്ടാണ് നടക്കുന്നത്. അല്ല നമ്മളിങ്ങനെ വലിയ ഗുണാണ്ടറാണ്, വലിയ മനുഷ്യനാണ്, ഞാനാണ് മനുഷ്യൻ, ഞാൻ വിചാരിച്ചാൽ എല്ലാം നടക്കുമെന്ന് പറയുന്നത് വെറും തെറ്റാണ്. ആര് തീരുമാനിക്കണം? ഈശ്വരൻ തീരുമാനിക്കണം. ചിലരൊക്കെ പറയും ഞാനങ്ങ് നടത്തുമെന്നേ, ഞാനാണ് ഇരിക്കുന്നതെങ്കിൽ. ചിലരൊക്കെ ഇങ്ങനെ പറയും ഞാൻ ഈ ശാഖയുടെ പ്രസിഡൻ്റാണെങ്കിൽ ഞാനങ്ങ് നടത്തുമെന്നേ എന്ന് പറയുന്ന ആൾ നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോയി ചരിത്രമുണ്ട് അല്ലേ? അപ്പോൾ എന്താ കാര്യം? ഈ മനുഷ്യരൊന്നുമല്ല. ഇതൊക്കെ ചെയ്യണോ ചെയ്യണ്ടയോ എന്ന് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ഒരാളോടുകൂടി പ്രാർത്ഥിച്ചേക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടേ ഈശ്വരോ, അതുകൊണ്ട് നീയും കൂടി എൻ്റെ കൂടെ നിന്നേക്കണേ. അപ്പോൾ ഇതാണ് എല്ലാം അറിയുന്നു, എല്ലാം അറിയുന്നു. മരണം ഈ കുറച്ചു മുമ്പ് ഞാൻ മരണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. നമ്മുടെ മരണമൊന്നും നീട്ടിവെക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് ഈ മരണം എന്ത് ചെയ്യാണ്, ഒന്ന് നീട്ടിവെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മാറ്റുന്നില്ല. മരണം വേണമെങ്കിൽ ഒരു 10 നിമിഷം കുറച്ചേക്കാം എന്ന് വിചാരിച്ചാൽ അതും നമ്മൾ വിചാരിച്ചാൽ നടക്കുന്നതല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരിക്കൽ ഈ കൈലാസപർവ്വതത്തിൽ ഒരു കുരുവി കൂട് വെച്ചിരിക്കുകയാണ്. കൈലാസപർവ്വതത്തിൽ കുരുവി കൂട് വെക്കാൻ കാരണം മഹാദേവനാകുന്ന ശ്രീ പരമേശ്വരൻ്റെ അടുക്കൽ കാലൻ ചെല്ലിയില്ല. കാലൻ യമൻ മരണദേവൻ ചെല്ലത്തില്ല, അവിടെ വന്ന് ആരെയും പിടിക്കത്തില്ല. അതുകൊണ്ട് ബുദ്ധിമാനായ കുരുവി കൈലാസപർവ്വതത്തിൽ ഒരു പൊത്തിൽ സുഖമായിട്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം മഹാവിഷ്ണു ഗരുഡസന്നിഭനായിട്ട് ഗരുഡൻ്റെ ശരീരത്തിൽ കയറി ചെന്നു. വിഷ്ണു അകത്തേക്ക് പോയി ഇങ്ങേരുമായിട്ട് സംസാരിച്ച് പല കാര്യങ്ങളും ഇരിക്കുന്നതിന് വേണ്ടി പോയപ്പോൾ വാഹനമായ ഗരുഡൻ പുറത്തിരുന്നു. പുറത്തങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുരുവിയെ കണ്ടു. കുരുവി ഉടനെ തന്നെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു? ഗരുഡൻ്റെ മുമ്പിൽ ചെയ്ത് നമസ്കരിച്ചു. പക്ഷിരാജൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. അപ്പോൾ പക്ഷിരാജാവിന് വളരെ ഇഷ്ടപ്പെട്ടു. ഗരുഡൻ പറഞ്ഞാൽ കൊള്ളാമല്ലോ, നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ കുരുവി പറഞ്ഞു ഞാനിങ്ങനെ ഇവിടെയാണ് സാർ താമസിക്കുന്നത്, ഇവിടെ ആകുമ്പോൾ ആരെയും പേടിക്കണ്ടല്ലോ, ഞാനിങ്ങനെ മുട്ടയൊക്കെ ഇട്ട് സുഖകരമായിട്ട് അവിടെ ജീവിക്കാൻ ആരുടെ ഒരു തടസ്സവും ഇല്ല. അപ്പോൾ പിന്നെ ഗരുഡൻ പറഞ്ഞ് നീ മിടുക്കനാണ്, വേറെ എങ്ങും വന്ന് താമസിക്കാൻ തോന്നില്ല, മഹാദേവൻ്റെ പടിത്തട്ടിലല്ലേ നീ താമസിക്കുന്നത്, കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവിടേക്ക് കാലൻ വരികയാണ്. യഥാർത്ഥ മരണദേവൻ ശിവനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ മരണദേവനെ കണ്ട് ഗരുഡൻ എഴുന്നേറ്റ് നമസ്കരിച്ചു. ഗരുഡനെ പ്രത്യഭാദനം ചെയ്തു കാലൻ, കാര്യം മറ്റൊരാളിൻ്റെ വാഹനമാണല്ലോ. അപ്പോൾ തിരിഞ്ഞങ്ങോട്ട് നോക്കിയപ്പോൾ കുരുവി ഇരിക്കുന്നു. ഈ കുരുവിയെ നോക്കി കാലൻ തിക്ക് വരപ്പൊക്കെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. കേട്ടോ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഉടനെ തന്നെ കുരുവി പറഞ്ഞു അതെന്താണ് സാർ അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചത്? ആ അതെ, നിന്നെ നോക്കി ചിരിച്ചിരിക്കുന്നു. അപ്പോൾ ഗരുഡൻ പറഞ്ഞു നിന്നെ നോക്കി യമൻ ചിരിച്ചാൽ അതിൻ്റെ അർത്ഥം നിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നീയും ഞാനും കൂടി പരിചയപ്പെട്ടു, നിനക്ക് ഇപ്പോൾ എൻ്റെ വലിയ സുഹൃത്തായി, നിന്നെ എനിക്ക് രക്ഷിക്കണം. കാര്യം അയാളങ്ങനെ കാണിച്ചു, നിന്നെ ഇന്നെടുക്കാനാണ് തീരുമാനം, അതുകൊണ്ട് അയാൾ പോയി തിരിച്ചു എന്നതിന് മുമ്പ് നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ഈ കുരുവിയെ എടുത്ത് മുതുകത്ത് വെച്ചിട്ട് ഗരുഡൻ പറന്നു. 7 കരകൾ താണ്ടി 7 കടലുകൾ താണ്ടി എന്നിട്ട് വിജനമായൊരു ദ്വീപിൽ ഒരു മരപ്പൊത്തിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു ഇവിടെ നീ സുരക്ഷിതൻ, കാരണം ഇവിടെ അയാൾ പെട്ടെന്ന് വരത്തില്ല. തിരിച്ചു പറന്ന് ഇവിടെ വന്നു. ഇവിടെ ഇരുന്നപ്പോൾ യമൻ പുറത്തേക്കിറങ്ങി വീണ്ടും ചിരിച്ചു. എന്നിട്ട് ഗരുഡനോട് ചോദിച്ചു ഗരുഡ ഇവിടെ ഇരുന്ന് കുരുവി എന്ത്? അപ്പോൾ പറഞ്ഞു നിങ്ങൾ നോക്കി അവരെ നോക്കി ചിരിച്ചപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി, ഞാൻ അവരെ കൊണ്ടുപോയി രക്ഷിച്ചു. എവിടെ? 7 കരയും 7 കടലും കിടന്ന് ഒരു മരപ്പൊത്തിനകത്ത് കൊണ്ടുപോയി ആരെ അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്? ആ കുഞ്ചു കുരുവിയെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇത് കേട്ട് യമൻ്റെ ചിരി അങ്ങ് അട്ടഹാസമായി മാറി, പൊട്ടിച്ചിരി. ആ ദിഗന്ധങ്ങൾ മുഴുവൻ മുഴങ്ങി. എല്ലാവരും ചോദിച്ചു ഇതെന്താ കാര്യം? എല്ലാവരും ചോദിച്ചു അങ്ങനെ എന്താ ചിരിക്കുന്നത്? പറഞ്ഞു അതെ, ഞാൻ ഇവനെ കണ്ടപ്പോൾ കുരുവിയുടെ ഗ്രഹനില ഞാൻ നോക്കി. അവിടെ ആ ഗ്രഹനില എന്താണെന്ന് അറിയാമോ? ഇവൻ കൈലാസപർവ്വതത്തിലിരിക്കുന്നു, ഇവിടെ മരണം പാടില്ല, മഹാദേവൻ്റെ മണ്ണിൽ എനിക്ക് ഇവനെ കൊല്ലാനും പാടില്ല. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ ഗ്രഹനിലയിൽ അവൻ്റെ മരണം വന്ന് വാൾത്തുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവൻ മരിക്കും.
എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുമല്ലോ എന്നോർത്താണ് ഞാൻ ചിരിച്ചത്. കാരണം കൈലാസ പർവ്വതത്തിൽ വെച്ച് ഇവനെ മരണം എടുക്കാൻ സാധ്യതയില്ല. പക്ഷെ അവൻ്റെ മരണം എവിടെയാണെന്നറിയാമോ? 7 കരയും 7 കടലും കടന്ന് വിജനമായ ആ ദ്വീപിലെ മരപ്പൊത്തിനകത്തിരിക്കുന്ന സർപ്പം കടിച്ച് മരിക്കണമെന്നായിരുന്നു വിധി. പക്ഷെ അവൻ ഇരുന്നേച്ചത് എവിടെയാണ്? കൈലാസ പർവ്വതത്തിൽ. അവിടെ ഈ സർപ്പവും ഇല്ല, മരവും ഇല്ല, മരപ്പത്തും ഇല്ല. എൻ്റെ കണക്കുകൂട്ടലൊക്കെ തെറ്റിപ്പോകുമെന്നോർത്ത് എളിഭ്യനായിട്ട് ഞാൻ ചിരിച്ചു പോയതായിരുന്നു ആദ്യം. ഇപ്പം ഞാൻ ചിരിക്കുന്ന വിജയിയായിട്ടാണ് ഗരുഡാകുന്നത്. എന്താ കാര്യം? ആസന്നമായ മരണം കൃത്യമായിട്ട് കൊണ്ട് എന്ന് അപേക്ഷ കൊടുത്ത് മേടിച്ചു അല്ലേ? അപ്പോൾ എന്താണ്, ഈശ്വരൻ അറിയാതെ വല്ലതും നടക്കുന്നുണ്ടോ ഈ ഭൂമിയിൽ? ഒന്നും നടക്കുന്നില്ല. ഇതൊക്കെയാണ് പിള്ളേരെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ യുക്തിവാദമൊക്കെ മാറ്റിയിട്ട് പറയണടാ ഇതൊന്നുമല്ല, ഇതിങ്ങനെ നമ്മളൊന്നുമല്ല തീരുമാനിക്കുന്നത്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിച്ചാൽ ആ സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പോകുന്ന വാഹനം നല്ലതാണ്, കുഴപ്പമില്ല, ഡീസൻ്റ് വാഹനമാണ്. പക്ഷേ ആ വാഹനം മുട്ടും തട്ടും ഇല്ലാതെ അവിടെ കൊണ്ടുചെല്ലണമോ എന്ന് വിചാരിക്കുന്ന ഡ്രൈവർ മാത്രമല്ല, പിന്നെ ആരാണ്? ഈശ്വരനാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആ പിള്ളേരെ എയർപോർട്ടിൽ പോയതാണ്. അവർക്ക് എയർപോർട്ടിൽ പോകണം എന്ന് തീരുമാനിച്ചത് ആരാണ്? ഈശ്വരനാണ്. അല്ലെങ്കിൽ 2 പേര് പോയി അതുമായി ചെന്ന് ഇടിച്ച് ആകണമെന്ന് തീരുമാനിച്ചത് ആരാണ്? ഈശ്വരനാണ്. കേട്ടോ, ഏറ്റവും നല്ല വാഹനം ആണ് താറെന്ന് പറയുന്ന ജീപ്പ്. ഭയങ്കര വെയിറ്റാണ്. പക്ഷേ ആ താറ് കുടുംബസമേതം ചെന്ന് ഒരു KSRTC വീട്ടിൽ ഇടിച്ച് കയറുകയായിരുന്നു. നമ്മുടെ ഈ ചേർത്തല പിന്നെ ആലപ്പുഴ കാർത്തികപ്പൻ നമ്മൾ ആ വീഡിയോ കാണുകയാണ്. ഉറങ്ങിപ്പോയതാണ്. എന്താ കാരണം? ഇത് നമ്മുടെ കൺട്രോളിലല്ല എന്ന് കരുതുമ്പോഴാണ് നമ്മൾ എത്ര നിസ്സഹായനെന്ന് ഓർത്തു പോകുന്നത്. നമ്മളൊക്കെ വിചാരിക്കും നമ്മളെന്തോ വലിയ വലിയ ആൾക്കാരാണ്. നമ്മൾ വിചാരിച്ചാൽ എന്ത് നടക്കുന്നു? ഒന്നും നടക്കത്തില്ല. ഇതെല്ലാം ആര് വിചാരിക്കണം? ഈശ്വരൻ വിചാരിക്കണം. അതാണ് ഗുരു അവസാനം പറഞ്ഞ വരി, എല്ലാം അറിഞ്ഞ് ഭഗവാൻ ഇവനെന്നെടുത്ത് ചൊല്ലേണമോ. എല്ലാം അറിയുന്ന ഭഗവാനാണെന്ന് ഇനി എടുത്തു ചൊല്ലേണമോ, ദുരിതമൊക്കെ അകറ്റണേ നീ. ഇതാ ഞാൻ പ്രസവിച്ച് പുറത്തു വന്നിരിക്കുന്നു. ഇനി എൻ്റെ ശരീരത്തിലേക്ക് മായാദേവതയുടെ ദുരിതങ്ങളാണ് വരുന്നത്. അതകറ്റാൻ എനിക്ക് നിന്നോട് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം എന്താ? ഞാൻ ഈ മായാലോകത്ത് വന്ന് പെട്ടിരിക്കുന്നു. ഇവിടെ നീ നിസ്സഹായനാണ്. ഇവിടെ മനുഷ്യനും നീയും തമ്മിലൊരു അകലമുണ്ട്. ആ സമയത്ത് നിൻ്റെ സഹായങ്ങളാൽ എനിക്കിത് മാറ്റാനേ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി നീ എന്നും എൻ്റെ കൂടെ ആവണം. 10 മാസം നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നീ എന്നെ കാത്ത് സംരക്ഷിച്ചു. അതുപോലെ ഈ പുറത്തുള്ള സമയത്തും ഹേ ദേവ, എൻ്റെ ദുരിതങ്ങളെ അകറ്റണേ നീ. എല്ലാവരും ഇങ്ങടിയനങ്ങ് ഒഴിയുന്നുവെങ്കിൽ ഞാൻ വീണ്ടും അടിയനാകുകയാണ്. ആരുടെ മുമ്പിൽ? എൻ്റെ മുമ്പിൽ, ഉടമയുടെ മുമ്പിൽ, ഉടയോൻ്റെ മുമ്പിൽ അടിമയാകുന്നു. ഇതെല്ലാം കളഞ്ഞ് എരുതിലേറി വരുന്ന ശംഭു. എരുത്, അവിടെ ഈ ശംഭുവിനെ ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമായിട്ട് നമുക്ക് കാണിക്കുകയാണ്. എരുതെന്ന് പറഞ്ഞാൽ കാളയുടെ പുറത്തേറി വരുന്ന ശംഭു. അപ്പോൾ ആരായി അവിടെ? ഇത്രയും നേരം ശംഭു ആരാണെന്ന് പറഞ്ഞില്ലായിരുന്നു. അവസാനത്തെ വരിയിൽ കൃത്യമായിട്ട് ആരെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്? ആ ശംഭുവിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വൃഷഭത്തിൻ്റെ പുറത്ത് കയറി വരുന്ന സാക്ഷാൽ മഹാദേവൻ. എന്താണ് ശിവൻ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. മരണമില്ലാതാക്കുന്നതും മരണം വരുത്തുന്നതും ആരാണ്? ശിവനാണ്. സംഹാരമൂർത്തി ആരാണ്? ശിവനാണ്. കൊല്ലുന്നത്, ലോകത്തെ മുഴുവൻ മുടിപ്പിക്കുന്നത് ശിവനാണ്. പക്ഷെ ആ ശിവൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സൃഷ്ടിക്കുന്നതും കാരണക്കാരനാകുന്നതും ശിവൻ തന്നെയാണ്. മനുഷ്യൻ്റെ മനസ്സിലെ കാമമാകുന്ന കാമത്തെ എരിച്ചടക്കിയതാരാണ്? ശിവനാണ്. ആ കാമത്തെ ജനിപ്പിക്കുന്നതും ആരാണ്? ശിവനാണ്. കണ്ടോ, ഇതാണ് വൈരുദ്ധ്യം. കാമദേവനെ നശിപ്പിച്ച് കളഞ്ഞ ആരാ? ശിവനാണ്. തൃക്കണ്ണ് തുറന്നിട്ട് കാമദേവനെ തകർത്ത് ഭസ്മമാക്കി കളഞ്ഞു. ആ ഭസ്മമാക്കിയ കാമദേവൻ്റെ ശരീരം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ കാമദേവൻ്റെ ഭാര്യയായ രതീദേവി വന്ന് ശിവനോട് പറഞ്ഞ ഇതാണ്, നിങ്ങൾ എൻ്റെ ഭർത്താവിനെ നശിപ്പിച്ച് കളഞ്ഞു, എൻ്റെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പാർവതീദേവി പിന്നെ നമ്മുടെ ശിവൻ കാമദേവനെ ജനിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം നശിപ്പിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ജനിപ്പിക്കുകയാണ്. ജനിപ്പിച്ചിട്ട് പറയുന്നു, പ്രിയപ്പെട്ട രതീദേവി, നീ നിൻ്റെ ഭർത്താവിനെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു, പക്ഷേ അവന് ശരീരമില്ല, അതുകൊണ്ട് അവനെ അനങ്കൻ എന്ന പേരറിയപ്പെടും. അനങ്കൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അംഗമില്ലാത്തവന്, ശരീരമില്ലാത്തവനെന്നാണ്. അവൻ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ജനിക്കും, അതുകൊണ്ട് അവനെ മനസ്സിജൻ എന്ന പേരിലും അറിയപ്പെടും. അവൻ്റെ ഇരിപ്പിടം നീ അടക്കമുള്ള മുഴുവൻ സ്ത്രീവർഗങ്ങളുടെയും ശരീരത്തിലായിരിക്കും, അതുകൊണ്ട് അവളെ അങ്കന എന്ന് വിളിക്കും. കണ്ട, പേരെത്ര വന്നു? അംഗമില്ലാത്തത് കൊണ്ട് അനങ്കൻ,
കാമദേവനെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്നതുകൊണ്ട് സ്ത്രീകൾ ആരാകുന്നു? അങ്കന. പിന്നെ എന്താകുന്നു? ഈ കാമദേവനെ തകർത്തത് ശിവനാണെങ്കിൽ കാമനെ ഉണർത്തിയതും ഉയർത്തിയതും ജനിപ്പിച്ചതും ശിവനാണ്. അപ്പം എല്ലാത്തിൻ്റെയും ഏകനായിട്ട് നിൽക്കുന്ന ആ ദേവൻ്റെ മുമ്പിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ മുഴുവൻ നന്ദിയും കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. ഇതാരും കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയമാണ്. കാര്യം ജനനത്തിന് ശേഷമുള്ള കാര്യമാണ് സാധാരണ എല്ലാ ആൾക്കാരും എഴുതാറ്. ജനനത്തിന് മുമ്പുള്ള, പ്രസവത്തിന് മുമ്പുള്ള ആ 10 മാസത്തെ ജീവിതം ഒരു പക്ഷേ ലോകത്തിന് മുമ്പിൽ എഴുതിയത് ആര് മാത്രമാണ്? ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ്. അതാണ് ഗുരുവെന്ന് പറയുന്ന ആ ഒരു മഹാ അത്ഭുതം. അവിടെയാണ് ആ പിണ്ഡം. ഈ പിണ്ഡം എന്ന് പറയുന്നത് നമ്മളാരും ചിന്തിക്കാത്തൊരു വിഷയമാണ്. ആ പിണ്ഡത്തിൻ്റെ ആ അവസ്ഥ എന്ത്? ആ പിണ്ഡത്തിന് എന്തെങ്കിലും സ്വഭാവമുണ്ടോ? ആ പിണ്ഡത്തിന് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്നുള്ളത് ആ പിണ്ഡത്തിനെ അവിടെ കൊണ്ടുവന്നിട്ട് ആ പിണ്ഡത്തിനെ കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറയിപ്പിക്കുകയായിരുന്നു. അയോധ്യയിലേക്ക് പോകുന്ന മക്കളും വാൽമീകിയും മക്കളും കൂടി പോകുമ്പോൾ വാൽമീകിയുടെ ആശ്രമത്തിൽ ഏകയായിരിക്കുന്ന സീതാദേവി എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് വാൽമീകി മറന്നുപോയി. സ്വന്തം മക്കളെ വാൽമീകിയുടെ ആശ്രമത്തിൽ വെച്ച് വാൽമീകി 2 മക്കളെയും ലവനെയും കുശനെയും കൈക്ക് പിടിച്ചുകൊണ്ട് ശ്രീരാമൻ്റെ കൊട്ടാരത്തിലേക്ക് ഇതുവരെ ജനിച്ചിട്ട് കാണാത്ത അച്ഛനെ കാണുന്നതിന് വേണ്ടി മക്കൾ പോകുമ്പോൾ അമ്മ എന്ത് ചിന്തിച്ചു എന്ന് വാൽമീകി മറന്നുപോയി, എഴുത്തച്ഛൻ മറന്നുപോയി, കബീർദാസ് മറന്നുപോയി. പക്ഷേ ഗുരുവിനെ പഠിച്ച കുമാരനാശാൻ എന്ത് ചെയ്തു? ആ സീതാദേവിക്ക് ചിന്തയുണ്ടാക്കി. അതാണ് ചിന്താവിഷയായ സീത. ലോകത്തിൽ ആരും അത് ചെയ്തതല്ല. എന്നെ സീതയ്ക്ക് ചിന്തിക്കാൻ പാടില്ലേ? മക്കൾ പോയിരിക്കല്ലേ? അപ്പോൾ ആ മക്കൾ പോകുമ്പോൾ അച്ഛനെ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊരു സ്ത്രീയുടെ മനോവ്യഥ ആ മാനസിക തലത്തിൽ നിന്ന് എഴുതി. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഗുരുവിനെ പഠിച്ചതുകൊണ്ടാണ്. ഗർഭപാത്രത്തിലിരിക്കുന്ന പിണ്ഡത്തിന് എന്താണ് ചിന്ത? ആ ചിന്ത എന്താണെന്ന് ആരും ചിന്തിക്കാത്ത പോലെ ശ്രീനാരായണ ഗുരുദേവൻ പിണ്ഡത്തിൻ്റെ ചിന്തകളാണ് പിണ്ഡത്തിൻ്റെ നന്ദിയായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കണ്ടു പഠിച്ചിട്ടാണ് ചെയ്തത് കുമാരനാശാൻ എന്തെഴുതിയത്? സീതാദേവിയെ കൊണ്ട് ചിന്തിപ്പിച്ചത് അല്ലേ? ശ്രീനാരായണ ഗുരുദേവൻ യഥാർത്ഥ ഒരു വരനെ, ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ എഴുതി വെച്ചു. അതാണ് കൃത്യമായിട്ടുള്ള രീതികളിലൂടെ. ഇപ്പോൾ എന്താകുന്നു, ഒരു പെൺകുട്ടിക്ക് പിന്നെ ആൺകുട്ടിയെ തിരക്കുന്ന സമയത്ത് ആ പെൺകുട്ടി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്താണ് ഓരോ പൊരുത്തങ്ങൾ പറഞ്ഞു കൊടുത്തു. വിദ്യ വിത്ത വയോ രൂപ ശീല ദ്വേഷാനുരൂപ്യത മിഥ അനുരാഗോ ദാമ്പത്യ സ്ഥിതവും സുദൃഢ ശൃംഖല എന്ന്. വിവാഹപ്പൊരുത്തത്തിൽ പൊരുത്തം നോക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ മറ്റ് ഗ്രഹങ്ങളിലേക്കെല്ലാം ആദ്യം പോകേണ്ടത് വിദ്യ, വിത്തം, വയസ്സ്, രൂപം, ശീലം, ദ്വേഷം, അനുരാഗം, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നോക്കിയത് എന്താകുന്നു? എഡ്യൂക്കേഷൻ നോക്കണമെന്ന് പറഞ്ഞു. ഇത് ഗുരു പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പിൽക്കാലത്ത് എന്ത് ചെയ്തു? കുമാരനാശാൻ അത് കൃത്യമായിട്ട് കൃതികളിലൂടെ എഴുതാൻ സാധിച്ചു. അതാണ് ഈ ഗുരുവിനെ പഠിച്ചതുകൊണ്ട് അവർക്കൊക്കെ വന്ന നേട്ടം. നമുക്ക് ആ നേട്ടത്തിലേക്ക് വരണ കൊണ്ടാണ് ഈ ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നത്. ഗുരുവിനെ പഠിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? സ്വന്തം കൃതിയിൽ അതുകൊണ്ട് എഴുതി വെച്ചു. ദുരവസ്ഥയിൽ സാവിത്രി എന്ന് പറയുന്ന അന്തർജനം തൻ്റെ ഭാവി ഭർത്താവിനെക്കുറിച്ച് ചിന്തിക്കുന്ന രംഗമുണ്ട്. എൻ്റെ ഭർത്താവ് ആരായിരിക്കണമെന്ന് അവിടെ കൂട്ടിൽ കിടക്കുന്ന മൈനയോട് പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ഭർത്താവ്, എനിക്കൊരു കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഭർത്താവ് എങ്ങനെയുള്ള ആളായിരിക്കണം എന്നും എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണ്? നിർധനനെന്നാലും എന്നെ വേൽക്കുന്നയാൾ വിദ്യാപരനായിരുന്നിടണം. കല്യാണം കഴിക്കാത്തവരുടെയൊക്കെ മനസ്സിലേക്ക് ആശാൻ്റെ, ഗുരുവിനെ പഠിച്ച ആശാൻ്റെ ചിന്ത കൊണ്ടുവരും. എന്താണ് ചോദിച്ചിരിക്കുന്നത്? എന്നെ കല്യാണം കഴിക്കുന്ന ആൾ നിർധനനെന്നാലും, സമ്പത്തില്ലാത്തയാളാണെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് വേണം. ഏതാണ്? വിദ്യാപരൻ ആയിരുന്നിടണം. കണ്ടോ? അടുത്തത് രൂപവാൻ അല്ലെങ്കിലും അപ്പുമാൻ. അവൻ ഗ്ലാമറൊന്നും വേണമെന്നില്ല. സ്ത്രീകൾ കരുതേണ്ടതാണ്. ഒരു പുരുഷന് രൂപവാൻ അല്ലെങ്കിലും അപ്പുമാൻ അന്യ സ്ത്രീജിതൻ ആകാതിരുന്നിടണം. കണ്ടോ? ഗുരുവിനെ പഠിച്ച് ആശാൻ എഴുതി വെച്ചിരിക്കുന്ന സങ്കല്പം കണ്ടോ? 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നിർധനനെന്നാലും എന്നെ കല്യാണം കഴിക്കുന്നയാൾ വിദ്യാപരനായി ഇരുന്നിടണം. രൂപവാനല്ലെങ്കിലും എന്നെ കല്യാണം കഴിക്കുന്നയാൾ ആരായിരിക്കണം? അന്യ സ്ത്രീജിതനാകാതെ ഇരിക്കാത്ത ഒരാളാകണം. എന്താ കാരണം? ഇതൊരു കവിക്കും സാധിച്ചില്ല ഇങ്ങനെ എഴുതാൻ. കുമാരന് മാത്രമേ സാധിച്ചുള്ളൂ. കാരണം എന്താ? ഗുരുവിൻ്റെ ഒപ്പം നടന്ന് ഗുരുവിൻ്റെ ദർശനം പഠിച്ചു, ഗുരുവിൻ്റെ ചിന്താധാരകൾ പഠിച്ചപ്പോൾ ഇതാണ് ശരി എന്ന് തോന്നിയിട്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കുമ്പോൾ ഒരു കുമാരനാശാൻ ഉണ്ടായെങ്കിൽ
കോട്ടയത്ത് ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രത്തിൽ അനവധി കുമാരന്മാരുണ്ടാവണം. അതിനാണ് എന്ത് ചെയ്യുക, ഗുരുധർമ്മ പഠനം. അല്ലാതെ നിസ്സാരമല്ല. അതാണ് ഇപ്പോൾ നിസ്സാരപ്പെട്ട എന്ന് തോന്നാവുന്ന ഒരു കൃതിയായിരുന്നു പിണ്ടനന്ദി. അത് വളരെ ലളിതമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പറഞ്ഞു പോകാൻ പറ്റും. പിണ്ടനന്ദി എന്ന് പറയുന്ന ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയങ്ങളുണ്ട്. ഏതായാലും ഈ ധർമ്മപഠന കേന്ദ്രത്തിലേക്ക് ഒരിക്കൽ കൂടി വന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും അത്ഭുതമായിട്ടുള്ള അത്ഭുതകൃതിയായ പിണ്ടനന്ദി എന്ന് പറയുന്ന ഈ കൃതി എടുക്കുന്നതിന് സാധിച്ച ആ ഗുരുനിയോഗത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം. ഉച്ച കഴിഞ്ഞുള്ള സമയമായിരുന്നു. ഉറങ്ങുമോ എന്നൊരിക്കൽ സംശയം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, ഒരാൾ പോലും ഉറങ്ങിയിട്ടില്ല. ചിലരൊക്കെ കണ്ണടച്ചെങ്കിലും ഇടയ്ക്ക് വെട്ടി തുറക്കാൻ വേണ്ടി ഓരോ അമിട്ടുകൾ ഞാൻ ഇട്ടായിരുന്നു. എന്താണെന്നറിയാമോ, ഈ ചിലരൊക്കെ കണ്ണടച്ചിരുന്ന് ഉറക്കത്തിലേക്ക് പോയപ്പോഴാണ് ഞാൻ പലപ്പോഴും ചില തമാശകളൊക്കെ ഇട്ട് പൊട്ടിച്ച് ആ കണ്ണ് തുറപ്പിച്ചത്. അതുകൊണ്ട് ഈ ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ് ഇത്തിരി ശ്രമകരമാണ്. അപ്പോൾ ഏതായാലും ഇതിൽ പങ്കെടുത്ത എല്ലാവരും കൃത്യമായിട്ട് ആസ്വദിച്ച എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക്, പ്രസാദ് സാറിന്, പ്രിയപ്പെട്ട രാജീവിന്, രഞ്ജിത്തിന് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ക്ലാസ് ഇവിടെ ഗുരുദേവ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമാകുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. നന്ദി.